ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. യോ അന്തഃപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംന അന്യാംശ്ചാസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീമദ് ഭാഗവതം അതിലെ അഷ്ടമസ്കന്ധം പ്രധാനമായിട്ട് 4 കഥകളാണ്. ഗജേന്ദ്രമോക്ഷം, പാലാഴി മഥനം, വാമനാവതാരം, മത്സ്യാവതാരം. അതിലെ പാലാഴി മഥനം വരെ നമ്മൾ കണ്ടു വെച്ചാൽ വിസ്തരിച്ചിട്ടൊന്നും കാണുന്നില്ല. പ്രധാനപ്പെട്ട കാര്യങ്ങൾ ധാരാളം പ്രഭാഷണം കേട്ടവരെന്നെയാവും ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില ഭാഗങ്ങൾ മാത്രം എടുത്തു പറഞ്ഞു പോവുകയാണ്. കാരണം തീരെ സമയമില്ല. എത്ര സമയം ഉണ്ടെങ്കിലും ഇതൊന്നും പറഞ്ഞു തീരില്ല. അതുകൊണ്ട് വളരെ കുറഞ്ഞ സമയം കൊണ്ട് എന്നാൽ കഥ വിസ്തരിക്കാതെ കാര്യം പറഞ്ഞു പോവുകയാണ്. എന്താണ് ഈ ബലിചരിത്രത്തിൻ്റെ പ്രത്യേകത? അത് വർണ്ണിക്കുകയാണ്. ഇതിൽ തോറ്റവരായിട്ട് ആരുമില്ല. ശുക്രാചാര്യർ ജയിക്കാനുണ്ടായത്, ബലിയും ജയിക്കാനുണ്ടായത്. ഒരു കഥയാകുമ്പം ജയിച്ചാളും തോറ്റാളൊക്കെ ഉണ്ടാവില്ല. ഇതിലാരും തോറ്റിട്ടില്ല. എല്ലാവരും വിജയിച്ച ഒരു കഥ. ഭഗവാനും ജയിച്ചു, ഭഗവത് ഭക്തനായ ബലിയും ജയിച്ചു. പക്ഷേ വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ടൊരു കഥയാണ് ഈ ബലിചരിത്രം. വാമനമൂർത്തി ബലിയെ പറ്റിച്ചു, ചവിട്ടിത്താഴ്ത്തി, 3 അടി മണ്ണ് ചോദിച്ചു. കൊല്ലത്തിലൊരിക്കൽ ഞാൻ വരട്ടെ എന്ന് പറഞ്ഞ സമയത്ത് എന്നാൽ അങ്ങനെ ഒരു ദിവസം വന്നോളൂ എന്നൊക്കെ പറഞ്ഞ് ആ വരുന്ന വരവാണത്രേ ഓണം എന്നൊക്കെ ഒരു തെറ്റിദ്ധാരണ പൊതുവേ ഉണ്ട്. അപ്പം അതൊക്കെ മാറ്റണം. അതാണ് ഇവിടെ എന്താണ് വാമന ജയന്തി എന്നുള്ളത് വിസ്തരിച്ച് പറയുകയാണ്. എന്താണ് ഈ ബലിയുടെ കഥ? ആരാണ് ബലി? ബലി ആരാ ചോദിച്ചാൽ നമ്മളെ പ്രഹ്ലാദൻ്റെ പേരക്കുട്ടിയാണ്. പ്രഹ്ലാദൻ ആരാ? നരസിംഹമൂർത്തിയുടെ ഭക്തൻ. നമ്മൾ ഇന്നലെ കേട്ടു ആ കഥ. ആ പ്രഹ്ലാദൻ്റെ പേരക്കുട്ടിയാണ് ബലി. പേരക്കുട്ടിക്ക് എന്തായാലും മുത്തശ്ശൻ കഥ പറഞ്ഞു കൊടുക്കാണ്ടിരിക്കില്ല പണ്ട് കാലത്തൊക്കെ. ഇന്നിപ്പോൾ പേരക്കുട്ടിക്ക് ഇരിക്കാൻ നേരമില്ല. അത് മൊബൈലിലാവും, മുത്തശ്ശനും മൊബൈലിലാവും. അങ്ങനെ കഥ പറഞ്ഞു കൊടുക്കാൻ നേരം. പക്ഷെ പണ്ട് അങ്ങനെയല്ല. കുറേ സമയമുള്ളത് കൊണ്ട് കഥകൾ പറഞ്ഞു കൊടുക്കും. പണ്ട് കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ എന്തെങ്കിലും വിഡ്ഢിക്കഥയല്ല പറഞ്ഞു കൊടുക്കുക. ആ കഥ കൊണ്ട് ആ കുട്ടിക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവും. ജീവിതത്തിൽ താൻ സ്വാംശീകരിക്കേണ്ട ചില ഗുണങ്ങളെ പറ്റിയിട്ടായിരിക്കും കഥ. അങ്ങനെ നരസിംഹമൂർത്തിയുടെ കഥ പറഞ്ഞു കൊടുത്ത് നല്ല ഭക്തനാണ് ആര്? ഈ ബലി. പക്ഷെ ചെറിയ പ്രശ്നം എന്താ വെച്ചാൽ തൻ്റെ കൂട്ടുകെട്ടുകൊണ്ട് തൻ്റെ കൂടെയുള്ളവരൊക്കെ കുറച്ച് പ്രശ്നമുള്ളവരായതുകൊണ്ട് അവരുടെ കൂടെ കൂടി ലേശം ഒരു ദമ്പം ആർക്കുണ്ട്? ബലിക്കുണ്ട്. ദമ്പം എന്ന് പറഞ്ഞാൽ ഒരു കേമത്തം കാണിക്കുക. നമ്മളത്ര നൂല് കിട്ടുമോ? നമ്മളെ വെച്ച് നോക്കുമ്പോൾ ബലി എത്രയോ ഇതാണ്. പക്ഷേ എന്നാലും സ്വതവേ അത് പാടില്ല. പ്രഹ്ലാദൻ അങ്ങനെ ഇല്ല. പ്രഹ്ലാദന് ഇതൊക്കെ ഇപ്പം എന്താ ചോദിച്ചാൽ അംബരീഷിൻ്റെ കഥ നീ പറയും. ഇതൊക്കെ ആരുടെയെന്ന് ചോദിച്ചാൽ തൻ്റെ എന്നുള്ള വിചാരമില്ല. ഇതൊക്കെ ഭഗവാന്റെ എന്നേ പറയുള്ളൂ. ഞാൻ ഭഗവാന്റെ ദാസനാണ്. ഈ കൊട്ടാരം ഭഗവാന്റെയാണ്. അപ്പോൾ താനും ഞാൻ നോക്കി നടത്തുക, ഇത്രയേ പറയുള്ളൂ. ഒന്നും എൻ്റെന്നാര് പറയില്ല, ഭക്തന്മാർ പറയില്ല. പ്രഹ്ലാദൻ അങ്ങനെ പറയാറില്ല. പക്ഷേ പ്രഹ്ലാദൻ്റെ പേരക്കുട്ടി എന്ത് പറയാൻ തുടങ്ങി? ബലി, ഈ കൊട്ടാരം എൻ്റെ, ഈ 14 ലോകവും എൻ്റെയാണ്. ലോകാനാമേകമീശ്വരം, ഞാനാണ് ഈ ലോകത്തിൻ്റെ ഉടമസ്ഥൻ എന്ന് പറഞ്ഞു. അത് പറഞ്ഞ വെച്ചാൽ അത്രയ്ക്ക് അഹന്ത വേണം. അവിടെയാണ് പ്രശ്നം. ഭഗവാൻ പ്രഹ്ലാദനെ അനുഗ്രഹിച്ചും കൊണ്ട് പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ വംശത്തിൽ ആര് അഹങ്കരിച്ചാലും അവരാവശ്യപ്പെടുന്നും വേണ്ട, ഞാൻ പോയി നേരെയാക്കും. അത് നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് എന്ന് വാക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം വാക്ക് പാലിക്കേണ്ട ചുമതല ആർക്കുണ്ട്? ഭഗവാനുണ്ട്. അങ്ങനെയാണ് മഹാബലിയുടെ മുന്നിൽ വാമനമൂർത്തി ചെല്ലുന്നത്. ഇവിടെ പരീക്ഷത്തിലെ ചോദ്യം എന്തിനാണ് ആ വാമനമൂർത്തി ബലിയുടെ മുന്നിൽ പോയി ചോദിച്ചത് 3 അടി മണ്ണ്? അത് ബലിയുടെ അഹങ്കാരം തീർക്കാനാണ്, അല്ലാതെ വിഷ്ണു ഭഗവാന് 3 അടി മണ്ണ് വേണ്ടിയിട്ടല്ല. എന്താണ് ബലിയുടെ മുന്നിൽ പോയി ചോദിക്കുന്നത്? ബലിയുടെ അഹങ്കാരം ഇല്ലേണ്ടിയാക്കാനാണ്. 3 അടി മണ്ണ് പോലും ബലേ തനിക്ക് തരാൻ സാധിക്കില്ല എന്ന് കാണിച്ചു കൊടുക്കാൻ. എന്താണ്? ഒരു തുരുമ്പ് പിടിച്ച മൊട്ടുസൂചി പോലും നമുക്ക് സ്വന്തമായിട്ടില്ല, കൊണ്ടുപോകാനും സാധിക്കില്ല. മരിക്കുമ്പോഴേ അത് കൊണ്ടുപോകണം എന്ന് പറഞ്ഞാൽ പറ്റുമോ? ഒന്നും സാധിക്കില്ല. ചത്തുപോന്നേരം വസ്ത്രം അതുപോലും ഒത്തിട കൊണ്ടുപോകാനൊരുത്തർക്കും ഒന്നും നമ്മുടെ സ്വന്തമായിട്ടില്ല. അതുകൊണ്ട് വല്ലാതെ അഭിമാനിക്കേണ്ട എന്ന് കാണിക്കാനാണ് ഇപ്പം ഈ ഒരു കഥ. ഭഗവാൻ ചെല്ലുകയാണ്. ബലേ പദത്രയം ഭൂമേ കസ്മാത് ഹരിടയാചതാ ഭൂത്വേശ്വര കൃപണവത് ലബ്ധാർത്ഥോ വിബന്ധതം. എന്തിനാണ് ആ വരുണപാശം കൊണ്ട് ആ ബലിയെ കെട്ടിയിട്ടത്? കുറച്ച് കൂടിപ്പോയില്ലേ? തൻ്റെ ഭക്തനാന്ന് പറഞ്ഞ വരുണപാശം കൊണ്ട് കെട്ടിടാൻ പാടുമോ? അങ്ങനെ ചോദിച്ചാൽ കാലപാശത്തിൽ പെടാണ്ടിരിക്കാൻ വരുണപാശം കൊണ്ട് ഭഗവാൻ വാത്സല്യം കൊണ്ട് കെട്ടിയിട്ടു. നമ്മളിപ്പം ഭാഗവത പാശം കൊണ്ട് കെട്ടിയിട്ടതാ. ആര്? നമ്മളിപ്പം ലോക്ക് തന്നെയാണ് അല്ലേ? ലോക്കഡാണ്. എവിടെ? ഇനിയിപ്പോൾ പ്രഭാഷണം കഴിയാണ്ട് നീക്കാൻ വയ്യല്ലോ. എന്തിനാ അപ്പം അങ്ങനെ കെട്ടിട്ടത് ചോദിച്ചാൽ ആ കെട്ട് ബുദ്ധിമുട്ടില്ല, വേറെ കെട്ടിൽ പെടാണ്ടിരിക്കുമല്ലോ.
ഇത്ര നേരം അസ്വസ്ഥാവാണ്ടിരിക്കാമല്ലോ. ഈ നേരം ഇപ്പം ഇവിടെ ഇരുന്നിട്ടില്ലെങ്കിൽ എവിടെ ഇരിക്കുക? അവിടെ എന്തൊക്കെ ചിന്തകൾ പൊന്തി വരും, അതൊക്കെ പിന്നീട് ക്ലേശം ഉണ്ടാക്കില്ലേ. ഇനി ഇവിടെ ഇരുന്ന് ഉറങ്ങിയാലും ഉറങ്ങുമ്പോൾ വേറെ പണി ചെയ്യണില്ലല്ലോ. ചിലവർ ഇവിടെ ഇരുന്നിട്ട് ഞാൻ ഉറങ്ങുക നല്ല കാര്യമല്ലേ, ഉറങ്ങാൻ പറഞ്ഞ സമാധാനമല്ലേ, ഉറക്കത്തിൽ സുഖമല്ലേ, വീട്ടിൽ നിന്ന് കിട്ടണില്ലല്ലോ. തിരിഞ്ഞു പറഞ്ഞ് കിടക്കുകയാണ്, നല്ല വില കൂടിയ കട്ടിൽ, നല്ല മെത്ത, AC, എന്നിട്ട് ഉറക്കമില്ല. ഇവിടെ കയ്യും കൂടില്ല കസാരയ്ക്ക്, എന്നിട്ട് സുഖമായിട്ട് ഉറങ്ങണം. എനിക്ക് അസൂയ തോന്നുകയാണ്. ഇങ്ങനെ ഉറങ്ങാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ഭാഗ്യമല്ലേ. അപ്പം അതുകൊണ്ട് ഉറങ്ങുകയാണെങ്കിൽ പോലും എന്തില്ല, അവിടെ കർമ്മങ്ങൾ ചെയ്യണില്ല. കർമ്മം ചെയ്യാത്തത് കൊണ്ട് അത് പിന്നെ ഫലത്തെ ഉണ്ടാക്കില്ല. അങ്ങനൊരു ഗുണം ഉറക്കത്തിലുണ്ട്. അപ്പം അതുകൊണ്ട് ഇവിടെ വരുണപാശം കൊണ്ട് കെട്ടിടാൻ കാരണം കാലപാശത്തിൽ പെടാണ്ടിരിക്കാൻ, അത്രയേ ഉള്ളൂ. കഥ പറയാൻ പണ്ട് ബലിചക്രവർത്തി ആ ദേവാസുരത്വത്തിൽ മരിച്ചു. ആ ബലിയെ ശുക്രാചാര്യർ മൃതസഞ്ജീവനെ കൊണ്ട് ജീവിപ്പിച്ചു. അദ്ദേഹത്തെ കൊണ്ട് കേമായിട്ടൊരു യാഗം ചെയ്യിച്ചു. അങ്ങനെ ഒരിക്കലും അമ്പ് തീരാത്ത ആവനാഴി ലഭിച്ചു. എല്ലാം ഉണ്ട് ഈ ബലിക്ക്. ബലി അങ്ങനെ യുദ്ധത്തിനൊരുങ്ങി. കയ്യിൽ അമൃതമൊക്കെ ഉണ്ടായിട്ടും ദേവന്മാർ തോറ്റു. ഇപ്പം 17-14 ലോകങ്ങളും ഭരിക്കുന്നതാരാ? ബലിയാണ്. ഭരിച്ചു വെച്ച് സ്വന്തമാവുന്നില്ല. ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഭരിക്കുമെന്നേ വിചാരിക്കാവൂ. നമ്മളൊക്കെ എൻ്റെ എന്ന് വിചാരിക്കാൻ പാടില്ല, ഭഗവാൻ്റെന്നേ പറയാവൂ. അതറിയണം ഉള്ളിൽ. ഇതിപ്പം ബലി എൻ്റെ എന്ന് വിചാരിച്ചു, അവിടെയാണ് കുഴപ്പം. അവസാനം ബലിക്ക് മനസ്സിലായി ഞാനും ഭഗവാന്റെയാണ്. അതാണ് അവസാനം തന്നെ ആര് കൊടുത്തു? ബലി കൊടുത്തു. ഇവിടെ അങ്ങനെ 14 ലോകങ്ങളും ഭരിക്കുന്ന ബലി ഇപ്പം ദേവന്മാരുടെ അമ്മയായിട്ടുള്ള അതിഥിക്ക് വലിയ വിഷമം. തൻ്റെ മക്കൾക്കൊന്നുമില്ല, അവരൊക്കെ വേഷം മാറി നടക്കുകയാണ്. നേരെ കണ്ടാൽ തല വെട്ടും അസുരന്മാർ. ശുക്രാചാര്യരോട് വിഷമം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു ഭഗവാനെ ആശ്രയിക്കൂ. അങ്ങനെ ഒരു വ്രതം ഉപദേശിച്ചു, 12 ദിവസം നീണ്ടു നിൽക്കുന്ന വ്രതം. എന്തു വന്നാലും ഭഗവാനെ ആരാധിക്കല്ലാണ്ട് വേറൊരു വഴി പറയാൻ സജ്ജനങ്ങൾക്കില്ല. വിഷമമുണ്ടെന്ന് പറഞ്ഞാൽ ആശ്രയിക്കൂ, ഭഗവാനെ ആശ്രയിക്കൂ. അങ്ങനെയാണെങ്കിൽ നമ്മളെ ആഗ്രഹമുണ്ട്, ആഗ്രഹം കൊണ്ടാണ് വിഷമെങ്കിൽ ഒന്നെങ്കിൽ ആ ആഗ്രഹം നടക്കും, അപ്പോൾ വിഷമം മാറുമല്ലോ. ഇല്ലെങ്കിലോ ഇല്ല, ആഗ്രഹം കണ്ട് പോവും, എന്നാലും വിഷമം മാറുമല്ലോ. എന്തായാലും ഭഗവാനെ ആശ്രയിച്ചോളൂ. മനസ്സ് ശുദ്ധായാൽ പിന്നെ ഒരു വിഷമവും തന്നെ തട്ടില്ല. ശ്രദ്ധയാ ചേശ്വരം ഭജ, ശ്രദ്ധയോടുകൂടി ഈശ്വരനെ ഭജിക്കൂ. എനിക്ക് കണ്ടില്ല, ദുഃഖമൊന്നുമില്ലല്ലോ എന്ന് കശ്യപൻ. കശ്യപൻ്റെ മക്കളാണ് ഉപദ്രവിക്കുന്ന ആളുകളും വിഷമിക്കുന്ന ആളുകളും രണ്ടും. പക്ഷേ രണ്ടും കശ്യപനെ ബാധിക്കുന്നില്ല. തൻ്റെ കുറച്ച് മക്കളെ ദ്രോഹിക്കുകയാണ്. അസുരന്മാർ ദേവന്മാരെ ദ്രോഹിക്കുകയാണ്. രണ്ടും ആരെ ബാധിക്കണില്ല? കശ്യപനെ ബാധിക്കുന്നില്ല. ഭാഗവതം ഉപദേശിക്കുന്നത് തന്നെ നിങ്ങൾ ദിതിയും അതിഥിയും ആവാൻ നിൽക്കണ്ട, കശ്യപനാവൂ എന്നാണ്. എന്താണ്? ഒന്നും തന്നെ ബാധിക്കാതെ നോക്കൂ. കശ്യപനെ പോലെ പശ്യകൻ എന്നാണ് പറയേണ്ടത്. തിരിച്ചു പറയുന്ന സ്വഭാവം ഋഷിമാർക്കുണ്ട്. പശ്യകൻ തിരിച്ചു പറഞ്ഞാൽ കശ്യപൻ എന്നാവും. പശ്യകൻ എന്ന് പറഞ്ഞാൽ കാണുന്നവൻ. എന്താണ്? ഒക്കെ അങ്ങനെ മിണ്ടാതിരുന്ന് കാണും, ഇടപെടില്ല. എന്താണ്? ഇടപെടില്ല. ഇടപെടുണ്ടെങ്കിൽ അർത്ഥം അവരുടെ ഉള്ളിൽ തട്ടിയെന്നാണ്. എന്താണ്? നമ്മളിപ്പോൾ അടുത്ത വീട്ടിൽ വല്ലാതെ ബഹളം ഉണ്ടാകുമ്പോൾ നമ്മൾ വല്ലാതെ ഇങ്ങോട്ടാകുമ്പോഴല്ലേ ഇടപെടുള്ളൂ. അതൊരു ഇടപെടുമോ? അവരുടെ കാര്യമല്ലേ, നമ്മളല്ലല്ലോ. മറ്റുള്ളവരെ പറ്റി കുറ്റം കേൾക്കുമ്പോൾ നമുക്ക് രസമല്ലേ അല്ലേ? ഭാര്യ വന്നിങ്ങനെ ഭർത്താവിനോട് ഇങ്ങനെ പറയണം, അപ്പുറത്തെ വീട്ടിൽ അയാളെ കണ്ടില്ലേ, മഹാമോശക്കാരൻ, അങ്ങനെ. അപ്പോഴൊന്നും ഭർത്താവിനൊരു കുഴപ്പമില്ല, അയാൾ പേപ്പറും വായിച്ചിരിക്കുക. അങ്ങനെ ഒരു മോശക്കാരനെ ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല, മഹാദുഷ്ടൻ, മഹാമോശക്കാരൻ എന്നൊക്കെ പറഞ്ഞ് അവസാനം പറഞ്ഞു അതുപോലെ തന്നെയാണ് നിങ്ങളും. അത് വയ്യ കൊണ്ടു. അപ്പോൾ ഉള്ളിൽ ഈ പാമ്പുണ്ട്, മിണ്ടാണ്ടിരിക്കുന്നത് കണ്ടില്ല വിചാരിക്കണ്ട. അത് മേൽ തൊടുമ്പം അത് ചീറ്റും. ഇങ്ങനെ ഉള്ളിലെന്തുണ്ട്? അഹന്ത ഉള്ളിലിരിക്കുന്നുണ്ട്. അതെല്ലാവരിലും ഉണ്ട്. അതിനെ ദഹിപ്പിച്ച് കളയണം നമ്മളായിട്ടില്ല, ആവണം. അതിനാണ് ഭാഗവതമൊക്കെ കേൾക്കുന്നത്. പക്ഷെ പശ്യകന് അല്ലെ കശ്യപന് അതില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒന്നും ബാധിക്കില്ല, ലവലേശം ഒന്നും ബാധിക്കില്ല. ഇടപെടുന്നുണ്ടെങ്കിൽ അർത്ഥം ബാധിക്കുന്നുണ്ടെന്നാണ്. നമ്മളെ ബാധിക്കുമ്പോഴേ ഇടപെടുള്ളൂ. ഇടപെട്ട് നേരെയാക്കണം എന്നുള്ള വിചാരം ഉണ്ടാവും. നമ്മളൊക്കെ എവിടെയെങ്കിലും എന്തെങ്കിലും കേട്ടാൽ നമുക്ക് പരിചയമുള്ള വിഷയമാണെന്ന് വെച്ചാൽ വേഗം അവിടെ പോയിട്ട് എന്ത് ചെയ്യും? അഭിപ്രായം പറയും. എത്ര നേരം പറയും? തന്നെ ആരും അങ്ങോട്ട് വിളിച്ച് ചോദിക്കണവരെ അത് കേട്ടാൽ പിന്നെ ശരിയാണല്ലോ, നമ്മളോട് ചോദിച്ചില്ലെങ്കിൽ പോയി പറയേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് കഴിയുന്നതും ഇടപെടാണ്ടിരിക്കുകയാണ് വേണ്ടത്. അതാണ് കശ്യപൻ്റെ പ്രത്യേകത. തന്നോട് വിഷമത്തിന് പരിഹാരം അദ്ദേഹം പറഞ്ഞു കൊടുത്തു. ഭഗവാനെ ഭജിക്കുന്നു. അങ്ങനെ 12 ദിവസം ഭഗവാനെ ഭജിച്ചു, പയോവ്രതം അനുഷ്ഠിച്ചു. അതിൻ്റെ ഫലമായിട്ട് വിഷ്ണു ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. എന്ത് വരാ വേണ്ടു ചോദിച്ചു. മക്കൾ നേരെയാവണമെന്ന് പറഞ്ഞു. എന്നാ കശ്യപനെ ഉപാസിച്ചോളൂ, അമ്മയുടെ മകനായിട്ട് ഞാൻ അവതരിക്കാം എന്ന് പറഞ്ഞ് ശ്രവണായാം ശ്രവണദ്വാദശ്യാം ചിങ്ങമാസത്തെ തിരുവോണ നക്ഷത്രത്തിൽ ഭഗവാൻ വാമനനായിട്ട് അവതരിച്ചു, കശ്യപൻ്റെയും അതിഥിയുടെയും മകനായിട്ട്.
അതാണ് വാമന ജയന്തി. നമ്മളിവിടെ തിരുവോണം ആഘോഷിക്കുമ്പം ഉത്തരാഞ്ചലിൽ വാമന ജയന്തി ആഘോഷിക്കും. ഇതേ ദിവസം. ഇതാണ് അതേ ദിവസം. നമ്മളെന്താ വിചാരിക്കണം, നമ്മൾ മാവേലി കാണാൻ വരുന്ന ദിവസമായിട്ടാണ്. എന്നാൽ അവിടെ വാമന ജയന്തി, ശ്രീകൃഷ്ണ ജയന്തി പോലെ അഷ്ടമി രോഹിണി ശ്രീകൃഷ്ണ ജയന്തി അല്ലേ, ഇതുപോലെ വാമന ജയന്തിയാണ് എന്ത് ആ തിരുവോണം. വാമന എന്ന് പറഞ്ഞാൽ വാമയതി ശോഷയതി ഇതി വാമന, ഭക്തന്മാർക്ക് ഉണ്ടാവുന്ന അഹങ്കാരം ഇല്ലാണ്ടിയാക്കാൻ വരുന്നവൻ. ഇപ്പം നമ്മളൊക്കെ ഭക്തന്മാരല്ലേ, അല്ലേ അല്ലേ കുറേശ്ശെ അത്രയും ഉണ്ടാവില്ല. അതപ്പോൾ വലിയ എന്നല്ല പറയുന്നത്, നമ്മൾ കുറച്ചൊക്കെ അങ്ങനെ അങ്ങനെ. അപ്പം നല്ല ഗുണങ്ങളിൽ അഭിമാനിക്കുക, അതൊരു ദോഷ. എന്താണ് നല്ല ഗുണങ്ങളിൽ അഭിമാനിക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ ഭാഗവതമൊക്കെ വായിക്കുന്ന കൂട്ടത്തിലാട്ടോ. എന്താണ് സാധാരണ ഭക്തന്മാരെ പോലെ ഞാൻ ഇപ്പോൾ പുസ്തകമൊക്കെ എടുത്തു തുടങ്ങിയിട്ടുണ്ട്. മറ്റുള്ളവർ അത്രയ്ക്കൊന്നുമില്ല. അതെന്താണ്, അതൊരഭിമാനമല്ലേ. അതിൽ തന്നെ ഞാൻ നല്ലോണം വായിക്കട്ടോ, മറ്റേ അമ്മ വായിക്കണേ കണ്ടില്ലേ, എന്തൊരു തെറ്റ്, അത്ര തെറ്റൊന്നും ഇവിടെ തെറ്റിപ്പം അവർക്കറിയില്ല, മറ്റേ അമ്മയ്ക്ക് അറിയുള്ളൂ. ഇങ്ങനെ തനിക്ക് ഉണ്ടെന്ന് ധരിച്ച് ആ സദ്ഗുണങ്ങളിൽ അഭിമാനിക്കുക, ഇതാണ് മതം. ഭക്തന്മാർക്ക് അങ്ങനെ ഒരു മതം ഉണ്ടാവും. ഞാൻ ഭാഗവതം കേൾക്കുന്ന ആളാണ്, ഭാഗവതത്തിൽ എനിക്ക് നല്ല ശ്രദ്ധ ഉണ്ട്, എൻ്റെ അത്ര ശ്രദ്ധ ബാക്കിയുള്ളവർക്കും ഇല്ല. നമ്മളെക്കാൾ ശ്രദ്ധയുള്ളവരെ കാണാത്തോണ്ടാണ്, അല്ലെങ്കിൽ കണ്ടിട്ട് മനസ്സിലാക്കാത്തോണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചില സദ്ഗുണങ്ങളിൽ അഭിമാനിക്കുക. ഞാൻ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യാറുണ്ട് കേട്ടോ. എൻ്റെ അത്ര സൽക്കർമ്മങ്ങൾ ചെയ്യണവർ ഈ പഞ്ചായത്തിലുണ്ട് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ളൊരു ഭാവം. നല്ല കാര്യം ചെയ്യണതൊക്കെ നല്ല കാര്യം അല്ലാന്ന് അഭിപ്രായമില്ല, പക്ഷെ അതിലെന്ത് ചെയ്യുന്നു, അതിൽ അഭിമാനിക്കുന്നു. ആരെങ്കിലുമൊക്കെ ഒരു പൊന്നാട് അണിയിച്ച നന്നൊരു അഭിപ്രായമുണ്ട്. അങ്ങനെയൊക്കെയുള്ളൊരു ഭാവം ആർക്കുണ്ട്, ബലിക്കുണ്ട്. അതാണ് കുഴപ്പം. ആ അഹങ്കാരം ഇല്ലാണ്ടിയാക്കാൻ വരുന്നവനാണ് ആര്, വാമനൻ. വാമയതി ശോഷയതി ഇതി വാമന, ഭക്തന്മാർക്കുണ്ടാവുന്ന മതം ഇല്ലാണ്ടിയാക്കാൻ വരുന്നവൻ. കാരണം അതും കൂടി ഇല്ലാണ്ടിയായാലേ ഈശ്വരനെ കിട്ടുള്ളൂ. സൽഗുണങ്ങളിൽ അഭിമാനിച്ചാൽ വയ്യ. ഞാൻ ജാതിയിൽ പിറന്ന ആളാണ്, എനിക്ക് നല്ല ഉപാസന ഉണ്ട്, ഞാൻ നല്ല ചിട്ടയോടുകൂടി ജീവിക്കുന്ന ആളാണ്, ഇങ്ങനെയൊക്കെ അതിലൊക്കെ അഭിമാനിച്ചാലും ബുദ്ധിമുട്ടാണ്. അതാണ് ബലിയുടെ പ്രശ്നം. അതില്ലാണ്ടിയാക്കാൻ വന്നതുകൊണ്ട് വാമനൻ എന്ന് പേര്. അത് മാത്രമല്ല, കുറച്ച് വലുപ്പം കുറഞ്ഞാലും വാമൻ എന്ന് വിളിക്കും. 7 വയസ്സ് പ്രായമുണ്ട്, പക്ഷേ 3 വയസ്സേ കണ്ടാൽ തോന്നുള്ളൂ എന്നുള്ളത് കൊണ്ടും വാമനൻ. നമ്മളിപ്പോൾ അത് മാത്രമേ ധരിച്ചുള്ളൂ, മറ്റാർത്ഥം നമുക്ക് മനസ്സിലായിട്ടില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. തൻ വടും വാമനം ദൃഷ്ടുവാ മോദമാന മഹർഷയ, ആ വാമനമൂർത്തിയെ കണ്ട് വിഷ്ണു ഭഗവാനാണെന്ന് മനസ്സിലാക്കി ഋഷിമാരൊക്കെ പൂജിച്ചു. ഇപ്പോൾ 7 വയസ്സ് പ്രായമല്ലേ, ഇനിയിപ്പോൾ വേണ്ടത് ഉപനയനമാണ്. അങ്ങനെ ഉപനയനം കഴിപ്പിച്ചു, ഭിക്ഷാപാത്രം കൊടുത്തു. കുബേരൻ ഭിക്ഷ വാങ്ങേണ്ടത് ആരോടാ, നേരെ അമ്മയുടെ നേരെയാണ് കൈ നീട്ടേണ്ടത്. ആരാ അമ്മ ചോദിച്ച ജഗദംബിക, വിശ്വമാതാ ജഗദ്ധാത്രി. ഭിക്ഷ കൊടുക്കേണ്ടത് അമ്മയല്ലേ, എല്ലാവരുടെയും അമ്മയാണ് ആര്, അന്നപൂർണേശ്വരി. ഇനി അതല്ലെങ്കിൽ ഉപനയനം കഴിഞ്ഞാൽ ഭിക്ഷ അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ സഹോദരിയെ കൊടുക്കുക. പരമേശ്വരൻ നോക്കിയെന്നാണ് പരമേശ്വരിയെ, നീ എന്താ കൊടുക്കാത്തു, അമ്മയല്ലേ കൊടുക്കേണ്ടത്. ഇനി അതല്ല അമ്മയ്ക്ക് പറ്റിയില്ലെങ്കിൽ സഹോദരിയാണെങ്കിൽ അങ്ങനെ നോക്കിയാൽ നീ എന്നെ കൊടുക്കേണ്ടത്. പത്മനാഭ സഹോദരി, പത്മനാഭൻ്റെ സഹോദരിയല്ലേ. അങ്ങനെ സാക്ഷാത് അംബിക ഉമ തന്നെ, അന്നപൂർണേശ്വരി തന്നെ ഭിക്ഷ കൊടുത്തു. അത് വാങ്ങി ഓലക്കൊടിയൊക്കെ ചൂടി. ഇനിയിപ്പം വേണ്ടത് എന്താ വെച്ചാൽ, ഇനിയിപ്പം സമാവർത്തനം കഴിയുന്നത് വരെ രാവിലെയും വൈകുന്നേരവും ഹോമം ഉണ്ട്. അങ്ങനെയൊരു ചടങ്ങുണ്ട്, അത് മുടക്കാൻ പാടില്ല. പ്രഭാതത്തിലും സന്ധ്യയ്ക്കും. അതിന് ഹോമകുണ്ടം കൂട്ടണമെങ്കിൽ കുറച്ച് സ്ഥലം വേണ്ടേ, ചുരുങ്ങിയതൊരു 3 അടിയെങ്കിലും വേണം ചെറിയൊരു ഹോമകുണ്ടം കൂട്ടണമെങ്കിൽ. സ്വന്തമായിട്ടൊന്നും ബ്രഹ്മചാരിക്കില്ല, സമ്പാദിക്കാനുള്ള വകുപ്പ് ബ്രഹ്മചാരിക്കും സന്യാസിക്കും ഇല്ല. എടുത്തു വയ്ക്കാൻ പാടില്ല. ഗൃഹസ്ഥന് പിന്നെ എടുത്തു വയ്ക്കാം, അവിടെ നന്നായി, നമ്മളങ്ങനെ വലിയ കുഴപ്പമില്ലാണ്ടിരിക്കുന്നുണ്ട്. സന്യാസിക്ക് എടുത്തു വയ്ക്കാനുള്ള വകുപ്പില്ല. നമ്മൾ എടുത്തു വയ്ക്കുന്നത് ആർക്കാ, സന്യാസിക്കും ബ്രഹ്മചാരിക്കും കൊടുക്കാനാ. ഇതാണ് ധൂർത്തിനല്ല. നമ്മൾ കാശുണ്ടാക്കണതും സമ്പാദിക്കണതും ഇങ്ങനെയുള്ള ചില സജ്ജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, അവരുണ്ടാക്കില്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം, അവർ വീട്ടിലേക്ക് വരുമ്പോൾ അവരെ ശുശ്രൂഷിക്കണം, അവർക്ക് വേണ്ടത് കൊടുക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഗൃഹസ്ഥന്മാർ സമ്പാദിക്കുന്നത്. അതുകൊണ്ട് 3 അടി മണ്ണ് ആവശ്യമുണ്ട്. ആരോടാ ചോദിക്കുക, അവിടെയുള്ള സജ്ജനങ്ങൾ പറഞ്ഞു, ഇവിടെ അടുത്ത് മഹാത്മാവുണ്ട്, നല്ല കേമനാണ്, പേര് ബലി, സാത്വികനാണ്, നല്ലോണം സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളാണ്, ഒട്ടതിന് മടിയില്ല. സത്യമാണ്, ആ പറഞ്ഞതൊക്കെ സത്യ. എന്നാൽ പിന്നെ അങ്ങോട്ട് പോവാം, അതിനാണ് വന്നത് തന്നെ. അയാളൊന്ന് കാണണം എന്ന് കരുതിയിട്ടാണ് വന്നത്. ഓലക്കുട ചൂടി അങ്ങനെ വാമനമൂർത്തി ബലിയെ കാണാനായിട്ട് പുറപ്പെട്ടു. തം നർമ്മദായാസ്തട ഉത്തരേ ബലേഹേ, എവിടെയാണ് ബലിയുള്ളത്, നർമ്മദയുടെ തീരത്ത്. ഭൃഗുകച്ഛ സജ്ഞകേ, ഭൃഗുകച്ഛം എന്ന പേരായിട്ടുള്ള സ്ഥലത്ത്. അതൊന്ന് മനസ്സിലാക്കാൻ കേരളമായിട്ടൊരു ബന്ധം ഈ കഥയ്ക്ക് ഇല്ല. കേരളമായിട്ട് ബന്ധമുണ്ടെന്ന് പറയണമെങ്കിൽ ചാലിയാറിൻ്റെ തീരത്താണ് പറഞ്ഞാൽ മനസ്സിലാക്കാം, അല്ലെങ്കിൽ ഭാരതപ്പുഴയുടെ തീരത്താണ് പറഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാം. ഇതിപ്പം നർമ്മദ കേരളത്തിൽ ഒഴുകണില്ല എന്നുള്ളതുകൊണ്ട് കേരളമായിട്ട് ബന്ധം ഭരിക്കില്ല. ഉണ്ടോ ചോദിച്ചാൽ ലോകം മുഴുവൻ ഭരിക്കുന്ന ആൾ
ആ കൂട്ടത്തിൽ കേരളം പെട്ടിട്ടുണ്ടാവും എന്ന് കരുതി കേരളത്തിനോട് പ്രത്യേകിച്ചൊരു മമത തോന്നേണ്ട കാര്യം ആർക്കില്ല, ബലിക്കില്ല. പിന്നെ പേര് പറയും ചെയ്തു ഇവിടെ. ബലി ഇപ്പം താമസം എവിടെയാണ്? നർമ്മദയുടെ തീരത്ത് ഭൃഗുകച്ചം എന്ന പേരായിട്ടുള്ള സ്ഥലത്ത് ബഹ്റൂച്ച്, അവിടെയാണ് ഇപ്പം ബലി താമസിക്കുന്നത്. അവിടെ യാഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരി, അങ്ങോട്ട് പുറപ്പെടാം. ഓലക്കുടയായിട്ട് വാമനമൂർത്തി ബലിയുടെ ആ യാഗശാലയിലേക്ക് എത്തി. ദൂരത്ത് നിന്ന് ബലി ഭഗവാനെ കണ്ടതും ബലിയുടെ ഹൃദയത്തിനാളെ മനസ്സിലായി. ബലി കണ്ട് എഴുന്നേറ്റു, ഓടിച്ചെന്നു, തൊഴുതു നമസ്കരിച്ചു. ഭഗവാന്റെ പാദം കഴുകി ആ പാദതീർത്ഥം ശിരസിൽ തളിച്ചു. ഇവിടെ ശ്രീശുവര് പറയുക ഭാഗ്യവാൻ. ആ വാമനമൂർത്തിയുടെ പാദതീർത്ഥം ശിവന് കിട്ടുന്നതിൻ്റെ മുമ്പ് ആർക്ക് കിട്ടി? ആർക്ക് കിട്ടി? അത് ഈ അസുര ചക്രവർത്തി ബലിക്ക് കിട്ടിയില്ല. ഇനിയിപ്പോൾ ഈ വാമനമൂർത്തി ത്രിവിക്രമനായിട്ട് കാല് പൊന്തിക്കുന്ന സമയത്ത് സത്യലോകത്തെത്തി ബ്രഹ്മദേവൻ തൻ്റെ കമ്മണ്ട ജലം കൊണ്ട് അഭിഷേകം ചെയ്ത ജലമാണ് ആകാശഗംഗ. അത് ആകാശത്തിൽ അങ്ങനെ സഞ്ചരിക്കും, ഭഗവാന്റെ പാദതീർത്ഥ. പിന്നീട് ഭഗീരഥൻ തൻ്റെ പൂർവികന്മാർക്ക് മുക്തി കിട്ടണമെന്ന് കരുതി കൊണ്ടുവരും ഭൂമിയിലേക്ക്. അപ്പോൾ താങ്ങാനായിട്ട് പരമശിവൻ നിന്നു. അങ്ങനെ പരമശിവൻ്റെ ശിരസിലേക്ക് ആ ആകാശഗംഗ പതിച്ചു. പരമശിവൻ്റെ ശിരസിലേക്ക് വരുന്നത് കുറേ വൈകിട്ടാണ്. അതിൻ്റെ മുമ്പ് ആർക്ക് കിട്ടി? 1-ാം ക്ലാസ് തീർത്ഥം ആർക്ക് കിട്ടി? അത് ഈ ചക്രവർത്തിക്ക് ബലിക്ക് അസുരന്. അത് കഴിഞ്ഞിട്ടേ 2-ാം ക്ലാസ് ആർക്ക് കിട്ടിയിട്ടുള്ളൂ? ആ പരമശിവന് കിട്ടിയിട്ടുള്ളൂ. ഭാഗ്യവാനല്ല ഈ ബലി എന്ന്. ആ വാമനമൂർത്തിയെ ചെറിയ ഉണ്ണിയൽ 7 വയസ്സ് പ്രായമുള്ളൂ. വലിയൊരു സിംഹാസനമാണ്. ബലി തന്നെ എടുത്ത് വച്ചിട്ടുണ്ടാവും എവിടെ? ആ സിംഹാസനത്തിൽ. ആ പാദമൊക്കെ കഴുകി തൊഴുത് മുന്നിൽ മുട്ടുകുത്തി തൊഴുതു ഇരുന്നും കൊണ്ട് ബലി ചോദിക്കുകയാണ്. അതൊക്കെ ബലിയുടെ മര്യാദ കാണിക്കുകയാണ്. ഇത്രയും വലിയ രാജാവ് ആ ബ്രഹ്മചാരിയോടുള്ള ബഹുമാനം. സ്വാഗതം തേ നമസ്തുഭ്യം ബ്രഹ്മൻ കിം കരവാമതേ. അല്ലയോ ബ്രഹ്മൻ, സ്വാഗതം. എൻ്റെ ഗൃഹത്തിലേക്ക് അങ്ങ് വന്നതിലേക്ക് വലിയ സന്തോഷമായി. എന്താണ് ഞാൻ അങ്ങേക്ക് വേണ്ടി ചെയ്തു തരേണ്ടത്? എനിക്ക് അങ്ങേ കാണുന്ന സമയത്തെ എന്താ തോന്നണമെന്നറിയോ? ബ്രഹ്മർഷീണാം തപസ്സാക്ഷാത് മന്യേ ത്വാര്യവബുർധരം. ഈ ലോകത്തുള്ള ബ്രഹ്മർഷികളുടെ തേജസ് മുഴുവൻ അങ്ങോട്ട് ഉരുണ്ടുകൂടി രൂപം ധരിച്ചു വരികയാണോ? എന്തൊരു ചൈതന്യം അങ്ങേക്ക്. അദ്യന പിതരസ്തൃപ്ത. ഇപ്പം എൻ്റെ പിതൃക്കൾ സന്തോഷിക്കുന്നുണ്ടാവും. അദ്യനപ്പാവിതം കുലം. ഇന്ന് എൻ്റെ കുലം ശുദ്ധമായി. അദ്യസ്വിഷ്ടക്രതുരയം. ഞാൻ ചെയ്ത യാഗം ഇപ്പം പൂർണ്ണമായി. എന്താ കാരണം അങ്ങനെയൊക്കെ പറയാൻ? യത് ഭവാനാഗതോ ഗൃഹാത്. അങ്ങൻ്റെ ഗൃഹത്തിലേക്ക് എഴുന്നള്ളിയില്ലേ? എനിക്ക് തോന്നുകയാണ് ഇനി ഞാൻ ഒന്നും നേടേണ്ടതായിട്ടില്ല. സത്യമല്ലേ? ഭഗവാനെ കിട്ടിയാൽ എന്താണ് കിട്ടാനുള്ളത്? ഇത്രയും പറഞ്ഞു. അപ്പോൾ ബലി പറഞ്ഞത് ഇവിടെ നിർത്തിയാൽ മതിയായിരുന്നു. എന്നാൽ ഒരു കുഴപ്പം ഭരിക്കില്ല, നമ്മൾ മനസ്സിലാക്കും. പക്ഷേ ഉള്ളിലുള്ള അഹന്ത പുറത്തു വരാണ്ടിരിക്കില്ലല്ലോ. എത്ര നേരം നമുക്ക് നടിക്കാൻ പറ്റും? എത്ര നേരം നമുക്ക് വേഷം കെട്ടിരിക്കാം? കുറച്ച് കഴിഞ്ഞ് അഴിച്ചു വയ്ക്കണ്ടേ? കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഉള്ളിലുള്ള ശരിക്കുള്ള സ്വഭാവം അങ്ങോട്ട് പുറത്തേക്ക് വരികയാണ്. കുറച്ചൊരു ഈ പറഞ്ഞതൊക്കെ അയാളുടെ സ്വഭാവം തന്നെയാണ്. ഇത് മുത്തശ്ശൻ്റെ സ്വഭാവമാണ്, പ്രഹ്ലാദൻ്റെ സ്വഭാവമാണ് കിട്ടിയത്. മുത്തശ്ശൻ്റെ സ്വഭാവം മാത്രമല്ല കുട്ടിക്ക് കിട്ടിയത്. ചിലപ്പോൾ മുത്തശ്ശൻ്റെ അച്ഛൻ്റെ സ്വഭാവം ലേശമൊക്കെ കിട്ടിയെന്ന് വരും. പ്രഹ്ലാദൻ്റെ അച്ഛൻ ഹിരണ്യകശിപു, അയാളുടെ സ്വഭാവം ലേശാർക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഈ ബലിക്ക് കിട്ടിയിട്ടുണ്ട്. അതാണ് അടുത്ത വരി. എന്ത് വേണം ചോദിച്ചാൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ എണ്ണി എണ്ണി ചോദിച്ചു. ആന വേണോ, കുതിര വേണോ, സ്വർണം വേണോ? ഗാം കാഞ്ചനം ഗുണവദ്ധാമൃഷ്ടം. അല്ലയോ വടവോ ബ്രഹ്മചാരി, എന്താ അങ്ങക്ക് വേണ്ടത്? പശുക്കളെ വേണോ? കാഞ്ചനം സ്വർണം വേണോ? അതല്ല. ഗ്രാമങ്ങൾ വേണോ? അതല്ല. രഥങ്ങൾ വേണോ? ഗ്രാമാൻ സമൃദ്ധാൻ തുരകാൻ. കുതിരകൾ വേണോ? രഥങ്ങൾ വേണോ? അർഹത്തമാ സമ്പ്രതീച്ഛ. ഒട്ടും പഠിക്കണ്ട, എന്താ വെച്ചാൽ ചോദിച്ചോളൂ എന്ന് പറയുമ്പോഴും ബ്രഹ്മചാരിയല്ല നോക്കണത്. ആന വേണോ, രഥങ്ങൾ വേണോ എന്ന് പറഞ്ഞ് ചുറ്റും നോക്കുകയാണ്. എത്ര പേര് ഇത് കേൾക്കുന്നുണ്ട് നോക്കുകയാണ്. തനിക്ക് ഈ ഹേമത്തൊക്കെ ഉള്ളത് ജനങ്ങൾ അറിയട്ടെ, എല്ലാവരും ഒന്ന് മനസ്സിലാക്കട്ടെ എന്നൊരു വിചാരം ആർക്കുണ്ട്? ഈ ബലിക്കുണ്ട്. ഭഗവാൻ നല്ലോണം നോക്കി കേശാധിപാദം ബലിയെ. തൻ്റെ പ്രഹ്ലാദൻ്റെ പേരക്കുട്ടിക്ക് ഇത്ര അഹങ്കാരം പാടുമോ? എന്താണ് അത്? പാടില്ല. അതില്ലാണ്ടി ആക്കണ്ടേ? ഇതൊക്കെ വേണോ ചോദിക്കണത്? ഇപ്പം ഇതൊക്കെ ഇയാളുടെയാണ് വിചാരിച്ചിട്ടാണ്. ഇവിടെ കാണുന്ന ഈ സ്വത്തൊക്കെ ആരുടെയാ? ഗ്രാമങ്ങൾ ആരുടെയാ? കുതിരകൾ ആരുടെയാ? ഇതൊക്കെ ഈ ചോദിക്കുന്ന വന്ന ആളുടെയാണ്, കൈ നീട്ടിയ ആളുടെയാണ്. പക്ഷേ ബലി തെറ്റിദ്ധരിച്ചു. ഒക്കെ തൻ്റെയാന്ന് കരുതിയിട്ട് വേണോ വേണോ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുക അറിഞ്ഞിട്ടല്ലല്ലോ. അറിഞ്ഞിട്ടല്ലെങ്കിലും അറിയാണ്ടല്ലെങ്കിലും ഒരിക്കലും ഇങ്ങനെ പറയരുത്. എന്താണ് ഉള്ളിൽ തോന്നുന്നുണ്ടെങ്കിൽ പോലും പുറമേക്ക് എന്ത് ചെയ്യരുത്? അത് പറയാൻ പാടില്ല. എന്താ അങ്ങക്ക് വേണ്ടത് ചോദിച്ചു. ഇതൊന്നും ഈ ബലിക്ക് ബ്രാഹ്മണന് വേണ്ട എന്നുള്ളത് ബലിക്കറിയാം. കാരണം ബ്രഹ്മചാരിക്ക് ഒന്നും ആവശ്യമില്ല. പിന്നെ എന്തിനൊക്കെ ചോദിച്ചത്? നാട്ടുകാർ കേൾക്കട്ടെ. എന്ത് ഇതൊക്കെ തനിക്കുണ്ടെന്നുള്ളത് അവരറിയട്ടെ എന്ന് കരുതിയിട്ടാണ്. ആ അഹങ്കാരം ഇല്ലാണ്ടാക്കണമെന്ന് കണക്കാക്കിയിട്ട് ഭഗവാൻ പറഞ്ഞു, അലയോ ബലേ വചസ്തവ ഇതജ്ജനദേവ സൂനൃതം കുലോചിതം ധർമ്മയുതം യശസ്കരം യസ്യ പ്രമാണം ഭൃഗവസ്സാംബരായേ പിതാമഹ കുലവൃദ്ധ പ്രശാന്ത. അലയോ ബലേ, അങ്ങയുടെ വർത്തമാനം ഭേഷ് അസ്സലായി.
അങ്ങനെയൊക്കെ പറഞ്ഞില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. കാരണം അങ്ങയുടെ അച്ഛൻ വിരോചന ദാനശീലനാണ്. വിരോചനൻ്റെ അച്ഛൻ പ്രഹ്ലാദൻ. ആവൂ, യോഗ്യനല്ലേ? ആ പ്രഹ്ലാദൻ്റെ പേരക്കുട്ടി ഇങ്ങനെ ചോദിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അതൊക്കെ നന്നായി, അങ്ങക്ക് എന്തും തരാനുള്ള ശേഷി ഉണ്ടെന്നുള്ളത് എനിക്കറിയാം. ഇനി ഞാൻ എൻ്റെ കാര്യം പറയട്ടെ. എനിക്കതിന് അധികം ആഗ്രഹമൊന്നുമില്ല. എനിക്ക് വേണ്ടത് എന്താ ചോദിച്ചാൽ പദാനി ത്രീണി ദൈത്യേന്ദ്ര, 3 അടി മണ്ണ്. അത് ഞാൻ എൻ്റെ പാദം കൊണ്ട് അളക്കും. ബലി വിചാരിച്ചു അങ്ങയുടെ വലിയ കാലം കൊണ്ട് വേണ്ട, എൻ്റെ കുഞ്ഞിക്കാലം കൊണ്ട് മതി എന്നാണെന്ന് പറയണത്. അതല്ല, ഇനി കുറച്ച് കഴിഞ്ഞാൽ വലുതാവും, ത്രിവിക്രമനാവും. 3 അടി മണ്ണ് മതി എന്ന് പറഞ്ഞാൽ ചിലപ്പം ഒരു പക്ഷേ ബലി പറയും, താൻ നേരത്തെ പറഞ്ഞത് 3 അടി മണ്ണ് എന്നേ പറഞ്ഞിട്ടുള്ളൂ, ആരുടെ കാലം കൊണ്ട് അളക്കണം എന്ന് പറഞ്ഞിട്ടില്ല, ഞാൻ അളന്നങ്ങോട്ട് തരാം എന്ന് പറഞ്ഞാൽ അത് വാങ്ങേണ്ടി വരും. അതുകൊണ്ട് ഭഗവാൻ പ്രത്യേകം പറഞ്ഞു, ഞാൻ എൻ്റെ കാലം കൊണ്ട് അളക്കും 3 അടി മണ്ണ്. പദാനി ത്രീണി ദൈത്യേന്ദ്ര സംവിധാനി പദാമമ, ഞാൻ അളക്കും. ബലിക്ക് തന്നെ അവഹേളിക്കുന്ന പോലെ തോന്നി. 7 വയസ്സ് കുട്ടി തൻ്റെ മുന്നിൽ വന്നിട്ട് എന്തും തരാൻ ശേഷിയുള്ള ബലിയോട് ചോദിക്കണമെന്ത്? ആനകളെ തരാം, കുതിരകളെ തരാം എന്ന് പറഞ്ഞാൽ ആരോട് ചോദിക്കുകയാണ്? ഗ്രാമങ്ങൾ തരാമെന്ന് പറഞ്ഞാൽ ആരോട് ചോദിക്കുകയാണെന്ത്? 3 അടി മണ്ണ് എന്ന് പറഞ്ഞാൽ എന്തും തരാൻ ശേഷിയുള്ള രാജാവിനെ പോയി കണ്ടിട്ട് പതിര് ചോദിച്ചാൽ എങ്ങനെ ഉണ്ടാവും? എന്തും തരാൻ ശേഷിയുണ്ട്, അയാളോട് പോയിട്ട് ഉച്ചയ്ക്ക് കൂട്ടാൻ വയ്ക്കാം, ഒരു കഷ്ണം കുമ്പളങ്ങ. അയ്യയ്യേ, അത് ഇവിടെ വന്ന് ചോദിക്കണം? തന്നെ അപമാനിക്കുന്നതിന് തുല്യല്ലേ അത്? തൻ്റെ മുന്നിൽ വന്ന് ഇത്രയും ജനങ്ങളുടെ ഇടയിൽ നിന്ന് 3 അടി മണ്ണെന്ന് പറഞ്ഞപ്പോൾ തന്നെ അപമാനിക്കുകയാണോ, അവഹേളിക്കുകയാണോ? അല്ലല്ല, 7 വയസ്സ് പ്രായമല്ലേ ഉള്ളൂ. വിവരമില്ലാത്തതുകൊണ്ടാവും, താൻ ആരാമെന്ന് അറിയാത്തത് കൊണ്ടാവും. പിന്നെ ആഗ്രഹങ്ങളും കുറവാവില്ലേ കുട്ടിക്കാലത്ത്? ഇപ്പോൾ നമുക്കെന്താ ആഗ്രഹം? കുട്ടിക്കാലത്ത് ഇപ്പോൾ വല്ലതും തരാമെന്ന് പറഞ്ഞാൽ 2 ഏക്കർ സ്ഥലം തരാൻ പറഞ്ഞാൽ 4 വയസ്സ് കുട്ടി വാങ്ങുമോ? അത് ചോദിക്കും, ചോക്ലേറ്റ് തരുമോ ചോദിക്കും. അത്രയേ ഉള്ളൂ, അന്നത്രേ ഉണ്ടാവുള്ളൂ. പ്രായമാകുമ്പോഴാണ് മനസ്സിലാവുക, അയ്യോ അയാൾ 4 ഏക്കർ ചോദിച്ചപ്പോൾ പകരം ചോക്ലേറ്റ് മതി പറഞ്ഞ പൊട്ടനാണ് ഞാൻ എന്ന് പിന്നെയാണ് അറിയുക, അല്ലേ? ഈ 7 വയസ്സ് കുട്ടിക്ക് എന്ത്? ആദ്യം ആ കുട്ടി അങ്ങോട്ട് പരിഹസിച്ചു, അഹോ ബ്രാഹ്മണദായാദാ, എടാ ബ്രാഹ്മണ കുട്ടി, വാചസ്തേ വൃദ്ധസമ്മത, നിൻ്റെ വർത്തമാനമൊക്കെ കേട്ടാൽ വലിയ പ്രായമുള്ള പോലെ തോന്നും. പക്ഷേ വർത്തമാനത്തിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു പക്വത. നിൻ്റെ ഇപ്പം നീ പറഞ്ഞതിൽ എനിക്ക് മനസ്സിലായി, നിനക്കെന്തില്ല, നിനക്ക് പ്രായം കുറവാണ്, ഉയരും കുറവാണ്, വിവരം കുറവാണ്. ത്വം ബാലഹ ബാലിശമതിഹി, ഇത് കുട്ടിയാണ്, നിൻ്റെ ബുദ്ധിയും അങ്ങനെ തന്നെയാണ്, കുട്ടിത്വം നിനക്ക് മാറിയിട്ടില്ല. എന്നെപ്പോലെ ഇത്രയും കേമനായിട്ട് ഒരാളോർത്ത് വന്നു കഴിഞ്ഞാൽ അവനവൻ്റെ കാര്യം നല്ലോണം നോക്കുകയല്ലേ വേണ്ടത്? ഇത്രയും കഴിവുള്ള എന്നെ കണ്ടാൽ ധാരാളം ചോദിച്ചൂടെ? നീ 3 അടി മണ്ണ് ചോദിക്കുക പറഞ്ഞാൽ കഷ്ടം തന്നെ. ഞാൻ ആരാ നിനക്കറിയോ? ലോകാനാമേകമീശ്വരം, ഞാനാണ് ഈ ലോകത്തിൻ്റെ ഉടമസ്ഥൻ. ആരോടാ പറയണത്? ഉടമസ്ഥനോട് പറയുക. എങ്ങനെ ഉണ്ടാവും നമ്മളോട്? നമ്മളെ വീട്ടിൽ ഒരു ദിവസം പോയപ്പോൾ ഒരാൾ കയറിയിരിക്കുന്നുണ്ട്, താൻ ആരാന്ന് നമ്മളോട് ചോദിച്ചാൽ എങ്ങനെ ഉണ്ടാവും? നല്ല കഥ തന്നെ, എൻ്റെ വീട്ടിൽ കയറിയിട്ട് എന്നോട് ഇതല്ലേ ഇപ്പോൾ ചെയ്യണത്? ലോകാനാമേകമീശ്വരം, ഞാനാണ് ലോകത്തിൻ്റെ ഈശ്വരൻ എന്ന് പറയുമ്പോൾ ഭഗവാൻ അങ്ങനെ നോക്കി, അപ്പം ഞാനാരടോ? താനാണിപ്പം ഇതിൻ്റെ ഉടമസ്ഥനെങ്കിൽ. പദത്രയം വ്രണീതേയോ അബുദ്ധിമാൻ, എന്നോട് 3 അടി മണ്ണ് ചോദിക്കണം, നീ ബുദ്ധിയില്ലാത്തവനാണ്. അതുകൊണ്ട് ചുരുങ്ങിയതൊരു ദ്വീപെങ്കിലും ചോദിക്കണം. നിനക്ക് 3 അടി മണ്ണ് വന്ന് നിനക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, എനിക്കാണ് മോശം. എന്നെപ്പറ്റി ജനങ്ങൾ പറയും പിശുക്കനാണ് ബലി, ഒന്നും കൊടുക്കില്ല. അന്ന് ആ ബ്രാഹ്മണൻ വന്നപ്പോഴേ 3 അടി മണ്ണ് കൊടുത്താളാ. എത്ര ഉണ്ട് അയാൾക്ക്, അല്ലേ? എന്നിട്ട് കൊടുക്കാൻ വയ്യ, ഉണ്ടായിട്ട് കാര്യമില്ല, കൊടുക്കാൻ മനസ്സ് വേണം എന്ന് എന്നെപ്പറ്റി ജനങ്ങൾ പറയുക. അതുകൊണ്ട് ചുരുങ്ങിയതൊരു ദ്വീപെങ്കിലും ഞാൻ തരും, നീ അത് ചോദിക്കണം. ഭഗവാൻ പറഞ്ഞു, അല്ലയോ ബലേ, ഞാൻ മനസ്സിലാക്കിയത് ശരിക്കും പറയേണ്ടത് എന്നതൊക്കെ എൻ്റെ എന്നാണ് പറയേണ്ടത്. അങ്ങനെയൊന്നും ഭഗവാൻ പറയാൻ പോയിട്ടില്ല. അജ്ഞാനികളോട് പുച്ഛൊന്നും ഭഗവാനില്ല, കാരുണ്യം മാത്രമേ ഉള്ളൂ. അത് നീക്കി കൊടുക്കണം, അതിനുവേണ്ടി ചില വാദങ്ങൾ പറയുക, ചില കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അത്രയേ ഉള്ളൂ. കാരണം ഭഗവാൻ ഈ ബലിയുടെ വർത്തമാനം കണ്ട് കേട്ടപ്പോഴേക്കും ഭഗവാൻ അഹങ്കാരം ഉണ്ടായോ, ഈഗോ? അതൊന്നുമില്ല. ഭഗവാൻ എന്ത് പറഞ്ഞു? ബലേ, ഞാൻ മനസ്സിലാക്കിയത് തൃപ്തി എന്ന് പറഞ്ഞാൽ പുറത്തല്ല, അകത്താ. എത്രയോ പേരെ നമ്മൾ കണ്ടിട്ടില്ലേ, വലിയ കേമത്തൊന്നുമില്ല ലോകദൃഷ്ടിയിൽ, പക്ഷേ ഉള്ളിൽ നല്ല ശാന്തി, അധികമൊന്നും സമ്പാദിച്ചിട്ടില്ല, പക്ഷേ ഒരു പരാതിയില്ല, സ്വസ്ഥമായിട്ടിരിക്കുന്നുണ്ട്. വേറെ ചിലർ നമ്മൾ കാണാറുണ്ട്, എത്രയോ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ എന്നിട്ടും പോരാനുള്ള അഭിപ്രായമാണ്. എത്ര രാജാക്കന്മാർ, അവരൊക്കെ എന്തൊക്കെ നേടി, അവരൊക്കെ ഇപ്പോൾ എവിടെ? അവരൊക്കെ ഇപ്പോൾ തൃശ്ശൂർ ഭാഷയെ പറഞ്ഞാൽ പടായി, ഫോട്ടോയിലുണ്ടെന്നല്ലാതെ പേരെന്നെ പലർക്കും അറിയില്ല, ആരാ എന്താ നിശ്ചയില്ല. എത്ര സമ്പാദിച്ചു, അതൊക്കെ കൊണ്ടുപോയോ? അവരെ തറവാടൊക്കെ ഇപ്പോൾ എവിടെ? അതൊക്കെ മ്യൂസിയമായി മാറി കഴിഞ്ഞു, അതൊക്കെ വിട്ടു. എത്ര രാജാക്കന്മാർ എന്തെല്ലാം നേടി, എന്നിട്ട് ഇപ്പോൾ എന്തുണ്ടായി? അവരൊക്കെ തൃപ്തിയോടുകൂടിയാൽ മരിച്ചത് വിചാരിക്കുന്നുണ്ടോ? അവരൊക്കെ എത്രയല്ലേ പറ്റിയുള്ളൂ, കുറച്ചുകൂടി ഉണ്ടാക്കായിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ടാണ് മരിച്ചത്.
തൃപ്തി എന്ന് പറഞ്ഞാൽ പുറത്തല്ല, അകത്താണ്. അതുകൊണ്ട് പുറമെ കുറേ സമ്പാദിക്കുകയല്ല വേണ്ടത്, അകത്ത് മനസ്സിനെ പരിശീലിപ്പിക്കുക. എന്ത് തൃപ്തിപ്പെടുവോ, ഇങ്ങനെയൊക്കെ കഴിഞ്ഞു പോകുന്നുണ്ടല്ലോ, ഭഗവാന്റെ കാരുണ്യം മതി, ഇത്രയേ വേണ്ടൂ, കാര്യങ്ങളൊക്കെ മുടങ്ങാണ്ട കഴിയുന്നുണ്ടല്ലോ, അല്ല ഇന്ന് വരെ അന്നത്തിന് ബുദ്ധിമുട്ടുണ്ടായില്ലല്ലോ, എന്നാലും അങ്ങനെ 10-15 കൊല്ലം കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടായാലോ, അത് കഴിയട്ടെ, വായ തന്ന ആൾ ആഹാരം തന്നോളും, ഇങ്ങനെയൊന്നും പരിഭ്രമിക്കേണ്ട കാര്യമില്ല, നടന്നു പോയിക്കോളും, അതൊക്കെ വേണ്ടത് എന്ത് ചെയ്യണമെന്ന് ഭഗവാൻ അറിയാം എന്നല്ലേ വിചാരിക്കേണ്ടത്. യാദൃച്ഛികമായിട്ട് കിട്ടുന്നത് കൊണ്ട് സന്തോഷിക്കാൻ പഠിച്ചാൽ അയാളാണ് ലോകത്തിലെ ഏറ്റവും വലിയ ധന്യൻ. എന്താണോ കിട്ടണമെന്ന് വെച്ചാൽ നന്നായി, ഏതായാലും അങ്ങനെ കിട്ടി, സന്തോഷം, തനിക്കുള്ള ആഹാരം ഭഗവാൻ കൊണ്ടുതരുന്നു, ഭഗവാനോട് നന്ദി പറഞ്ഞ് കഴിയുക. യാദൃച്ഛികമായിട്ട് കിട്ടുന്നത് കൊണ്ട് സന്തോഷിക്കുമ്പോഴാണ് ബ്രാഹ്മണൻ്റെ തേജസ് വർദ്ധിക്കുക. ഞാനൊക്കെ പഠിച്ചത് അങ്ങനെയാണ്, കിട്ടുന്നത് കൊണ്ട് സന്തോഷിക്കുക, അധികമൊന്നും എനിക്ക് ആവശ്യമില്ല, 3 മണ്ണെണ്ണെ ധാരാളം, അത് കുറച്ച് കാലമേ വേണ്ടൂ, അത് കഴിഞ്ഞാൽ ഞാൻ അങ്ങേക്കന്നെ തിരിച്ചും തരാം, അല്ലാതെ അധികമൊന്നും ആവശ്യമില്ല. പദാനി ത്രീണി ദൈത്യേന്ദ്ര, 3 മണ്ണ് എനിക്ക് ആവശ്യമുള്ളൂ. അത്ഭുതം തോന്നും ഇങ്ങനെയുള്ള വാക്ക് കേട്ടാൽ. എവിടെയും കാണാത്ത ദാനമാണ് ഇവിടെ നടക്കുന്നത്. ദാനം അധികവും കൊടുക്കുന്ന ആൾക്ക് കുറച്ച് കൊടുക്കണം എന്നുള്ള വിചാരം ഉണ്ടാവുക, വാങ്ങുന്ന ആൾക്ക് ഇത്ര പോരെ എന്നെയും വേണമെന്ന് ഉണ്ടാവുക. ഇവിടെ തിരിച്ചാണ്, കൊടുക്കണ ബലിക്ക് ഇത്ര പോരെ എന്നെയും കൊടുക്കണം എന്നുള്ള ഭാവം. വാങ്ങുന്ന വാമനമൂർത്തിക്കോ അത്ര വേണ്ട, കുറച്ച് കുറയ്ക്കും, ഇത്ര വേണ്ട, എനിക്ക് 3 അടി മതി. എവിടെ കാണും ഇങ്ങനെ? അതുകൊണ്ട് തസ്മാത് 3 പദാന്യേവ, അങ്ങ് എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് 3 അടി മണ്ണേ ആവശ്യമുള്ളൂ, പറ്റുമെങ്കിൽ അങ്ങ് അത് തരൂ എന്നായി. എന്നാൽ പിന്നെ കൊടുക്കാം അല്ലേ, തീരുമാനിച്ച് കൊടുക്കാനായിട്ട് പുറപ്പെടുകയാണ് ആര്? ബലിചക്രവർത്തി. ശുക്രാചാര്യർ ഇടപെട്ടു. അല്ല ബലേ, ഇതാരാ വന്നാൽ മനസ്സിലായോ? അറിഞ്ഞിട്ട് തന്നെയാണോ? ബലി അറിഞ്ഞിട്ടല്ല, പക്ഷേ ഇപ്പം ശുക്രാചാര്യർ പറഞ്ഞു കൊടുത്തു. അതാരാ നിശ്ചയുണ്ടോ? സാക്ഷാത് ഭഗവാൻ വിഷ്ണു അവ്യയൻ, വ്യയമില്ലാത്തവൻ, ഒരിക്കലും ചോർന്നു പോവാത്തവൻ, ഒരിക്കലും ഇല്ലാതെ ആവാത്തവൻ, എന്നും നിലനിൽക്കുന്നവൻ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? സാക്ഷാൽ വിഷ്ണു ഭഗവാനാണ്. നിൻ്റെ കയ്യിൽ നാളെ ഇല്ലാണ്ടാവുന്ന വസ്തുക്കളൊക്കെ കൊടുത്തോളൂ, അത് കൊടുത്തിട്ട് ഒരിക്കലും ഇല്ലാതെ ആവാത്ത ഈ ഭഗവാനെ പിടിച്ചോളൂ എന്നാണ് ഇപ്പോൾ ആര് പറയണത്. അല്ലെങ്കിൽ ഇപ്പോൾ അങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ? സാക്ഷാൽ വിഷ്ണു ഭഗവാനാണ്, നീ മനസ്സിലായിക്കോളൂ, നിൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളതൊക്കെ തുച്ഛമായതാണ്, ഇതൊക്കെ അയാൾ തന്നെയാണ് വാസ്തവത്തിൽ, അതൊക്കെ കൊടുത്തിട്ടാണെങ്കിലും സാരമില്ല, ഭഗവാനെ ആശ്രയിച്ചോളൂ. ഇപ്പം അദ്ദേഹം വന്നത് എന്തിനാണെന്നറിയോ? കശ്യപൻ്റെയും അതിഥിയുടെയും മകനായിട്ട് വന്ന ദേവാനാം കാര്യസാധക, ദേവന്മാരുടെ വക്കീലായിട്ട് വന്നതാ. ഇനി എന്താ ഉണ്ടാവുക ഞാൻ പറയാം. നീ നിൻ്റെ സർവസ്വവും കൊടുത്തു കഴിഞ്ഞാൽ ദേഹം അങ്ങോട്ട് വലുതാവും. 3 അടി കൊടുക്കാമെന്ന് നീ ഏറ്റത്, 2 അടി കൊണ്ട് എല്ലാം വളക്കും, 3ാമത്തെ അടി കൊടുക്കാൻ നിനക്ക് സാധിക്കില്ല. നീ കളവ് പറയുന്നവനാവും. കളവ് പറയുന്നവനാവുക മാത്രമല്ല, നിൻ്റെ എല്ലാം നഷ്ടപ്പെടും ചെയ്യുക, കളവ് പറയുന്നവനാവുക. നീ ഇപ്പോൾ കൊടുക്കാണ്ടിരുന്ന എന്താ ലാഭം? നീ കളവ് പറയുന്നവനാവുകയുള്ളൂ, നിൻ്റെ സമ്പത്ത് നഷ്ടപ്പെടില്ല. എന്താണ്? ചീത്തപ്പേരുണ്ടാവും, പക്ഷേ സമ്പത്ത്, കാശ് പോവില്ല. എന്താ വേണ്ടു? മറ്റത് ചീത്തപ്പേരും ഉണ്ടാവും, കാശും പോവും. എന്താണ്? ഏതാ വേണ്ടു? നല്ല ന്യായമാണ് പറയണത്. നീ ഇപ്പം കൊടുക്കാൻ പുറപ്പെട്ടാൽ കൊടുക്കാൻ സാധിക്കില്ല, കാരണം ദേഹം വലുതാവും. 2 അടി കൊണ്ട് എല്ലാം വളക്കും, 3ാമത്തെ അടി നിനക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പം നീ എന്തായി? വാക്ക് പാലിക്കാത്തവനായി, നിൻ്റെ ഒന്നും ഉണ്ടാവില്ല, ഒക്കെ പോയില്ലേ. നല്ലതെന്താ? തൽക്കാലം നീ തരില്ല എന്ന് പറയും. അങ്ങനെ പറയുകയാണെങ്കിൽ നിൻ്റെ ഇപ്പോഴുള്ള സമ്പത്ത് ഇവിടെ ഉണ്ടാവും. കൊടുക്കാത്തവനാണെന്നൊരു ചിത്തപ്പേര്, അത് കാശുണ്ടെങ്കിൽ ചിത്തപ്പേരില്ലാണ്ടിയൊക്കെ പറ്റുള്ളൂ. ഇപ്പം പറ്റും. കാശിൻ്റെ മുകളിൽ, പണത്തിൻ്റെ മുകളിൽ പരുത്തും പറക്കില്ല. നല്ല ഗുരുനാഥൻ ആണ്. ഇങ്ങനെ ഗുരുനാഥൻ വരെ പറഞ്ഞു നോക്കി. എന്തിനാ അങ്ങനെ പറഞ്ഞത്? തൻ്റെ ശിഷ്യൻ പണ്ട് താൻ പഠിപ്പിച്ചതൊക്കെ മറന്നുവോ? ഈ പറയണത് കേൾക്കുമ്പോഴേക്കും അതിന് പുറപ്പെടുവോ എന്നറിയാൻ പരീക്ഷിക്കുകയാണ്. ആര്? ഗുരുനാഥൻ പരീക്ഷിക്കുകയാണ്. തൻ്റെ ശിഷ്യൻ ധർമ്മിഷ്ഠനല്ലേ എന്ന് പരീക്ഷിക്കുകയാണ്. ആരെങ്കിലും ഒരാൾ വന്നു, അടുത്തേക്ക് വന്നാൽ, വീട്ടിൽ വന്നാൽ മാവ് അങ്ങോട്ട് വെട്ടിക്കൊടുക്കുമോ? മാങ്ങയല്ലേ കൊടുക്കുള്ളൂ. ഇനിയും മാങ്ങ വേണ്ടേ? മാങ്ങ ചോദിച്ച ആൾക്ക് മാവന്നെ കൊടുക്കുക. അപ്പം പിന്നെ നമുക്ക് പിന്നെ എന്താ ഉള്ളത്? ഇനിയും വല്ലതും ചോദിച്ചെടുത്ത് കൊടുക്കണമെങ്കിൽ കയ്യിൽ സംഗതി വേണ്ടേ? അതുകൊണ്ട് എല്ലാം അങ്ങോട്ട് കൊടുക്കേണ്ട കാര്യമില്ല, കുറച്ചേ കൊടുക്കണ്ടു. പിന്നെ കളവ് പറയുന്നവനാണെന്ന് കരുതി നമ്മൾ ലജ്ജിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ അസുരന്മാരാ, കുറച്ച് കളവൊക്കെ പറയാം എന്ന് പറഞ്ഞൊരു ശ്ലോകവും പറഞ്ഞു. കളവ് പറയാം എന്നൊരു ശ്ലോകം ഉണ്ടാക്കി. ശ്ലോകം ഉണ്ടാക്കാനൊന്നും ബുദ്ധിമുട്ടില്ല, കുറച്ച് സംസ്കൃതം നിശ്ചയുണ്ടെങ്കിൽ ശ്ലോകമൊക്കെ ഉണ്ടാക്കാം. ആരാപ്പം നോക്കണേ? ഏത് പുസ്തകത്തിലാണ് പറഞ്ഞതെന്ന്? അത്രയേ ഉള്ളൂ. ഇത്രയൊക്കെ പറഞ്ഞ സമയത്ത് നമ്മൾ വിചാരിക്കും ബലി കളവ് പറയുന്നു. ഇല്ല, ഇത്രയും കേട്ടപ്പോൾ പുഞ്ചിരിച്ചും കൊണ്ട് ബലി ചോദിക്കുകയാണ്. അല്ല, അങ്ങെന്താ പറഞ്ഞത്? എൻ്റെ മുത്തശ്ശനെ അനുഗ്രഹിച്ച ആ വിഷ്ണു ഭഗവാനാണ് ഇപ്പോൾ എൻ്റെ മുന്നിൽ വന്നതെന്നാണോ? മുത്തശ്ശൻ്റെ മുന്നിൽ വരുമ്പോൾ കുറച്ച് ഭീകര സ്വരൂപയും കൊണ്ടാണല്ലോ. ഇപ്പോൾ എൻ്റെ മുന്നിൽ ഇങ്ങനെ വാമനനായിട്ട് വരണമെങ്കിൽ മുത്തശ്ശനേക്കാൾ ഇഷ്ടം എന്നെയാണോ? ഇങ്ങനെ രൂപം ധരിച്ച് വരണു.
അത് എൻ്റെ മുന്നിൽ വന്നിട്ട് എൻ്റെ നേരെ കൈ നീട്ടുന്നു. ഭാഗ്യമല്ലേ ഇത്? അന്നേ മുത്തശ്ശൻ പറഞ്ഞിട്ടുണ്ട് എല്ലാം ഇദ്ദേഹത്തിൻ്റെയാണ്. ഒന്ന് ഞാനൊന്ന് മറന്നു, അതൊന്ന് ഉറപ്പിക്കാൻ വേണ്ടി വന്നതാ. ഏതായാലും തരാന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഇനി തരില്ല, പറയില്ല. സത്യാന്ന ചലിതോ മഹാൻ. ഗുരുനാഥ, അങ്ങക്ക് വിഷമം തോന്നരുത്. അങ്ങ് പണ്ട് എന്നെ പഠിപ്പിച്ചത് സത്യം പറയണമെന്നല്ലേ? തല പോയാലും കളവ് പറയരുത് ബലേ എന്ന് പറഞ്ഞാൽ അങ്ങിപ്പോൾ എന്നോട് കളവ് പറയാൻ പറയുകയാണോ? ഞാൻ കളവ് പറയില്ല. ഞാൻ കളവ് പറഞ്ഞാൽ അതിൻ്റെ മോശം ആർക്കാ? പ്രാഹ്ലാദിക്കിതവോ യഥാ. എല്ലാവരും പറയുക എന്താണെന്നറിയോ? ആ പ്രഹ്ലാദൻ്റെ പേരക്കുട്ടിയെ പ്രഹ്ലാദനെ പോലെയല്ല, കളവ് പറയുന്നവനാണ്. ആ വംശത്തിൽ ഇങ്ങനെ ഒരാളുണ്ടാവും നമ്മൾ വിചാരിച്ചു? മുത്തശ്ശനെ പറയിപ്പിച്ചില്ലേ അയാൾ എന്നല്ലേ പറയുക. അതുകൊണ്ട് ഒരിക്കലും ഞാൻ കളവ് പറയില്ല. കൊടുക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഒന്നും ഞാൻ വാസ്തവത്തിൽ കൊടുക്കുന്നില്ല, എന്നാലും അങ്ങനെ കൊടുക്കുക എന്നുള്ളൊരു പ്രവൃത്തിയിൽ ഞാൻ നിമിത്തമായി. അങ്ങനെ നിൽക്കാൻ സാധിക്കുക പറഞ്ഞാൽ അത് ഭാഗ്യമല്ലേ? ഒക്കെ ഭഗവാന്റെയാണ്. എന്നാലും പേരിന് ഭഗവാന് മൂന്നരി കൊടുത്തു എന്നായില്ലേ? എന്ത് കൊടുക്കാൻ? ഒന്നും കൊടുക്കാനൊന്നുമില്ല. എന്നാലും ആ പേരിന് താൻ കൊടുക്കുന്നു എന്നാവില്ലേ? മതി, സന്തോഷമേ ഉള്ളൂ. എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞാലും എനിക്ക് വിഷമമില്ല, ഞാൻ കൊടുക്കും എന്ന് ബലി. എന്നാൽ ശരി, അങ്ങനെ കൊടുക്കട്ടെ വിചാരിച്ചു. ശുക്രാചാര്യർ ശപിച്ചു നോക്കി, എന്നിട്ടും ഒരു മാറ്റവുമില്ല. കാരണം മനസ്സിൻ്റെ ഉറപ്പ് നോക്കൂ, കൊടുക്കാനൊരു മടിയില്ല. യജ്ഞസ്വരൂപനായിട്ടുള്ള ഭഗവാൻ തൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. എന്താപ്പം കൊടുക്കാൻ പ്രശ്നം? ഒക്കെ അദ്ദേഹത്തിൻ്റെയാണ്. തൻ്റെ പത്നിയെ നോക്കി, ഭഗവാനെ കൊടുക്കണതൊന്നും നഷ്ടമാവില്ല, അതൊക്കെ വരവിലെഴുതണം, ചെലവിലെഴുതണ്ട എന്നാണ് ആരുടെ അഭിപ്രായം? വിന്ധ്യാവലിയുടെ അഭിപ്രായം. അവൾ സ്വർണ്ണക്കിണ്ടിയിൽ വെള്ളമായിട്ട് നിൽക്കുക, എന്തെങ്ങനെ മടിച്ചു നിൽക്കണു? ഭഗവാന് കൊടുക്കുകയല്ലേ, കൊടുക്കൂ എന്നുള്ള മട്ടിൽ. ഓം തത്സത്. വെള്ളം കണ്ടു കൊടുത്തു. ഭഗവാൻ ചോദിച്ചു, അളക്കട്ടെ? അളക്കാം. തദ്വാമനം രൂപം അവർദ്ധതാത്ഭുതം. ആ വാമനമൂർത്തി അങ്ങോട്ട് വലുതാവാൻ തുടങ്ങി, ത്രിവിക്രമനായി മാറി. 2 അടി കൊണ്ടെല്ലാം അളന്നു. പഴയതുപോലെ തന്നെ വാമനമൂർത്തിയായിട്ട് വന്നു. 2 അടിയായി. കണക്ക് പ്രകാരം 3. 2 അടി കൊണ്ടെല്ലാം അളന്നു. 3ാമത്തെ അടി എവിടെയാണ് വെക്കേണ്ടു? നമ്മളാച്ച പരിഭ്രമിക്കും. ബലിക്ക് കാര്യമൊക്കെ മനസ്സിലായതുകൊണ്ട് ബലി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സിലായി അങ്ങ് വന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി. ഇത്രയും കാലം എനിക്കൊരു വിചാരം ഉണ്ടായിരുന്നു, ഈ സൽക്കർമ്മമൊക്കെ ചെയ്യുന്നത് ഞാനാണെന്നും ഇങ്ങനെ ചെയ്യാൻ എനിക്ക് സാധിക്കുന്നത് എൻ്റെ കേമത്തം കൊണ്ടാണെന്നൊരു വിചാരം ഉണ്ടായിരുന്നു. ഇപ്പം എനിക്ക് മനസ്സിലായി, ഇങ്ങനെ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്നത് അങ്ങയുടെ കാരുണ്യം കൊണ്ടാണ് എന്നെനിക്ക് മനസ്സിലായി. ഇപ്പം ബലിയുടെ അഹന്ത എവിടെ പോയി? അത് പോയി. അതിനാണിപ്പോൾ ഭഗവാൻ വന്നത്. അത് പോയി. ബലി പറയാണ്, ഇനിയും എൻ്റെ വാക്ക് സത്യമാക്കാൻ അങ്ങ് വിചാരിച്ചാൽ സാധിക്കും. ഇത്രയും കാലം ബലി പറഞ്ഞത് എൻ്റെ വാക്ക് സത്യമാക്കണത് ഞാൻ എന്നാ. ഇപ്പം ബലി പറയണത്, ഇനിയും എൻ്റെ വാക്ക് സത്യമാക്കാൻ ഞാൻ വിചാരിച്ചാൽ സാധിക്കില്ല, അങ്ങ് വിചാരിച്ചാൽ സാധിക്കും. അങ്ങിപ്പം വാമനായിട്ട് നിൽക്കുക. അങ്ങ് ത്രിവിക്രമനാവില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ അങ്ങയുടെ ആ കുഞ്ഞിക്കാൽ ഇവിടെ പാകാം. ഇപ്പം എൻ്റേതൊക്കെ എടുത്തു, 2 അടി കഴിഞ്ഞു, ഞാൻ ഇവിടെ ബാക്കിയുണ്ട്. അങ്ങയുടെ ആ 3ാമത്തെ അടി എൻ്റെ ശിരസിൽ വെച്ചോളൂ. പദം തൃതീയം കുരു ശീർഷ്ണി മേ നിജം. എൻ്റെ മമത എടുത്തു, പോരാ, അഹന്ത ബാക്കിയുണ്ട്, ഇതും കൂടി അങ്ങ് എടുത്തോളൂ എന്ന് പറഞ്ഞ് ഭഗവാന് സമർപ്പിക്കുന്നു. ഭഗവാൻ ബലിയുടെ ശിരസ് കാല് വെച്ചിട്ടില്ല. ഭഗവാന്റെ കണ്ണിൽ 2 തുള്ളി കണ്ണീര്, തൻ്റെ ഭക്തൻ ശുദ്ധായല്ലോ എന്നുള്ള ആശ്വാസം, ആനന്ദ കണ്ണീരാണ് ഉണ്ടായത്. അത് ബലിക്ക് അഭിഷേകം. പണ്ട് പ്രഹ്ലാദന് ഇതേപോലെ തൻ്റെ ആനന്ദ കണ്ണീര് കൊണ്ട് അഭിഷേകം ചെയ്തിട്ടുണ്ട്. ഭഗവാൻ ആ ബലിയെ എടുത്തിട്ട് പറയാണ്, കണ്ടില്ലേ ബ്രഹ്മാവേ, എൻ്റെ ശിഷ്യൻ്റെ, എൻ്റെ ഭക്തൻ്റെ മഹത്വം. ജയിക്കാൻ വളരെ പ്രയാസമുള്ള മായയെ ജയിച്ചില്ലേ ഈ ബലി. ഏതായാലും ഇനി ദുർജനങ്ങളുടെ കൂടെ അവിടെ ഇരിക്കണ്ട. അവിടെ പ്രഹ്ലാദൻ ഭാഗവതം വായിച്ചിരിക്കുക സുതലത്തിൽ, കൂടെ പേരക്കുട്ടിയായിട്ടുള്ള ഇയാളും ഇരിക്കട്ടെ. ഇവരെ ഞാൻ സംരക്ഷിക്കും. ആ ബലിയുടെ ഭക്തനായും കൊണ്ട്, ബലിയുടെ കാവൽക്കാരനായിക്കൊണ്ട് ഞാനിരിക്കും എന്ന് പറഞ്ഞ് ആ ബലിയുടെ ദാസനായിട്ടിരുന്നു ആര്? ഭഗവാൻ. അതെ, ചോദ്യം ഇതാണ്. ശുക്രാചാര്യരുടെ ആ വർത്തമാനം കേട്ടാൽ പ്രത്യക്ഷത്തിൽ വാച്യാർത്ഥം നോക്കിയാൽ കൊടുക്കണ്ട എന്ന് പറയണമെന്ന് തോന്നും. അല്ല, കൊടുക്കണ്ടെന്ന് പറയല്ല. ആ നല്ലോണം ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാക്കും. ഈ കാര്യം മനസ്സിലാക്കിയോ, കൊടുക്കാന്ന് വെച്ചാൽ കൊടുത്തോ എന്നാണ്. പക്ഷെ പറയുമ്പം അത് അങ്ങനെ ഒരു ഭാഷയാണ്. അത് പണ്ഡിതന്മാർക്ക് മനസ്സിലാവട്ടെ. ബലി ഇത്രയും കാലം പഠിച്ചത് വെച്ചിട്ട് ബലിക്ക് മനസ്സിലാവട്ടെ ആണ്. ഗുരുനാഥന്മാരുടെ പരീക്ഷണമാണത്. സ്കൂളിൽ പരീക്ഷ നടത്തുന്നതിന് ടീച്ചർ കുട്ടിയോട് ചോദിച്ചു, രാജു 1 ഉം 1 ഉം 2, അങ്ങനെയാണെങ്കിൽ 2 2 അപ്പോൾ കുട്ടി പറഞ്ഞു, എളുപ്പമുള്ളത് ടീച്ചർ പറയും, കൊടുക്കുള്ളത് എന്നോട് ചോദിക്കും. അങ്ങനെയല്ല, ടീച്ചർക്ക് പറയാനിട്ടല്ല. ടീച്ചർ ചോദിക്കണം, ടീച്ചർക്ക് അറിയാനല്ല, കുട്ടി അറിഞ്ഞോ നോക്കാനാണ്. ശുക്രാചാര്യർക്ക് ഈ വന്നത് ആരാന്നൊക്കെ വ്യക്തമായിട്ട് അറിയാം. തൻ്റെ ശിഷ്യനെ പലതും പണ്ട് പഠിപ്പിച്ചിട്ടുണ്ട്, അത് പരീക്ഷിക്കുകയാണ്. പരീക്ഷ നടത്തുന്നത് മാഷന്മാർക്ക് വേണ്ടിയല്ല, അവർക്ക് ബുദ്ധിമുട്ടാണ്. അങ്ങനെ നിൽക്കണ്ടേ 2.5 മണിക്കൂർ എക്സാം ഹാളിൽ അങ്ങനെ കുട്ടികൾ കോപ്പിടിക്കണമെന്ന് നോക്കി നിൽക്കുക പറഞ്ഞ എളുപ്പമുള്ള കാര്യമാണ്. പക്ഷേ
അത് കുട്ടിക്ക് വേണ്ടിയിട്ട്. ഇതേപോലെ ശുക്രാചാര്യ ഇവിടെ പരീക്ഷിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? ശിഷ്യന് വേണ്ടി. ഈ ബലി പഠിച്ചിട്ടുണ്ടോ? താൻ പണ്ട് പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ഉറച്ചിട്ടുണ്ടോ എന്ന് പരീക്ഷിക്കുകയാണ്. അതിലാര് പാസ്സായി? ബലി പാസ്സായി എന്നാണ്. ആണി അടിക്കുമ്പോൾ ഒന്ന് ഇളക്കി നോക്കില്ലേ? രണ്ടടി അടിക്കും, നേരം എന്ത് ചെയ്യും? ഇളക്കി നോക്കാണ്ട് പോയാൽ വല്ലതും ചാർത്തുമ്പോൾ അത് വീഴും ചെയ്യും. ഇവരുള്ളവരെന്ത് ചെയ്യും? ഒന്ന് ഇളക്കി നോക്കുക, ഉറച്ചിട്ടില്ലെങ്കിൽ രണ്ടടി കൂടി ഇങ്ങോട്ട് കൊടുക്കും എന്നാണ്. ഇവിടെ ബലി ഉറച്ചിട്ടില്ലേ നോക്കി, ലേശം ഉറക്കായുണ്ട്, രണ്ടടി കൂടി ഇങ്ങോട്ട് കൊടുത്തു. ബലി ഉറച്ചു. ആദ്യത്തെ ബലിയുടെ വർത്തമാനം, ഇനി കഥ തീരാറാവുമ്പോൾ ബലിയുടെ വർത്തമാനം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ആദ്യത്തിൽ എന്തുണ്ട്? യദ്യദ്വടോവാഞ്ചസി തത് പ്രതീക്ഷമേ, എന്ത് വേണമെങ്കിൽ ചോദിച്ചോളൂ, തരാനുള്ള ശേഷി എനിക്കുണ്ട്. അങ്ങക്ക് ആന വേണോ കുതിര വേണോ ചോദിച്ച ബലി ഇപ്പം പറയണത് പദം തൃതീയം കുരു ശീർഷ്ണി മേ നിജം. ആ മൂന്നാമത്തെ അടി അങ്ങയുടെ ആ പാദം എൻ്റെ ശിരസിൽ വെച്ച് അനുഗ്രഹിക്കുമോ? അവിടേക്ക് ആരും ഓടി വന്നു? വിന്ധ്യാവലി ഓടി വന്നു, ഭഗവാനെ തൊഴുത് നമസ്കരിക്കുകയാണ്. തൻ്റെ ഭർത്താവിനെ ചവിട്ടിത്താഴ്ത്താഴ്ച തൊഴുത് നമസ്കരിക്കുകയോ? ദേഷ്യമല്ലേ തോന്നേണ്ടത്? വിന്ധ്യാവലി പറയാണ്, അങ്ങ് കളിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കളിപ്പാട്ടം കണ്ട് എൻ്റെ കുട്ടിത്തം മാറാത്ത ഭർത്താവ് തൻ്റെയാന്ന് വിചാരിച്ചു, അതെടുത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം അങ്ങ് വന്നതെടുത്തപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായതൊന്നും തൻ്റെ അല്ല. നന്നാക്കി എൻ്റെ ഭർത്താവിനെ ശുദ്ധമാക്കിയ ഭഗവാനെ അങ്ങേക്ക് നമസ്കാരം. നമ്മളിപ്പോൾ അതാ ചെയ്യണത്. ഇതൊക്കെ ഭഗവാന്റെയാണ്. പക്ഷേ നമ്മൾ നമ്മുടെ വിചാരിക്കണോ? കാർ എൻ്റെയാണ്, വീട് എൻ്റെയാണ്, സ്വത്തെൻ്റെയാണ്, ഭാര്യ എൻ്റെയാണ്, മക്കൾ എൻ്റെയാണ്. ഇടയ്ക്ക് ഭഗവാനെ കൊണ്ട് എടുക്കുമ്പോൾ ദുഃഖം ഉണ്ടാവും ഇല്ലേ? കൊണ്ടുപോയിട്ടോ അയാളുടെയാണ്, അഭിനന്ദനെ ദുഃഖിക്കുന്നത്. നമ്മൾ നമ്മുടേതേ പറഞ്ഞിട്ട് കളിച്ചത് നമ്മുടെ കുറ്റം, അത് ഭഗവാന്റെ കുറ്റമല്ല. നമ്മളിവിടെ വെച്ച് മറന്നുപോയി ഒരു സാധനം, നിങ്ങളെടുത്ത് ഇങ്ങനെ കളിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ഉടമസ്ഥൻ വന്നെടുത്തുകൊണ്ടായി നമ്മൾ ദുഃഖിച്ചിട്ട് കാര്യമുണ്ടോ? അയാളുടെയാണ് വാസ്തവത്തിൽ. ഇതുപോലെ വാസ്തവത്തിൽ ഇതൊക്കെ ഭഗവാന്റെ ആണെന്ന് അറിഞ്ഞാൽ അയാൾക്ക് എന്തില്ല? അയാൾക്ക് ദുഃഖമില്ല. താനും ഭഗവാന്റെയാണെന്ന് അറിയലാണ് ഏറ്റവും വലിയ അറിവ്. അതാണ് ആത്മനിവേദനം, തന്നെ സമർപ്പിക്കുക. ഇപ്പം നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഭഗവാന്റെ വിചാരിക്കുക. ഞാൻ ഭഗവാനിൽ നിന്ന് അന്യമല്ല, ഞാനും കടലിൽ പെട്ടൊരു തിരമാലയാണ്. എല്ലാം കടൽ, എല്ലാം ജലം എന്നറിയുക. അതാണ് ഇവിടെ ഉണ്ടായത്. തന്നെ അങ്ങോട്ട് സമർപ്പിച്ചു. തൻ്റെ അഹന്ത ഉരുകി അങ്ങോട്ട് പോയി. അങ്ങനെയായി കഴിഞ്ഞാൽ പിന്നെ അവരുടെ ദാസനാണ് ഭഗവാൻ. അതാണ് കാണിച്ചിരുന്നത് സുതലത്തിൽ. ശുദ്ധമായ സ്ഥലം എന്നർത്ഥം. അതിന് താഴത്തേക്കാണോ മുകളിലേക്കാണോ എവിടെയായാലും ശുദ്ധമായിട്ടുള്ള സ്ഥലം. സ്വർഗിഭി പ്രാർത്ഥ്യം എടുത്ത് പറഞ്ഞു ഭാഗവത്തിൽ. സ്വർഗത്തിലുള്ളവർ പോലും അവിടെ പോയിരിക്കണം എന്ന് ആഗ്രഹിക്കാറുണ്ട് അത്രേ. എന്ന് പറഞ്ഞാൽ സ്വർഗത്തിനേക്കാൾ മോശമല്ല, കേമാവണം. ദേവന്മാർക്ക് പോലും കൊടുക്കുക. ദേവന്മാർക്ക് സ്വർഗ്ഗേ കൊടുത്തിട്ടുള്ളൂ. ഈ ബലിക്ക് എന്ത് കൊടുത്തു? സ്വർഗത്തിനേക്കാൾ കേമായിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ശാന്തം ആയിട്ടിരിക്കാം, വിഷമല്ലാണ്ടിരിക്കാൻ പറ്റൊരു സ്ഥലത്തിരുത്തി. എന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെയൊക്കെ സംരക്ഷിച്ചും കൊണ്ട് കാവൽക്കാരനായിട്ട് ആര് നിൽക്കുക? ഭഗവാൻ തന്നെ നിൽക്കുക. ഇങ്ങനെ ഒരു അനുഗ്രഹം അത് ബലിക്ക് കൊടുത്തു. തന്നെ സമർപ്പിച്ചവരെ പിന്നെ ഭഗവാൻ വിടില്ല എന്നർത്ഥം. ഭഗവാന്റെ ദാസനായാൽ ഭഗവാൻ പറയും അങ്ങനെയല്ല പറയേണ്ടത്, എൻ്റെ ഭക്തൻ എന്നല്ല പറയേണ്ടത്, അയാളുടെ ഭക്തനാണ് ഞാൻ. അത് കാണിക്കുകയാണ് പിന്നെ അംബരീഷ ചരിത്രം. അഹം ഭക്തപരാധീന, അംബരീഷൻ്റെ ഭക്തനാണ് ഞാൻ, എൻ്റെ ഭക്തൻ അംബരീഷൻ എന്നല്ല പറയേണ്ടത് അത്രേ. അതാ ഭഗവാൻ പറയണത്. അതാണ് ബലിചരിത്രം. അതിനുശേഷം പിന്നെ മത്സ്യാവതാരം ഒന്ന് സൂചിപ്പിച്ചു. അറിവിൻ്റെ പ്രതീകമാണ് മത്സ്യം. നേർവഴി മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്ക് നേടണം. ഈ ലോകത്ത് എന്ത് ശരിയെന്ന് ചിലപ്പം നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവില്ല. അതിനെയാണ് മത്സ്യമാർഗം എന്ന് പറയുക. നദിയിൽ മത്സ്യം സഞ്ചരിക്കുന്നത് കണ്ടാൽ മത്സ്യത്തിന് അറിയാം എന്ത് കൃത്യമായിട്ട് തൻ്റെ റൂട്ട് എവിടെയാണെന്ന് അറിയാം. പ്ലെയിന് പോകുന്നത് കണ്ടില്ലേ ആകാശത്തോടെ? നമ്മൾ ഇത്രയും പ്ലെയിൻ ഇങ്ങനെ പോയി തട്ടിമുട്ടാണ്ട് എങ്ങനെയാണ് പോകുന്നത്? അവർക്കറിയാം ഏതാണ് റൂട്ട് എന്നുള്ളത് കൃത്യം. നമ്മൾ നോക്കിയാൽ കാണില്ല ആകാശത്തിൽ, പക്ഷേ അവർക്ക് അതിന് യന്ത്രമുണ്ട്. ഇതുപോലെ മത്സ്യത്തിന് കൃത്യം അറിയാം എവിടെയും പെടാണ്ട് എങ്ങനെയാണ് ഈ സമുദ്രത്തിൽ ഈ നദിയിൽ സഞ്ചരിക്കേണ്ടതെന്ന് മത്സ്യത്തിന് അറിയാം. ഇതുപോലെ സജ്ജനങ്ങൾക്ക് ജ്ഞാനികൾക്ക് എന്തറിയാം? ഇവിടെ സംസാരത്തിൽ പെടാണ്ട് സഞ്ചരിക്കുക എങ്ങനെയാണെന്ന് അറിയാം. അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യുക? അവരുടെ പിന്നാലെ പോയാൽ എവിടെയും തട്ടാണ്ടിയും മുട്ടാണ്ടിയും പോവാം. അങ്ങനെ ആശ്രയിക്കണം ഗുരുനാഥനെന്ന് കാണിക്കാൻ ആ മത്സ്യാവതാര കഥ. ഇതേപോലെ ചെറുതായിട്ട് വന്ന വലുതായ ആളാണ് മത്സ്യാവതാരം. സത്യവ്രത രാജാവിനെ അനുഗ്രഹിക്കാൻ. നമ്മളൊക്കെ സത്യവ്രതന്മാരാണ്, സത്യസാക്ഷാത്കാരം വ്രതമാക്കിയവരാണ് നമ്മളൊക്കെ. അതിനെന്ത് വേണം? അതിന് ഗുരുനാഥനെ ആശ്രയിക്കും കൂടി വേണം. സാക്ഷാത്കരിക്കണം എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല, അതിന് പുറപ്പെടണം. മോഹിച്ചിട്ട് കാര്യമില്ല. എന്താ മോഹം? എനിക്ക് കളക്ടറാവണമെന്നാ മോഹം. എന്നിട്ടോ രാവും പകലും ഉറങ്ങുക. എന്താണ് മോഹിച്ചിട്ട്? അതിന് പരിശ്രമിക്കും കൂടി വേണ്ടേ? എന്താണോ നമുക്ക് ആഗ്രഹം വെച്ചാൽ അതിനനുസരിച്ച് എന്ത് ചെയ്യണം? അതിനനുസരിച്ചിട്ട് പ്രവർത്തിക്കാൻ തയ്യാറാവണം. ഇതുപോലെ സത്യസാക്ഷാത്കാരമാണ് വ്രതമെങ്കിൽ ശാസ്ത്രം പഠിക്കാൻ തയ്യാറാവണം. അത് ഏകാന്തത്തിലിരുന്ന് മനനം ചെയ്യണം, വിചാരം ചെയ്യണം. കുറച്ചൊക്കെ ലോക വിഷയങ്ങളിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരും, കുറച്ചൊക്കെ ആശ കുറയ്ക്കേണ്ടി വരും. സമയം കുറച്ചധികം ഈ വക വിഷയങ്ങൾക്ക് മാറ്റിവെക്കണം എന്നർത്ഥം.
ഈ അറിവ് നഷ്ടപ്പെട്ടാലോ ദുഃഖാണ് ഉണ്ടാവുക. ഈ ബ്രഹ്മദേവന് നഷ്ടപ്പെട്ടില്ലേ, നമ്മളിത് പോഷിപ്പിച്ചില്ലെങ്കിലേ നഷ്ടപ്പെടും. ഏതും അങ്ങനെയാണ്, നമ്മൾ വൃത്തി കൊണ്ടുപോകണമെന്നില്ലെങ്കിൽ നഷ്ടപ്പെടും, പിന്നെ ദുഃഖിക്കേണ്ടി വരും. ബ്രഹ്മദേവൻ ഉറങ്ങുന്ന സമയത്ത് നഷ്ടപ്പെട്ടു, എന്ത്? വേദം നഷ്ടപ്പെട്ടു. ഉറക്കം എന്ന് പറഞ്ഞാൽ രാത്രിയുള്ള ഉറക്കത്തെ പറ്റിയല്ല, പകലുള്ള ഉറക്കത്തെ പറ്റിയാണ് പറയണത്. അറിവിൻ്റെ നേരെ നമ്മൾ കണ്ണടച്ചാൽ അത് വലിയ പ്രശ്നമാണ്. നമ്മൾ നേരെയാവാൻ വേണ്ടി നമ്മളെ പലതും ഉപദേശിക്കുമ്പോൾ നമ്മളതിൻ്റെ നേരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കില്ലേ? അച്ഛനമ്മമാരൊക്കെ വളരെ കാരുണ്യത്തോടു കൂടി നേരെയാവാൻ വേണ്ടി പറയുമ്പോൾ നമ്മളിങ്ങനെ അച്ഛന് വേറെ പണിയില്ലേ, പിന്നെ ഇത്ര കേട്ടത്. അധ്യാപകരുടെ ഉപദേശമൊക്കെ ചില കുട്ടികൾ നിരസിക്കാറില്ലേ? ഇതുപോലെ അവർ കാരുണ്യം കൊണ്ട് പറയുകയാണ്, തൊണ്ട പൊട്ടിച്ച് പറയുക. എന്നാലും അത് ശ്രദ്ധിക്കാണ്ടിരുന്നാൽ അതാണ് പറയുന്നത്. ആ ഉറക്കം, ബ്രഹ്മദേവൻ ഉറങ്ങിയപ്പോൾ വേദം നഷ്ടപ്പെട്ടാൽ സമാധാനം നഷ്ടപ്പെടും, ശാന്തി നഷ്ടപ്പെടും. ആര് കൊണ്ടുപോയി? അസുരം കൊണ്ടുപോയി. നമ്മൾ ഭാഗവതം കേട്ടിട്ടില്ലെങ്കിൽ നമ്മുടെ മനസ്സാര് കൊണ്ടുപോകും? പിന്നെ അസുരന്മാരാ നമ്മുടെ മനസ്സ് കൈകാര്യം ചെയ്യുക. അങ്ങനെയാണ് ആസുരിക വൃത്തികളൊക്കെ, നമ്മൾ പല വൃത്തികേടും കാണിക്കും, പിന്നെ അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് കഴിയുന്നതും ഭാഗവതം തന്നെ കെട്ടിട്ടോളൂ, നമ്മൾ അവിടെ ചുരുണ്ടുകൂടി അവിടെ ഇരുന്നോളൂ. നേരെ മറിച്ച് ഇത് കൊടുത്തിട്ടില്ലെങ്കിൽ അത് വേണ്ടാത്ത പലതും പോയി പിടിക്കും. അസുരന്മാർ കൊണ്ടുപോയി, അങ്ങനെ ഹയഗ്രീവൻ കൊണ്ടുപോയി. പിന്നെയാണ് അബദ്ധം മനസ്സിലായത്. ഭഗവാനെ ആശ്രയിച്ചു ബ്രഹ്മദേവൻ. നമ്മളും നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കി എന്ത് ചെയ്യുക? ആശ്രയിക്കുക. ഇപ്പം എൻ്റെ മനസ്സ് കുറച്ച് അസ്വസ്ഥമാണ് എന്നറിഞ്ഞാൽ ഭാഗവതം കുറച്ചധികം വായിക്കുക, ഭഗവാനെ നല്ലോണം ആശ്രയിക്കുക, ആത്മവിചാരം ചെയ്യുക, തത്വാർത്ഥങ്ങളൊക്കെ നല്ലോണം മനനം ചെയ്യുക, വേദാന്ത വിചാരം ചെയ്യുക. ഏതാണോ പറ്റണമെന്ന് വെച്ചാൽ ചെയ്യുക. അത്രയൊന്നും പറ്റണില്ലെങ്കിൽ നാമം ജപിക്കുക, അത് പറ്റണില്ലെങ്കിൽ ഭജന പാടുക, കേൾക്കുക. ഞാൻ പറ്റില്ല എന്നാൽ അമ്പലത്തിൽ പോവുക. ഒന്നും പറ്റണില്ല പിന്നെ അത് വയ്യ, എന്തെങ്കിലും ഒന്ന് പറ്റണം, അതല്ലെങ്കിൽ തളരും. ആത്മഹത്യക്ക് പുറപ്പെടരുത്, ഇത്രയും പറയാനുള്ളൂ. അതാണ് അതിൻ്റെ കഥ. എന്തായാലും ബ്രഹ്മദേവനും ആശ്രയിച്ചു വിഷ്ണു ഭഗവാനെ. ഭഗവാൻ മത്സ്യമൂർത്തിയായിട്ട് വന്ന് തൻ്റെ ഒറ്റക്കൊമ്പ് കൊണ്ട് ഹയഗ്രീവനെ കുത്തിമലർത്തി ആ വേദം ബ്രഹ്മദേവന് കൊടുത്ത് ബ്രഹ്മദേവനെ കൃതാർത്ഥനാക്കി. ഇനി ഉണർന്നിരുന്ന് പരിപാലിക്കണം. ഈ ശാസ്ത്രത്തെ പരിപാലിക്കാൻ കുറച്ച് പേരേ ഉള്ളൂ. അവരും കൂടി ഉറങ്ങിയാൽ എന്താ സ്ഥിതി? അല്ലെങ്കിലേ കുറച്ച് പേരേ ഉള്ളൂ ഇതൊക്കെ വേണ്ടതുപോലെ പഠിച്ച് മനസ്സിലാക്കുന്നവർ. അവർ തന്നെ വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ല, അവരിത് പ്രചരിപ്പിക്കുന്നില്ല, അവരുടെ കുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കണില്ലെങ്കിൽ പിന്നെ ഈ വേദത്തെ, ഈ ശാസ്ത്രത്തെ ഇനി ആര് സംരക്ഷിക്കും? അതുകൊണ്ട് വെള്ളം ചേർക്കാതെ ഈ വസ്തു, ഈ വിഷയം അത് പ്രചരിപ്പിക്കണം, ആത്മാർത്ഥമായിട്ട് പ്രചരിപ്പിക്കണം, അത് പഠിക്കണം, പറഞ്ഞു കൊടുക്കണം എന്ന് കാണിക്കാൻ ഈ ഒരു കഥ. അങ്ങനെ ആ മത്സ്യാവതാരത്തോടു കൂടി അഷ്ടമസ്കന്ധം സമർപ്പിച്ചു. പിന്നെ നവമസ്കന്ധം ആരംഭിക്കുകയാണ്. കുറേ VIP-കളുടെ കഥ വർണ്ണിക്കുകയാണ്. അനവധി രാജാക്കന്മാർ, വലിയ വലിയ കേമന്മാർ. എന്തിനാ ഈ രാജാക്കന്മാരുടെ കഥയൊക്കെ വർണ്ണിക്കണത്? അവരൊക്കെ മരിച്ചു എന്ന് കാണിക്കാൻ. എന്താണ്? ഒരു ദിവസം എല്ലാവരും, അവസാനം എന്താ ഉണ്ടായി? അവസാനം മരിച്ചു. അനവധി രാജാക്കന്മാർ, അവരൊക്കെ ദുഃഖങ്ങളും പ്രയാസങ്ങളൊക്കെ അവർക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ അവർ ഭഗവാനെ ആശ്രയിച്ച് തരണം ചെയ്തു. ഇവരുടെ ജീവിത പ്രശ്നങ്ങൾ കേട്ടാൽ നമ്മൾ പറയും, ഇത്ര പ്രശ്നം എനിക്കില്ല കേട്ടോ. അതിനാണ് ഇതൊക്കെ വർണ്ണിക്കുന്നത്. എന്തെല്ലാം പ്രശ്നങ്ങൾ. പെണ്ണായിട്ട് ജനിച്ച് പിന്നീട് ആണായിട്ട് ജനിച്ച് പിന്നെ പെണ്ണായി, പുരുഷൻ പ്രസവിച്ചു, രാജ്യം നഷ്ടപ്പെട്ടു, പല ശാപം കിട്ടി, ഗുരുനാഥൻ തന്നെ ശപിച്ചു. ഇങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടും ഭഗവാനെ ആശ്രയിച്ച് അവർ നേരെയായി. അത് നമുക്കൊരു മാതൃകയാണ്. അതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പം ഭഗവാനെ ആശ്രയിച്ച് അതിനെ അതിജീവിക്കാനാണ് ശ്രമിക്കേണ്ടത്. അല്ലാണ്ട് പ്രശ്നം എന്ന് പറഞ്ഞ് ദുഃഖിക്കല്ല വേണ്ടതെന്ന് കാണിക്കാൻ ഈ ഭഗവാനെ ആശ്രയിച്ച് നേരെയായ രാജാക്കന്മാരുടെ കഥ. ആദ്യം വൈവസ്വത മനുവിൻ്റെ കഥ. അദ്ദേഹത്തിൻ്റെ ജനിച്ചത് ഇളയായിട്ടാണ്, സ്ത്രീയായിട്ടാണ്. പിന്നീട് അദ്ദേഹം വസിഷ്ഠ മഹർഷി ഇടപെട്ട് അദ്ദേഹത്തെ പുരുഷനാക്കി. ആദ്യം ജനിച്ചത് തന്നെ ജഡപ്രകൃതിയായിട്ടാണ്. അത് ഗുരുനാഥനെ ആശ്രയിച്ച് തൻ്റെ ഇടം നേടിയെന്നർത്ഥം. അതാണ് താല്പര്യം. ഈശ്വരനെ പറ്റിയൊക്കെ കേട്ടു, കുറച്ചൊക്കെ ആധ്യാത്മിക വിഷയങ്ങളോട് താല്പര്യം വന്നു. പക്ഷേ പിന്നെ അതിനെ പോഷിപ്പിക്കാൻ പോയില്ല. 10-16 വർഷം കഴിയുമ്പോൾ വീണ്ടും കാട്ടിലേക്ക് നായാട്ടിന് പോയപ്പോൾ പെണ്ണായി, വീണ്ടും പെണ്ണായി. ഇത് താല്പര്യം എന്താ ചോദിച്ചാൽ, കഥയൊക്കെ നമുക്കറിയാം, കഥ വിസ്തരിക്കണില്ല. ഒരു ഗുരുനാഥനെയൊക്കെ ആശ്രയിച്ച് തത്വം, ചിലപ്പോൾ മന്ത്രദീക്ഷയൊക്കെ കിട്ടും. അത് കിട്ടിയോണ്ട് കാര്യമില്ല, അത് അഭ്യസിക്കണം, ആ വഴിക്ക് പോകണം. അത് പോയില്ല, വീണ്ടും നായാട്ടിന് തന്നെയാണ് പോണത് എന്ന് പറഞ്ഞാൽ പഴയ പ്രകാരം തന്നെയാണ് സഞ്ചാരം. ലോക വിഷയങ്ങളുടെ പിന്നാലെ കാഴ്ച കാണാൻ കണ്ണിനെ വിട്ട്, ശബ്ദം കേൾക്കാൻ ചെവിയെ വിട്ട്, ഇങ്ങനെ ഇന്ദ്രിയങ്ങളെ ലാളിച്ചും കൊണ്ടിരുന്നാൽ വീണ്ടും പഴയ പ്രകൃതത്തിലേക്ക് തന്നെ പോവും, അസ്വസ്ഥമാവും മനസ്സെന്നർത്ഥം. രണ്ടാമതും ആ വസിഷ്ഠ മഹർഷിയെ ആശ്രയിച്ച് അങ്ങനെ പരമശിവൻ്റെ സഹായം കൊണ്ട് തൻ്റെ പൗരുഷം വീണ്ടെടുത്ത കഥ എന്ന് പറഞ്ഞ അർത്ഥം. ഇനി അങ്ങനെ അതപ്പൊതിച്ചാലും വിഷമിക്കേണ്ട,
എങ്ങനെയെങ്കിലും മനസ്സിനെ ഉയർത്തിക്കൊണ്ടുവന്ന് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഗുരുനാഥനെ കണ്ട് ആശ്രയിച്ച് തത്വവിചാരം ചെയ്ത് ഉയരാൻ ശ്രമിക്കണം. മൂർച്ച കൂട്ടിക്കൊണ്ടിരുന്നില്ലെങ്കിൽ ഏത് കത്തിയും ഇത്ര വലിയ നല്ല വാളായിട്ടും കാര്യമില്ല. പഴം കൂടി മുറിക്കാൻ പറ്റാണ്ടാവും. പണ്ട് കുറേ മൂർച്ച പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? എപ്പോഴും നല്ല മൂർച്ച ഉള്ളതാവണം മനസ്സ്. എപ്പോഴും ശാസ്ത്രവിചാരം വേണം എന്ന് കാണിക്കാനാണ് ഈ ഒരു കഥ. അങ്ങനെ സഞ്ചരിക്കുമ്പോൾ ചിലപ്പം വീഴ്ച പറ്റും. ച്യവനൻ എന്നാണ് അടുത്ത കഥ, ച്യവനൻ്റെ കഥ. വീഴ്ച എന്ന് പറഞ്ഞാൽ, ച്യവൻ എന്ന് പറഞ്ഞ അർത്ഥം, ച്യവൻ എന്ന് പറഞ്ഞാൽ തന്നെ വീഴ്ച എന്നർത്ഥം, വീണവൻ എന്നാണ്. അങ്ങനെ വീണ് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. വീണത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ബുദ്ധി നന്നല്ലാത്തതുകൊണ്ടാണ്. അയാൾക്ക് ഭാഗ്യം ആരെ കിട്ടി? നല്ലൊരു ഭാര്യയെ കിട്ടി. സുകന്യ എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധി എന്നർത്ഥം. എന്താണ്? മതി എന്ന് പറഞ്ഞാൽ ബുദ്ധി എന്നർത്ഥം. ശ്രീമതി പറഞ്ഞാൽ നല്ല ബുദ്ധി എന്നർത്ഥം. അപ്പോൾ ശ്രീമതി എന്ന് പറയാറില്ലേ? ഇതിൻ്റെ ശ്രീമതി എന്ന് പറഞ്ഞ അർത്ഥം എനിക്ക് നല്ലത് പറഞ്ഞിരുന്നവളാണ്, എന്നെ നേർവഴിക്ക് നയിക്കുന്നവളാണ് എന്നാണ് താല്പര്യം. അങ്ങനെയുള്ളൊരു ബുദ്ധി നമുക്കുണ്ടെങ്കിൽ നേരെയാവും. അങ്ങനെ സുകന്യുള്ളത് കൊണ്ട് ച്യവനൻ വീഴ്ചയിൽ നിന്ന് രക്ഷപ്പെട്ടു. നമുക്കൊക്കെ ഇടയ്ക്ക് വീഴ്ച സംഭവിച്ചാലും നമ്മൾ മനസ്സ് പറയണത് കേൾക്കാതെ ബുദ്ധിയുടെ ആളായിട്ട് മാറുക, സൽബുദ്ധി ഉണ്ടാവുക, ഈശ്വര വിചാരം ചെയ്ത് ശാസ്ത്രം പഠിച്ച് ഏകാഗ്രമായ മനസ്സോടെ മുന്നോട്ട് പോയി ആ വീഴ്ചയിൽ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിക്കണം. വീണ് കിടക്കല്ല വേണ്ടത്. പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ കഴിഞ്ഞു എന്ന് വിചാരിക്കുകയല്ല. അതിന് മെല്ലെ 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 എത്രയോ പ്രശ്നങ്ങൾ വന്ന് പെട്ടവരുടെ കഥയൊക്കെ വായിക്കുക. എന്നിട്ട് അവരൊക്കെ അതൊക്കെ മാറി ഉയർന്നു വന്നില്ലേ? നമ്മളെക്കാൾ വലിയ പ്രശ്നങ്ങളുണ്ടായിട്ടും അതൊന്നും ബാധിക്കാണ്ട് വന്നുവെങ്കിൽ നമുക്കും സാധിക്കും. ശ്രമിക്കണം. അങ്ങനെയാണ് വേണ്ടത്. അതാണ് ച്യവനൻ്റെ കഥ. പിന്നെ അങ്ങനെ കഥ വർണ്ണിച്ചു വരുമ്പം നാഭാഗൻ്റെ കഥ. എല്ലാം നഷ്ടപ്പെട്ടു. പക്ഷേ ഭഗവാൻ സഹായിക്കാനുണ്ടെങ്കിൽ ബന്ധുക്കൾക്ക് പോലും ദ്രോഹിക്കാൻ സാധിക്കില്ല എന്ന് കാണിക്കുകയാണ്. തൻ്റെ ബന്ധുക്കൾ സഹോദരന്മാരൊക്കെ അദ്ദേഹത്തിന് കൊടുക്കാണ്ടൊക്കെ എടുത്തു. പക്ഷെ അദ്ദേഹത്തിന് എന്തുണ്ട്? ഈശ്വരൻ്റെ കൂടെ. പിന്നെന്താ പേടിക്കാൻ? മനുഷ്യത്വമുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് നന്മയുണ്ട്. ഉള്ളിൽ നിഷ്കളങ്ക മനസ്സായതുകൊണ്ട് ഭഗവാൻ കൂടെ നിന്നു, എല്ലാം നേടി. അദ്ദേഹത്തിൻ്റെ മകനാണ് അംബരീഷൻ. അംബരീഷനാണ് ലോകം മുഴുവൻ ഭരിച്ചത് എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. തൻ്റെ അച്ഛൻ്റെ സഹോദരന്മാരൊന്നും കൊടുക്കാണ്ട് പറ്റിച്ചത് അച്ഛനെ. പിന്നെ അവരുടെ കഥ ഒന്നും പിന്നെ പറഞ്ഞിട്ടില്ല. അവരൊക്കെ പിന്നെ സമ്പത്തുണ്ടോ, രാജ്യം ഭരിക്കുകയാണോ ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ പറയണ കഥ അംബരീഷൻ്റെ കഥയാണ്. അംബരീഷോ മഹാഭാഗ സപ്തദ്വീപവതീം മഹീം. അംബരീഷൻ ആ രാജ്യം ഒക്കെ ഭംഗിയിൽ ഭരിച്ചു. രാജ്യം ഭരിക്കുന്ന കൂട്ടത്തിൽ ഭജനവും മറന്നിട്ടില്ല. നമുക്കുള്ള പാഠം നമ്മൾ പറയേണ്ടത് സമയമില്ല സമയമില്ല എന്നാൽ ഭരിക്കണ്ടേ, അതുകൊണ്ട് സമയമില്ല. എന്നാൽ ഈ കഥ കേൾക്കൂ. ഇവിടെ ഭരണമൊന്നും മോശമല്ല, എന്നാൽ അയാൾ ഭജിക്കുന്നുമുണ്ട്. അതുകൊണ്ട് നമ്മളിനി സമയമില്ല നേരമില്ല എന്നുള്ള കളവ് പറയരുത്. ഇത്രയൊക്കെ രാജ്യം ഭരിക്കുന്ന അംബരീഷിന് പോലും സമയമുണ്ടായിരുന്നു. അദ്ദേഹം തൻ്റെ മനസ്സെപ്പോഴും ഭഗവാനിൽ വെച്ചും കൊണ്ട്, രാമകൃഷ്ണദേവൻ പറയും ഏതുപോലെ വേണം, കർമ്മങ്ങളൊക്കെ ചെയ്യണം, ഒന്നും ഒഴിവാക്കണമെന്ന് പറയണില്ല. ഒന്നും ചെയ്യാണ്ട് മടിയനായിട്ടിരിക്കണമെന്ന് ഒരു ശാസ്ത്രം പറയണില്ല. കർമ്മം ചെയ്യാനുള്ളൊരു ചോദന നമുക്കുണ്ടെങ്കിൽ ചെയ്യുന്നതാണ് നല്ലത്. പക്ഷെ അതെങ്ങനെ വേണം? അത് ഈശ്വരാർപ്പണമായിട്ട് അഹന്തല്ലാണ്ട് ചെയ്യണം, അത്രേ പറയണുള്ളൂ. അയാൾ ചെയ്യണ്ട പറഞ്ഞിട്ടില്ല. ചെയ്യാണ്ടിരുന്നിട്ട് കാര്യമില്ല, ഉള്ളിൽ ചെയ്യും. ഉള്ളിൽ ദ്രോഹം ചെയ്യുന്നുണ്ടാവേ, മിണ്ടാണ്ടിരിക്കേണ്ട പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് കർമ്മം ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ ചെയ്യുക വേണം. പക്ഷെ അത് ഫലം ആഗ്രഹിക്കാണ്ട് അഹന്തല്ലാണ്ട് ചെയ്യുക. വലിയ പണക്കാരൻ്റെ വീട്ടിൽ പണിയെടുക്കുന്ന വേലക്കാരിയെ പോലെ ആവണം എന്നർത്ഥം. എന്താണ്? അങ്ങനെയാണ് രാമകൃഷ്ണദേവൻ പറയുക. അതിനറിയാം അവിടെയുള്ള ആ തൻ്റെ അവിടുത്തെ കൊച്ചമ്മയുടെ മകനെ തൻ്റെ മകൻ എൻ്റെ മകനല്ലേ എന്നൊക്കെ ചോദിക്കും. അത് പറയുമ്പോൾ അതിനറിയാം എൻ്റെ മകനല്ല, എൻ്റെ മകൻ വീട്ടിൽ പാവം പട്ടിണിയാണ്, അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടെ താൻ ഈ പണിയൊക്കെ ചെയ്യുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? തൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ടാണ്. അപ്പം മനസ്സെവിടെയാണ്? ഇവിടെ അങ്ങനെ വ്യവഹരിക്കുമ്പോഴും മനസ്സ് തൻ്റെ മകനിലാണ്. ഇതുപോലെ എന്ത് ജോലി ചെയ്യുമ്പോഴും മനസ്സ് ഭഗവാനിലാണ്. എന്നാൽ ആ പണി ആത്മാർത്ഥമായിട്ട് ചെയ്യണില്ലേ, വൃത്തി ചെയ്യുന്നുണ്ട്, ആർക്കും ഒരു ആക്ഷേപമില്ല. തൻ്റെ ജോലിയൊക്കെ താൻ വൃത്തിയിൽ ചെയ്യുന്നുണ്ട്, ആർക്കും അതിനെപ്പറ്റി ആക്ഷേപമില്ല. പക്ഷേ മനസ്സെവിടെയാണ്? മനസ്സ് ഭഗവാനിൽ. ഈ ചെയ്യണതൊക്കെ ഭഗവാന് വേണ്ടി എന്നുള്ള മട്ടിൽ ആ കർമ്മയോഗിയായി കൊണ്ട് കഴിഞ്ഞു അംബരീഷൻ. അദ്ദേഹത്തിൻ്റെ മോഹം എന്താ വെച്ചാൽ ദ്വാദശി വ്രതം അനുഷ്ഠിക്കണം എന്ന ആഗ്രഹം. ഭഗവാൻ അത് മനസ്സിലാക്കി. തൻ്റെ ഭക്തൻ അങ്ങനെ ഒരു മോഹം ഉണ്ടെങ്കിൽ നടക്കട്ടെ. രാജ്യം ഭരിക്കുന്ന തൽക്കാലം തൻ്റെ സുദർശനം ഏറ്റെടുക്കട്ടെ. തൻ്റെ ചക്രം അത് അംബരീഷന് കൊടുത്തു. അങ്ങനെ ആ ചക്രം വേഷന്മാരൊരു ബ്രാഹ്മണനായിട്ട് അംബരീഷൻ്റെ കൊട്ടാരത്തിൽ. നല്ല മന്ത്രി നന്നായ പിന്നെ രാജാവിന് വലിയ പണിയൊന്നുമില്ല. കാര്യങ്ങൾ ആരെ ഏൽപ്പിച്ചു? ഈ മന്ത്രിയെ ഏൽപ്പിച്ചു, സുദർശനത്തെ ഏൽപ്പിച്ചു. ചക്രമാണെന്നുള്ള കാര്യമൊന്നും അംബരീഷൻ അറിഞ്ഞിട്ടില്ല. അങ്ങനെ മന്ത്രി രാജ്യം നോക്കുന്നു. ഇദ്ദേഹം ലീവ് എടുത്ത് പോവുകയാണ്. എങ്ങോട്ട്? മധുവനത്തിൽ.
എന്തിനത്? സാളഗ്രാമ പൂജ, ഒരു കൊല്ലക്കാലം നീണ്ടു നിൽക്കുന്ന ദ്വാദശി വ്രതം. ഈ ആഗ്രഹം തൻ്റെ പത്നിയോട് പറഞ്ഞു. പത്നിയാവട്ടെ മഹിഷ്യ തുല്യശീലയ, അദ്ദേഹത്തിന് ചേർന്ന ഭാര്യ. ഞാനും കുറേ കാലമായിട്ട് ആഗ്രഹിക്കുകയാണ്, എന്നെ കൂടി കൂട്ടുമോ എന്ന് ചോദിച്ചു. അവളും കൂടെ പോയി. അങ്ങനെ കാട്ടിൽ വെച്ച് അവിടെ സാളഗ്രാമ പൂജയും ഭഗവാൻ അഭിഷേകവും സഹസ്രനാമ പാരായണമൊക്കെ ആയിട്ട് അങ്ങനെ ഒരു കൊല്ലക്കാലം നീണ്ടു നിൽക്കുന്ന വ്രതം അനുഷ്ഠിച്ചു. മനസ്സൊക്കെ വളരെ ഏകാഗ്രമായി. അതിൻ്റെ അവസാനത്തിൽ കുറച്ച് ബ്രാഹ്മണരൊക്കെ വന്നപ്പോൾ അവർക്ക് ഭക്ഷണം കൊടുത്തിട്ടാവാ കഴിക്കുക എന്ന് കരുതി അവരെ കാല് കഴുകിച്ചു, പൂജിച്ചു. ആ സമയത്താണ് അവിടേക്ക് ആര് വരുന്നത്? സാക്ഷാൽ ദുർവാസ ഭഗവാനഭൂത്. സാക്ഷാൽ ദുർവാസാവ് മഹർഷി വരികയാണ്. മഹർഷിയെ കണ്ടപ്പം ഭഗവാനായിട്ട് കണക്കാക്കി. എൻ്റെ ഈ പൂജ ഭഗവാൻ ഏറ്റെടുത്തിട്ടു. കാരണം ഇത് അവസാനത്തിൽ ആര് വരുന്നു? ആ പരമശിവൻ്റെ അംശമാണ് ദുർവാസാവ് മഹർഷി. അദ്ദേഹത്തെ പൂജിക്കാനായിട്ട് ഒരുങ്ങി. അങ്ങ് വേഗം പോയിട്ടൊന്ന് കാല് കഴുകി വരൂ കേട്ടോ. അങ്ങനെ തന്നിട്ട് വേണം എനിക്ക് കഴിക്കാൻ. വേഗം പോയി കാല് കഴുകി വരൂ, മുഹൂർത്തം ആവാറായി, പാരണ ചെയ്യേണ്ട സമയം. മഹർഷി വിചാരിച്ചു തന്നോട് ഇങ്ങോട്ട് കൽപ്പിക്കുക. ഇന്ന് വരെ ആരും ഇങ്ങനെ വേഗം പോയി വരുമെന്നൊന്നും പറഞ്ഞിട്ടില്ല. ദീർഘയാത്ര കഴിഞ്ഞിട്ടാണ് വരുന്നത്, കുളിക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹം കുളിക്കാനായിട്ട് പോയി. എന്നാൽ അവിടെ ഇരുന്ന് ധ്യാനിക്കുകയാണ്. സമയമായി, മുഹൂർത്തം തെറ്റിയാൽ ഫലം മാറുന്ന പറയുക. അപ്പോൾ താൻ ഇത്രയും കാലം വളരെ നിഷ്ഠയോടുകൂടി ചെയ്ത ഈ ഒരു വ്രതത്തിന് ഭംഗം വന്നാൽ വയ്യ. അതിഥിയായിട്ട് ഒരാൾ വന്നിട്ട് അയാൾക്ക് കൊടുക്കാണ്ട കഴിച്ചാൽ അതും മോശം. എന്ത് വേണം? അവിടെയുള്ള പണ്ഡിതന്മാരോട് ചോദിച്ചു, എന്താപ്പോൾ ഞാൻ ചെയ്യണ്ടു? കഴിക്കേണ്ട സമയമായി, അദ്ദേഹത്തിന് കൊടുക്കാണ്ട കഴിച്ചാൽ അതും മോശമാണ്. അപ്പോൾ അവിടെയുള്ള പണ്ഡിതർ പറഞ്ഞു, അതെ ലേശം തീർത്ഥം സേവിച്ചോളൂ. അങ്ങനെ ഒരു പക്ഷമുണ്ട്. തീർത്ഥം സേവിച്ചാൽ അത് ആഹാരത്തിൽ പെടുമോ ചോദിച്ചാൽ പെടും, ഇല്ലേ ചോദിച്ചാൽ ഇല്ല. പാരണ ചെയ്യലുമായി, എന്നാൽ കൊടുക്കാണ്ട കഴിച്ചുകൊണ്ടുള്ള ദോഷമല്ല തീർത്ഥം സേവിച്ചാൽ കഴിച്ചതായിട്ട് കണക്കാക്കുമോ? ഇങ്ങനെയൊരു പക്ഷമുണ്ട്. ഇനിയിപ്പോൾ മഹർഷി വന്നാൽ ഞങ്ങൾ പറഞ്ഞതൊന്നും പറയണ്ട, കാരണം പേടി അവർക്കുണ്ട്. ഏതായാലും തീർത്ഥം സേവിച്ചു, കൈ കഴുകാൻ പുറപ്പെട്ടപ്പോഴാണ് ദുർവാസ മഹർഷി കുളി കഴിഞ്ഞ് കയറി വരുന്നത്. മഹർഷി വിചാരിച്ചു മസാല ദോശ കഴിച്ചിട്ട് കൈ കഴുകാന്ന്. തീർത്ഥം സേവിച്ചിട്ടേ ഉള്ളൂ, പക്ഷേ അറിഞ്ഞില്ല. താൻ എന്നെ പിന്നെ എച്ചിൽ തീറ്റിക്കാൻ വേണ്ടി ക്ഷണിച്ചതാണോ എന്ന് ചോദിച്ച് ആ തലമുടി എടുത്ത് നിലത്തങ്ങോട്ട് അടിച്ചു. അതിൽ നിന്നൊരു കൃത്യമുണ്ടായി. നേരെ ആ അംബരീഷിൻ്റെ നേരെ. ഇതും ദുർവാസാവ് മഹർഷി അംബരീഷിനെ പരീക്ഷിക്കട്ടോ. എന്താണ് ഇത് കണ്ട് ഇനി ദുർവാസാവ് മഹർഷി മോശം എന്ന് വിചാരിക്കേണ്ട. ഇതിൻ്റെയൊക്കെ താല്പര്യം എന്താ വെച്ചാൽ ദുർവാസാവ് എന്നുള്ളതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ദുർവാസന. ഒരു സാധകന് വരാൻ പോകുന്ന അപകടങ്ങൾ പറയുകയാണ്. കുറേയൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടേ, അതൊക്കെ ശുദ്ധാക്കി ജയിച്ച് മുന്നോട്ട് പോകുക പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. നമ്മുടെ ശത്രുക്കൾ പുറത്തല്ല, എവിടെയുള്ളത്? ഉള്ളിൽ തന്നെയാണ്. അനവധി ജന്മങ്ങളായിട്ട് നമ്മൾ ആർജിച്ച സംസ്കാരത്തെ നമുക്ക് തരണം ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. ശ്രദ്ധിച്ചിരുന്ന് ഭാഗവതം കേൾക്കാൻ ഇരിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുന്നത് എളുപ്പമൊന്നുമല്ല കേട്ടോ. ഒരു 15 മിനിറ്റൊക്കെ കേൾക്കാം. ഇന്നത്തെ പ്രഭാഷണം നമുക്ക് തന്നെ തോന്നി കുറച്ച് കൂടിപ്പോയോ. അത് കഴിഞ്ഞ് റെക്കോർഡ് ചെയ്ത് നോക്കുമ്പോൾ 2.25 മണിക്കൂർ. ഒരു സിനിമ നമുക്ക് കാണാൻ പറ്റും. അതിലെന്തൊക്കെ ഉണ്ടാവും? അതിലിടയ്ക്ക് 2 പാട്ടുണ്ടാവും, സ്റ്റണ്ട് ഉണ്ടാവും, അത് കുറേ കോമഡി ഇങ്ങനെയൊക്കെ നേടണം മതിയാവും. മുഷിയാണ്. അങ്ങനെ ഇരിക്കെ ഒരു പ്രഭാഷണത്ര നേരമൊക്കെ ആയാൽ നമുക്ക് സാധിക്കില്ല. ഇടയ്ക്ക് ഉറങ്ങിപ്പോവും, അതല്ലെങ്കിൽ എന്തെങ്കിലും ചിന്തകൾ വരും, ഈ കേട്ട കാര്യമൊക്കെ അങ്ങോട്ട് മറന്നുപോവും. എളുപ്പമല്ല എന്നർത്ഥമാണ്. നമ്മുടെ വാസന നമ്മൾ സമ്മതിക്കില്ല. ഉള്ളിലുള്ള സംസ്കാരം അത് പൊന്തി വരും. അതാണ് ദുർവാസാവ്. ആ ദുർവാസനയെ ഇല്ലാണ്ടാക്കണം വെച്ചാൽ അത് സുദർശനം കൊണ്ടേ സാധിക്കുള്ളൂ. സുദർശനം എന്ന് പറഞ്ഞാൽ നല്ല കാഴ്ചപ്പാട്, സുദർശനം, വ്യക്തമായ ദൃഷ്ടി. കുറച്ച് കഷ്ടപ്പെട്ടിട്ട് ശാസ്ത്രം പഠിക്കുക, തെളിച്ചുണ്ടാവട്ടെ എന്നാണ്. ഭഗവാന്റെ കാരുണ്യവും വേണം. അംബരീഷണതുണ്ട്. ഭഗവാന്റെ കാരുണ്യവും സുദർശനവും ഉണ്ടെങ്കിലേ ദുർവാസനയെ അതിക്രമിക്കാൻ ഒരു സാധകന് സാധിക്കൂ. സാധകന്മാരുടെ കഥയാണ് നവമസ്കന്ധം മുഴുവൻ. അവരൊക്കെ അവരുടെ ദുർവാസനയെ, അവരുടെ ഉള്ളിലുള്ള കുഴപ്പങ്ങളെ അവരെങ്ങനെ അതിക്രമിച്ചു എന്ന് കാണിച്ചു തരികയാണ് ഈ കഥ. അങ്ങനെ കാണാം. അല്ലെങ്കിൽ പോയി കഥയ്ക്കൊന്നും ഇപ്പോൾ ഒരു അർത്ഥമില്ല. കുറേ കഥ അങ്ങനെ എന്തിനാ ഇപ്പോൾ കഥ തോന്നും. കഥ പറഞ്ഞത് കഥല്യായ്മല്യാൻ്റെ ആവാന. കഥ കേട്ട് അതിൽ ഭ്രമിക്കാനല്ല. ആ കഥയൊക്കെ ഒരു താല്പര്യമുണ്ടെന്ന് അർത്ഥം. ഇവിടെ ദുർവാസാവ് മഹർഷി മോശ വിചാരിക്കേണ്ട, അദ്ദേഹം പരീക്ഷിക്കുകയാണ്. ആ കൃത്യം അങ്ങോട്ട് വന്ന സമയത്ത് പരിഭ്രമിച്ചോ ഈ അംബരീഷൻ. തൊഴുതു നിന്നു. കൃത്യയെ കണ്ടപ്പോഴും ഭഗവാനായിട്ട് കണക്കാക്കി. ഭഗവാനല്ലാണ്ടൊന്നുമില്ല. താനിപ്പം അങ്ങോട്ട് മരിക്കുകയാണെങ്കിൽ അത് ഭഗവാന്റെ സങ്കല്പമാവും. എന്താണ്? അല്ല, ഒക്കെ ഭഗവാന്റെ സങ്കല്പമല്ലേ നടക്കണതൊക്കെ. താൻ മരിക്കുകയാണെങ്കിൽ അതും ഭഗവാന്റെ സങ്കല്പം നടക്കട്ടെ. തൻ്റെ സങ്കല്പമല്ല മുഖ്യം. എന്താ മുഖ്യം? ഭഗവാൻ. നമുക്കതാ മുഖ്യം, നമ്മുടെ സങ്കല്പം. നമ്മളിങ്ങനെ പോയി പറയില്ലേ ഭഗവാൻ ഇങ്ങനെയൊക്കെയാണ്, അപകടമാക്കരുതേ. നമുക്ക് സങ്കല്പമില്ലെങ്കിൽ ഭഗവാനെ അങ്ങനെ സങ്കല്പം എന്ന് വെച്ചാൽ നടക്കട്ടെ എന്നല്ലേ വിചാരിക്കേണ്ടത്. ഒന്നും പ്രത്യേകിച്ച് പോയി പറയില്ലല്ലോ. നമ്മളീ പറയണത് എന്താ? നമുക്ക് നമ്മുടെ സങ്കല്പമാണ് മുഖ്യം. ഭക്തന്മാർക്ക് അങ്ങനെയല്ല. നടക്കണതൊക്കെ ഭഗവാന്റെ സങ്കല്പം നടക്കട്ടെ, അവരായിട്ടൊന്നും ചോദിക്കില്ല. തൻ്റെ അന്ത്യം മുന്നിൽ കണ്ടിട്ടും
ഒരു പ്രശ്നവുമില്ല, ഒരു കുലുക്കുമില്ലാണ്ട പുഞ്ചിരിച്ച് നിൽക്കുകയുണ്ടായത് അംബരീഷൻ. സത്യാന്ന ചലിതോ മഹാൻ, ആ മഹാൻ ചലിച്ചില്ല. ആ പാദം ന ചചാല പദാൻ നൃപ. പരീക്ഷത്തെ ഞാൻ നോക്കി അംബരീഷൻ്റെ കാലൊന്ന് പിന്നോട്ട് ആ കൃത്യം വന്നപ്പോഴും ഒരു പ്രശ്നവുമില്ല. പക്ഷേ അംബരീഷനൊന്നും പറ്റില്ല കേട്ടോ. അയാളുടെ രക്ഷ ആരേറ്റെടുത്തിട്ടുണ്ട്? ഭഗവാൻ ഏറ്റെടുത്തില്ലേ? സുദർശനം അങ്ങോട്ട് വന്നു, ചക്രം ആരെ ദഹിപ്പിച്ചു? ആ കൃത്യയെ ദഹിപ്പിച്ചു. കൃത്യയെ പറഞ്ഞു വിട്ട ആളുടെ അടുത്തേക്ക് പുറപ്പെട്ടു. ദുർവാസ മഹർഷി ആവട്ടെ മുണ്ട് മടക്കുത്തിൽ ഒറ്റോട്ട, പിന്നാലെ ചക്രവും പോയി. എവിടെ പോയിട്ട് രക്ഷയില്ല എന്ന് കണ്ടപ്പം വിഷ്ണു ഭഗവാന്റെ അടുത്ത് വന്നു. ഭഗവാൻ പറഞ്ഞു, എനിക്കൊന്നും ചെയ്യാനില്ല, ഞാൻ അംബരീഷൻ്റെ ഭക്തനാ. അംബരീഷൻ എൻ്റെ ഭക്തൻ എന്നല്ല, ഞാൻ അംബരീഷൻ്റെ ഭക്തനാ. അഹം ഭക്തപരാധീന. ഈ ചക്രം അങ്ങയുടെ അല്ലേ, എൻ്റേതായിരുന്നു മഹർഷേ, ഞാനത് അദ്ദേഹത്തിന് കൊടുത്ത പിന്നെ അയാളുടെയാണ്. പിന്നെ നമ്മൾ അതിനെപ്പറ്റി അന്വേഷിക്കരുത്. കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അയാളുടെ, ഞാനത് ഭക്തന് കൊടുത്തു, ദുപം അംബരീഷൻ്റെ. ഇനിയിപ്പോൾ തനിക്ക് അതിനെപ്പറ്റി വല്ല സംശയം ഉണ്ടെങ്കിൽ അംബരീഷനോട് ചോദിക്കുക, എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. നേരെ ഓടി അംബരീഷൻ്റെ അടുത്തേക്ക്. അംബരീഷനാവട്ടെ ഒരു കൊല്ലക്കാലം ഒന്നും കഴിച്ചില്ല. ഇപ്പോൾ ഒരു കൊല്ലക്കാലം ദുർവാസ മഹർഷിയുടെ ഓട്ടം അപ്പോഴും ഒന്നും കഴിച്ചില്ല. കാരണം തൻ്റെ ഒരു കൊല്ലക്കാലത്തെ വ്രതത്തിൻ്റെ ഫലം ഒരു മഹാത്മാവിനൊരു ആപത്തുണ്ടാവുക പറഞ്ഞാൽ സഹിക്കാൻ പറ്റും? തൻ്റെ വ്രതം കാരണം ദുർവാസ മഹർഷിക്ക് വിഷമം വരിക പറഞ്ഞാൽ സഹിക്കാൻ പറ്റും? നമ്മളാച്ച നേട്ടമായിട്ടാണ് കണക്കാക്കുക. എനിക്കിട്ട് പണി തന്ന ആൾക്ക് ഞാനും ഒന്ന് കൊടുത്തു എന്നല്ലേ വിചാരിക്കുക. നമുക്ക് സാത്വികന്മാരുടെ മനസ്സ് സഹിക്കില്ല. അതുകൊണ്ട് ഭക്ഷണം കഴിച്ചില്ല. ആ മഹാത്മാവിന് അപകടം ഉണ്ടാവരുതേ, വിഷമം ഉണ്ടാവരുതെന്ന് പ്രാർത്ഥിച്ചിരിക്കുന്ന അംബരീഷനെ കണ്ട സമയത്ത് ദുർവാസാവിൻ്റെ കണ്ണ് നിറഞ്ഞു. ഇങ്ങനെ ഉണ്ടോ ഒരു നിഷ്കളങ്ക മനസ്സ്? അദ്ദേഹം തൊഴുതങ്ങട്ട് നമസ്കരിച്ചു. താൻ വലിയ മഹർഷിയാണെന്നുള്ള അഭിമാനം ഒക്കെ പോയി. അംബരീഷനെ തൊഴുതങ്ങട്ട് നമസ്കരിക്കാൻ പുറപ്പെട്ടു. അംബരീഷൻ സംഭവിച്ചില്ല. അങ്ങ് മഹാബ്രാഹ്മണൻ, ഈ ക്ഷത്രിയനായിട്ടുള്ള എന്നെ നമസ്കരിക്കുക പാടില്ല എന്ന് പറഞ്ഞ് അങ്ങോട്ട് നമസ്കരിക്കുന്നു. ഇരുത്തി ഭക്ഷണമൊക്കെ കൊടുത്തു, അതൊക്കെ കഴിച്ചു. അംബരീഷനെ അനുഗ്രഹിച്ചു ദുർവാസ മഹർഷി. അവിടുന്ന് കെട്ടിപ്പിടിച്ചു അംബരീഷനെ. എല്ലാ ദിക്കിലും പോയാൽ തൻ്റെ കൂട്ടുകാരൻ അംബരീഷനെ പറ്റി അങ്ങനെ പുകഴ്ത്തി പറയും. ഞാനേ ഒരു ദിവസം അറിഞ്ഞുട്ടോ, എന്ത്? വിഷ്ണുഭക്തന്മാരുടെ മഹത്വം. അഹോ അനന്തദാസാനാം മഹത്വം ദൃഷ്ടമദ്യമേ കൃതാകസോപി യദ്രാജൻ മംഗളാനി സമീഹസേ. അവരങ്ങോട്ട് ഉപദ്രവിച്ചാൽ ഇങ്ങോട്ട് ഉപദ്രവിക്കില്ല എന്ന് മാത്രമല്ല, നമ്മളങ്ങോട്ട് ഉപദ്രവിച്ചാൽ നമ്മളെന്താ ചെയ്യുക? അങ്ങോട്ട് ഉപദ്രവിക്കുക ഇല്ല, അത്രയല്ലേ ഉള്ളൂ. പക്ഷെ ഉള്ളിലെന്ത് പറയും? നേരെയാവില്ലടോ, ഉപദ്രവിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പറ്റാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് ഉള്ളിൽ സജ്ജനങ്ങൾ അങ്ങനെയല്ല. അങ്ങോട്ട് ഉപദ്രവിക്കില്ല എന്ന് മാത്രമല്ല, ഉപകാരം ചെയ്യും. എന്താണ് ഉപകാരം ചെയ്യുക? അതല്ലേ ഇപ്പോൾ ഇവിടെ ഉണ്ടായത്. ദുർവാസ മഹർഷി അംബരീഷനെ ഉപദ്രവിക്കാൻ നോക്കി, ഇങ്ങോട്ട് ഉപദ്രവിച്ചില്ല എന്ന് മാത്രമല്ല, ദുർവാസ മഹർഷി വിഷമിക്കുമ്പം നേരെയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയല്ലേ ഉണ്ടായത്. കൃതാകസോപിയദ്രാജൻ. അങ്ങനെയാണ് വിഷ്ണു ഭക്തന്മാർ. അവരെ ഉപദ്രവിച്ചാലും ഉപദ്രവിക്കുന്നവൻ നേരെയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ചന്ദനമരം പോലെയാണ്. അത് വെട്ടി 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 ആ വെട്ടുന്നവനും സുഗന്ധ കൊടുക്കുക. കോടാലി ഒന്ന് വാസന ചോക്കൂ, ദുർഗന്ധം ഉണ്ടാവുക. ചന്ദനമരം കണ്ട് വീഴും, അപ്പോഴും വെട്ടിയ കോടാലിക്ക് സുഗന്ധം. തന്നെ ദ്രോഹിക്കുന്നവന് പോലും നന്മ കൊടുത്ത്, അമ്മമാരെ പോലെ. ദ്രോഹിക്കുന്ന മകനും നേരെയാവട്ടെ എന്ന് പറഞ്ഞിട്ട് ആര് പോവുള്ളൂ? നല്ല അമ്മമാർ പോവുള്ളൂ. ഇതുപോലെയല്ലേ സജ്ജനങ്ങൾ എന്ന് പറഞ്ഞ് വിഷ്ണു ഭക്തന്മാരുടെ മഹത്വം പറഞ്ഞു നടന്നു അത്രേ. അതാണ് ആ അംബരീഷൻ്റെ കഥ. ആ വംശത്തിൽ യുവനാശു എന്ന് പേരായിട്ടൊരു രാജാവ്. ആ രാജാവിൻ്റെ കഥ വർണ്ണിച്ച് വരുമ്പോൾ സൗഭരി മഹർഷി ഒരു സാധകനാണ്. ഏകാന്തത്തിലിരിക്കണമെന്ന് വിചാരിച്ച് മനസ്സിനെ അടക്കാനായിട്ട് അദ്ദേഹം പല ദിക്കിൽ പോയിരുന്നു. പക്ഷെ എവിടെയാകുമ്പോൾ മനസ്സ് ചലിക്കുക. എവിടെ പോയിരുന്നാലും ശരിയാവണില്ല. നമ്മളിങ്ങനെ ഇരിക്കും, ഓരോ ഭാഗത്ത് പോയിരിക്കില്ലേ, സൗകര്യം നോക്കിയിട്ട് എവിടെ ഇരുന്നാലും. നമുക്ക് ഹിമാലയത്തിൽ പോയാലോ എവിടെ പോയിട്ടും കാര്യമൊന്നുമില്ല. നേരെ ആവണമെന്ന് ഉദ്ദേശം ഉണ്ടെങ്കിൽ എവിടെ ഇരുന്നാലും കുഴപ്പമില്ല. നമുക്ക് ഉള്ളിൽ അങ്ങനെ ഒരു ശ്രദ്ധ ഇല്ലെങ്കിൽ ഇനി എവിടെ ഇരുന്നിട്ടും കാര്യമില്ല. അത് കാണിക്കണം ഇപ്പോൾ ഈ കഥ. മനസ്സെവിടെ വയ്ക്കണമെന്നുള്ളതല്ലേ പ്രധാനം. ഇവിടെ അങ്ങോട്ട് കണ്ണടച്ചിരുന്ന് ഹിമാലയത്തിലെ വിചാരിച്ചു നോക്കും, അതേ അവസ്ഥ അവിടെ അനുഭവിക്കാൻ പറ്റും. ഇനി ഹിമാലയത്തിൽ പോയിട്ടും കാര്യമില്ല. നമുക്ക് ശ്രദ്ധ എവിടെയായിരിക്കും? അടുക്കളയുടെ വാതിൽ പൂട്ടിയോ എന്തോ, അവിടെ ഗംഗയുടെ തീർത്ത് നിന്നിട്ടേ എത്ര പെട്ടെന്ന് ഇങ്ങോട്ട് വരണമെന്നുള്ള വിചാരം ഉണ്ടാവുക. അതുകൊണ്ട് നമ്മളൊക്കെ ഇനിയിപ്പോൾ എവിടെ പോയിട്ടും നമുക്ക് ആ ബാങ്കിനെ പറ്റിയുള്ള വിചാരം തന്നെ ഉണ്ടാവുള്ളൂ എന്നാണ്. വേറൊന്നും നമ്മൾ കരുതണം. ഒക്കെ ഒഴിവാക്കി പോകാൻ വെച്ചാൽ കുഴപ്പമില്ല, ചിന്തിക്കാനൊന്നുമില്ല. ഇത് കുറേ ചിന്തയായിട്ട് നടന്നാൽ എവിടെ പോയിട്ടെന്താ. പക്ഷെ നേരെയാണെന്നുള്ള വിചാരം കേട്ടോ സൗഭരി മഹർഷിക്ക്. അദ്ദേഹം അതുകൊണ്ട് മറ്റൊന്നും ധ്യാനിക്കേണ്ട എന്ന് കരുതി അങ്ങനെ ഇരുന്നു. പക്ഷേ ഇടയ്ക്ക് കണ്ണ് തുറന്നു കഴിഞ്ഞാൽ പലതും കാണുമ്പോൾ അത് ഉള്ളിൽ പതിയുക. പുരുഷന്മാർ, സ്ത്രീകൾ ഒരു കല്യാണം കഴിച്ച് കഴിയുന്നതൊക്കെ കാണുമ്പോൾ ഉള്ളിൽ അങ്ങനെ എന്തൊരു കഷ്ടമാണ് തോന്നുക. അങ്ങനെ അദ്ദേഹം
വിചാരിച്ചു കാട്ടിലേക്ക് പോയാൽ പിന്നെ ഇവരൊന്നും കാണണ്ടല്ലോ എന്ന് കരുതി കാട്ടിൽ പോയപ്പോൾ കണ്ണടച്ച് കുറച്ച് ദിവസം ഇരുന്നു. അങ്ങനെ കണ്ണു തുറന്നപ്പോൾ അവിടെയുണ്ട് സിംഹത്തിനെ കല്യാണം കഴിക്കുന്നുണ്ട്, മുയലിനെ കല്യാണം കഴിക്കുന്നുണ്ട്, അവിടെ ഉണ്ടെന്ത് ഇവിടെ ഉണ്ടെന്നുള്ള വിഷയസുഖങ്ങൾ എന്നും പറഞ്ഞ് അദ്ദേഹം കണ്ണടച്ചു. അങ്ങനെ നദിയിൽ പോയി തപസ് ചെയ്യണം. കാളിന്തിയിൽ പോയി തപസ് ചെയ്തു. അപ്പോൾ പ്രശ്നമില്ലല്ലോ, നദിയിലാകുമ്പോൾ ബുദ്ധിമുട്ടില്ല. കുറച്ച് കാലം തപസ് ചെയ്ത് കണ്ടു തുറന്നപ്പോൾ അവിടെ ഉണ്ട് മത്സ്യത്തിൻ്റെ ഭാര്യയും കൂട്ടെല്ലാം കൂടി സിനിമ കാണാൻ പോവുക. ഇവിടെയുണ്ട് ഈ വൃത്തികേട് എന്നും പറഞ്ഞ് അദ്ദേഹം ഇത് വൃത്തികേടായിട്ട് വിചാരിക്കേണ്ട, ഓരോരുത്തരുടെ ധർമ്മം ചെയ്യണം, താനത് ചെയ്യണമെന്നുണ്ട്, എനിക്ക് വേണ്ടെങ്കിൽ വേണ്ട വെച്ചാൽ പോരെ, അത്രയല്ലേ ഉള്ളൂ. ലോകം അങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മളുടെ മനസ്സിനെ ഏകാഗ്രമാക്കുക, മറ്റുള്ളവരായിട്ട് നമ്മൾ താരതമ്യം ചെയ്യാനോ അതുപോലെ ആവാനോ നോക്കണ്ട. ആരും ഭാഗവതം വായിക്കണില്ല, ഞാനും വായിക്കണില്ല, അത് വേണ്ട, അത് വായിക്കുന്നവർ കുറവായിരിക്കും എന്ന് കരുതിയിട്ട് താനും നിർത്തിയാലോ? അതല്ല, തനിക്കിതാണ് താല്പര്യം, അത് ചെയ്യുക, മുന്നോട്ട് പോവുക. അത് എത്ര പേര് കൂടെ ഉണ്ടോ നോക്കിയിട്ടോ, എല്ലാവരും തന്നെ ഉത്സാഹിക്കുന്നുണ്ടോ, ഇങ്ങനെ പുറപ്പെട്ടാൽ എല്ലാവരും അഭിനന്ദിക്കുകയോ നോക്കിയിട്ടല്ല. സൗപരി മഹർഷിക്ക് പക്ഷേ ഇപ്പം മനസ്സ് മാറിയിട്ടോ, ഒന്ന് കഴിക്കായിരുന്നു നോക്കണേ, അത്രയ്ക്ക് അങ്ങോട്ട് പോയിട്ട് പോലും അതാ പറയണത്. നമ്മളീ പരീക്ഷിക്കാൻ നിൽക്കണ്ട. എത്ര പോയാലും കാമവാസന അത്ര എളുപ്പമൊന്നും പോവില്ല. ചില ആചാര്യന്മാർ പറഞ്ഞത് മരിച്ച് 10 മിനിറ്റ് കഴിഞ്ഞാലും ഉണ്ടാവുന്ന എന്ത് മോഹം, ആർത്തി, അത് പോകുന്നില്ല, അത് പിന്നെയും അത്രയ്ക്കുണ്ട് അതിൻ്റെ ബലം. അതുകൊണ്ട് കരുതണം. ഇവിടെ അദ്ദേഹം വിവാഹം കഴിക്കണമെന്ന് മോഹമായി. അങ്ങനെ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി മാന്ധാതാവ് എന്ന് പേരായിട്ടൊരു രാജാവുണ്ട്, രാജാവിന് കുറേ പെൺമക്കളുണ്ട്, 50 പെൺകുട്ടികളുണ്ട്. എന്നാൽ ചോദിച്ചാൽ കിട്ടിയിരിക്കും ഒന്നിനെ എന്ന് കരുതി അദ്ദേഹം പോയി ചോദിച്ചു. മാന്ധാതാവിന് അദ്ദേഹത്തെ കണ്ടപ്പോൾ കൊടുക്കാൻ തോന്നിയില്ല. എന്നാൽ തരില്ല എന്ന് പറയാൻ വയ്യ, തപസ്സുണ്ടേ, ശപിച്ചാലോ പേടിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, അതെ എനിക്ക് പിന്നെ എന്താ വെച്ചാൽ അങ്ങേപ്പോലൊരു മഹാത്മാവിനെ കുട്ടിയെ തരിക പറഞ്ഞാൽ വലിയ ഭാഗ്യമല്ലേ. ഭാഗ്യം വർത്തമാനം കൊണ്ട് ഒപ്പിക്കുക. പിന്നെ എന്താ വെച്ചാൽ കുട്ടികൾക്ക് ഇഷ്ടമാവണം, നമ്മളിവിടെ കൊടുത്തിട്ട് കാര്യമില്ല. പിറ്റേ ദിവസം കുട്ടിയും കെട്ടണ വന്നാലോ ഡൈവേഴ്സായാൽ വയ്യ. അപ്പം അതുകൊണ്ട് കുട്ടികൾക്ക് ഇഷ്ടമാവണം. അങ്ങ് ചെല്ലൂ, 50 കുട്ടികൾക്ക് ആർക്കാണ് ഇപ്പോൾ അങ്ങനെ ഇഷ്ടമാണെന്ന് വെച്ചാൽ ഞാൻ വിവാഹം കഴിച്ചു തരാം, എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞു. രാജാവിൻ്റെ ഉദ്ദേശം എന്താ? ഇദ്ദേഹം കണ്ട് പോയ ഒരൊറ്റ കുട്ടിയും കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തെ കണ്ടാൽ 97 വയസ്സായി, അതും കുറേ കാലം 35 വർഷം വെള്ളത്തിലാണ്. എങ്ങനെ ഉണ്ടാവും കാണാൻ? വലിയ പലിത ഏജത്ക, തലയൊക്കെ അങ്ങനെ ആടുകയാണ്, അങ്ങനൊരു മനുഷ്യൻ. അപ്പം അദ്ദേഹം അവസാനം വിഷമിച്ച് പോകുമ്പം അടുത്ത് വന്ന് പറയാൻ, എന്ത് ചെയ്യാൻ, ആ കുട്ടികൾക്ക് ഇഷ്ടമാവണ്ട, ഇപ്പോഴത്തെ കുട്ടികളല്ലേ, പണ്ടൊക്കെ വെച്ചാൽ നമ്മൾ പറഞ്ഞാൽ കേൾക്കും, ഇപ്പോഴത്തെ കുട്ടികളോടൊന്നും പറയാനും വയ്യ, എന്തെങ്കിലും പറഞ്ഞാൽ ആത്മഹത്യ കണ്ടു ചാടുക, എന്തെങ്കിലും പറഞ്ഞാൽ ഒന്നും ഉണ്ടാൻ വയ്യ. എത്ര രക്ഷിതാക്കൾ ഇങ്ങനെ പേടിച്ച് കഴിയുണ്ടെന്ന് അറിയോ? ഒന്നും ഉണ്ടാൻ വയ്യ, എന്താ ചെയ്യാൻ ഇഷ്ടമല്ല, എന്നാൽ ഒന്ന് തുറന്ന് പറയൂല്ലേ, എന്ത് ചോദിച്ചാലും തിരിച്ചിങ്ങനെ ഇരിക്കും. ചില കുട്ടികൾ പ്രതികരിക്കില്ലേ, എന്താ ഇപ്പോൾ ഉള്ളിലുള്ളത് പറയണമെന്ന് വെച്ചാൽ മിണ്ടിയാലല്ലേ അറിയുള്ളൂ. എന്ത് ചോദിച്ചാലും അങ്ങനെയുള്ളൊരവസ്ഥയല്ലേ. അതുകൊണ്ട് എന്ത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് വിടാം എന്നാണ് വിചാരിച്ചത്. മഹർഷിക്ക് കാര്യം മനസ്സിലായി. മഹർഷി പൂജാമുറി എവിടെ ചോദിച്ചു, അങ്ങോട്ട് പോയി. അവിടെ പലകെട്ട് അവിടെ ഇരുന്ന് കണ്ണടച്ച് പ്രാണായാമം ചെയ്തപ്പോഴേക്കും രൂപം കണ്ട് മാറി, സുന്ദരനായിട്ട് മാറി. 24 വയസ്സ്. അദ്ദേഹം അങ്ങോട്ട് പോയി, ആരാപ്പം എന്നെ വിവാഹം കഴിക്കണോ, അച്ഛൻ സംഭവിച്ചിട്ടുണ്ട്, ആർക്ക് വേണമെങ്കിൽ എന്നെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ അവരൊക്കെ കൈകൊന്തിച്ചു, എല്ലാവരും 50 പേരും. എന്നാൽ തിരക്കൂട്ടണ്ട, ഒരു വരിയായിട്ട് വന്നോളൂ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അങ്ങനെ ഒരു വരിയായിട്ട് ഒരു ജാഥ നയിച്ചങ്ങോട്ട് പോയി. ഇങ്ങനെയാണ് സൗഭര്യ മഹർഷി വിവാഹം കഴിച്ചത്. അങ്ങനെ പോയി ഭഗവാനിലെത്തേണ്ട ആളായിരുന്നു. പക്ഷെ എന്ത് പറ്റി? അവിടുന്ന് അങ്ങോട്ട് വീണു. 50 കല്യാണം കഴിച്ചു, ഒന്നും കഴിക്കാണ്ടിരുന്ന ആളാണ്. അവസാനം 50 കല്യാണം കഴിച്ച് ഓരോ ഭാര്യമാരിലും 10 കുട്ടികളാണ്. അപ്പോൾ എത്ര കുട്ടികളായി? 500 കുട്ടികൾ. അദ്ദേഹം അവസാനം പറഞ്ഞു, എൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടില്ലേ, ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥ. അഹോ ഇമം പശ്യത മേ വിനാശം. നമ്മളൊരു സാധനം തുടങ്ങിക്കഴിഞ്ഞാൽ ഫലം കിട്ടുന്നത് വരെ അതിൻ്റെ പിന്നാലെ പോകണം. തൽക്കാലം തുടങ്ങി നിർത്തരുത്. നമ്മൾ പിന്നെ ഓരോന്ന് ഒരു ഗുരുനാഥൻ്റെ അടുത്ത് പോയി 10 ദിവസം കഴിഞ്ഞാൽ ആ ഗുരുനാഥൻ പോരാ, ഇനി വേറെ ഗുരു, അവിടെ പോയി കുറച്ച് ദിവസം കണ്ണടച്ച് മൂക്കുത്തിക്ക് ഇരിക്കും, എന്നിട്ട് കഴിഞ്ഞാൽ അത് വിട്ടു, പിന്നെ അടുത്ത ദിക്കില്ല. അങ്ങനെയല്ല, ഫലം കാണുന്നത് വരെ. നമ്മളിപ്പോൾ ഒരു തൈ നട്ടു, മാവിൻ്റെ തയ്യേ നട്ടു, എന്നിട്ട് 2 ദിവസം കഴിയുമ്പോൾ എടുത്ത് നോക്കുക, വരുണ്ടോ? ഇല്ല, അവിടെ തന്നെ വെച്ചു. ഒരു 10 ദിവസം കഴിഞ്ഞ് വീണ്ടും എടുത്ത് നോക്കി, പിടിക്കുമോ? അത് നോക്കണ്ട. നമ്മളിങ്ങനെ വെള്ളമൊഴിക്കുക, അതിനെ പരിപാലിക്കുക, അത്രയും കൊണ്ട് എടുത്തു നോക്കരുത്. ഇത് നമ്മൾ പരീക്ഷിക്കാൻ നിൽക്കുകയാണ്, ഞാൻ സിദ്ധനായോ നോക്കട്ടെ എന്ന് പറയാൻ നിൽക്കണ്ട. അതിന് നമ്മൾ ശ്രമിക്കണം. നമ്മളെ വഴിക്ക് അങ്ങനെ പോവുക മാത്രമേ പാടുള്ളൂ. ഇടയ്ക്ക് വെച്ച് പരീക്ഷിക്കാൻ നിൽക്കരുതേ. ഞാനെന്ത് പരീക്ഷിച്ചു, എനിക്ക് സിദ്ധി വന്നില്ലേ, ഞാനിപ്പം നിഷ്ഠ എനിക്ക് വന്നില്ലേ എന്നറിയാൻ വേണ്ടി കണ്ണ് തുറന്നപ്പോൾ ഒരു മത്സ്യത്തിൻ്റെ മൈഥുനം കണ്ടപ്പോഴേക്കും എൻ്റെ ഇന്ദ്രിയങ്ങൾ ചലിച്ചു തുടങ്ങിയില്ലേ. പിന്നെ മനുഷ്യൻ്റെ മൈഥുനം കണ്ടുള്ള കാര്യം പറയാനുണ്ടോ? അതുകൊണ്ട് ഒരു സാധകൻ കഴിയുന്നതും സ്ത്രീകളിൽ നിന്ന്, പുരുഷനാണെങ്കിൽ വിട്ടു നിൽക്കണം, പുരുഷനാണെങ്കിൽ സ്ത്രീകളിൽ നിന്ന് വിട്ടു നിൽക്കണം. ലോക വിഷയങ്ങളെപ്പറ്റി പറയുന്നവരുടെ കയ്യിൽ നിന്ന് വിട്ടു നിൽക്കുക. ആ വക വർത്തമാനം കേൾക്കുമ്പോൾ നീറ്റ് അങ്ങോട്ട് പോവുക. അത് കേട്ടിങ്ങനെ അതെയാണ് എനിക്കും കുറച്ച് പറയാനുണ്ട്, അതല്ല അങ്ങനെയുള്ള കേട്ടാൽ
ഒന്നെങ്കിൽ മിണ്ടാണ്ടിരുന്നാലും ബുദ്ധിമുട്ടാണ്, അവിടുന്ന് എണീറ്റുമല്ലേ പോവുക എന്നുള്ളത്. അത് കേട്ടിരിക്കരുത്, മനസ്സെപ്പോഴാണ് ചലിക്കാനുള്ളത് പറയാൻ സാധിക്കില്ല. അതുകൊണ്ടൊരു സാധകൻ വളരെ ജാഗ്രതയോടുകൂടി കഴിയണം എന്നാണ് ഇപ്പം സൗഭരി പഠിപ്പിച്ചത്. ചില നിഷ്ഠകൾ വേണം. കളവ് പറയാൻ പാടില്ല. പണ്ട് ഹരിശ്ചന്ദ്രൻ ആൾ കേമന പറഞ്ഞിട്ട് കാര്യമില്ല, കളവൊക്കെ പറഞ്ഞു. അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് കുറേ ബുദ്ധിമുട്ട് അനുഭവിച്ചു. പിന്നെ അദ്ദേഹം കളവ് പറയില്ല എന്ന് ഉറപ്പിച്ചു. അച്ഛനമ്മമാരോട് സ്നേഹം വേണം. ഭഗീരഥൻ തൻ്റെ അച്ഛനും അമ്മയല്ല, മുത്തശ്ശനും മുത്തശ്ശിയല്ല, മുതുമുത്തശ്ശന്മാർക്ക് സൽഗതി കിട്ടാൻ വേണ്ടി ആകാശഗംഗയെ ഭൂമിക്ക് കൊണ്ടുവന്ന യോഗ്യനല്ലേ. ആദ്യം വേണ്ടത് അതാണ്, അച്ഛനമ്മമാരോട് സ്നേഹം. അതില്ലാത്ത ആൾക്ക് പിന്നെ എന്ത് സ്നേഹത്തെ പറ്റി പഠിപ്പിച്ചു കൊടുക്കുക? അവർക്ക് ഭാഗവതം മനസ്സിലാവാൻ തോന്നുന്നുണ്ടോ? അച്ഛനോട് അമ്മയോട് സ്നേഹമില്ല, അത് ഭാഗവതം പഠിക്കാൻ നടക്കുന്ന തോന്നുന്നില്ല. അതൊക്കെ മുഖ്യമാണ്, അത് പ്രധാനമാണ്. ആദ്യം മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതൊക്കെയാണ് ആദ്യം വേണ്ടത്. മാതൃമാൻ പിതൃമാൻ ആചാര്യവാൻ പുരുഷോ വേദ. ആദ്യം അമ്മയെ സ്നേഹിക്കാൻ പഠിക്കുക, അച്ഛനെ സ്നേഹിക്കുക. അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് ഉയരുക. ഇതൊക്കെ ഓരോരോ കഥയിൽ കാണിച്ചു തരികയാണ്. അതാണ് പിതൃഭക്തിയുള്ള ഭഗീരഥൻ്റെ കഥ. തൻ്റെ ആയുസ് മുഴുവൻ തൻ്റെ പൂർവികന്മാരായ 60,000 പിതൃക്കൾക്ക് വേണ്ടി അവർക്ക് സൽഗതി കിട്ടാൻ വേണ്ടി മാറ്റിവെച്ചവനല്ലേ. പിന്നെ ത്യാഗിയാവണം എന്ന് കാണിക്കാൻ രാമായണം ആ ഭഗീരഥൻ്റെ വംശം വർണ്ണിച്ചു വരുമ്പോൾ അതിൽ ഘട്ടുവാങ്കെന്നവരായിട്ടുള്ള രാജാവ് ദീർഘബാഹു എന്ന മകൻ, ആ മകൻ്റെ ദീർഘബാഹുവിൻ്റെ മകനാണ് രഘു. രഘുവംശം വളരെ പ്രസിദ്ധമാണ്. രഘുവിൻ്റെ മകനാണ് അജൻ, അജൻ്റെ മകനാണ് ദശരഥൻ. ദശരഥൻ്റെ മക്കളായിട്ട് ഭഗവാൻ രാമലക്ഷ്മണ ഭരത ശത്രുഘ്ന ഇതി സംജ്ഞയാ, രാമലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാരായിട്ട് അവതരിച്ചു എന്ന് പറഞ്ഞ് ഒരു ശ്ലോകം കൊണ്ട് രാമായണം ചുരുക്കി കണ്ട് പറഞ്ഞു. ഗുർവർത്ഥേ ത്യക്തരാജ്യഃ വ്യജരതനുവനം പത്മപദ്ഭ്യാം പ്രിയായാഃ പാണിസ്പർശാക്ഷമാഭ്യാം മൃജിതപഥരുജോയോ ഹരീന്ദ്രാനുജാഭ്യാം വൈരൂപ്യാച്ഛൂർപ്പണഖ്യാഃ പ്രിയവിരഹരുഷാരോപിതഭ്രൂവിജൃംഭഃ ത്രസ്താബ്ധിഃ പ്രിയവിരഹരുഷാരോപിതഭ്രൂവിജൃംഭത്രസ്താബ്ധിഃ ബദ്ധസേതുഃ ഖലദവദഹനഃ കോസലേന്ദ്രോവതാന്നഃ. കോസലേന്ദ്രഃ അവതാത് നഃ. കോസലേന്ദ്രൻ നമ്മളെല്ലാവരെയും രക്ഷിക്കട്ടെ. എങ്ങനെയുള്ള കോസലേന്ദ്രൻ? ഗുർവർത്ഥേ ത്യക്തരാജ്യഃ, രാജ്യം ത്യജിച്ച കോസലേന്ദ്രൻ. രാജ്യം ത്യജിക്കുക പറഞ്ഞാൽ അത്ര എളുപ്പമല്ല, നേടുക പറഞ്ഞാൽ എളുപ്പമാണ്. നേടുന്നത് നോക്കിയിട്ടല്ല കേമത്തം അളക്കുക, എന്ത് ഒഴിവാക്കി നോക്കിയിട്ടാണ്. ഇവരുള്ളവരങ്ങനെയാണ്. എന്തൊക്കെ സമ്പാദിച്ചു നോക്കിയിട്ടല്ല, എന്തൊക്കെ ഒഴിവാക്കി, എന്തൊക്കെ ത്യജിച്ചു അത് നോക്കിയിട്ടാണ് ആളുടെ കേമത്തം അളക്കുക. എന്തൊക്കെ അദ്ദേഹം ഒഴിവാക്കി, എന്തൊക്കെ ദാനം ചെയ്തു, അങ്ങനെ നോക്കുക വെച്ചാൽ ഇത്ര വലിയ ത്യാഗി ആരുണ്ട്? ത്യക്തരാജ്യ, രാജ്യം ത്യജിച്ചവനല്ലേ ആര്? ശ്രീരാമൻ. തൻ്റെ കയ്യിൽ കിട്ടിയതാ, താനാണ് നാളെ രാജാവ്. പെട്ടെന്ന് ഇല്ലേണ്ടിയായി, അപ്പോഴും പ്രശ്നമൊന്നുമില്ല. ഇനി കാട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ ആയിക്കോട്ടെ, എന്നാ കാടാച്ചാ കാട്. തൻ്റെ കയ്യിൽ കിട്ടിയ രാജ്യം, അച്ഛൻ തന്നെ പറഞ്ഞു എന്നെ ജയിലിട്ടിട്ടാണെങ്കിൽ ഈ രാജ്യം ഭരിക്കുക, പ്രജകൾക്ക് അതാ ഇഷ്ടം, വേണ്ടച്ചാ. അച്ഛൻ അല്ലെങ്കിൽ തന്നെ കുറേ ചീത്തപ്പേരുണ്ട്, ഞാനായിട്ട് ഉണ്ടാക്കണില്ല. അച്ഛൻ്റെ വാക്ക് പാലിക്കാൻ വേണ്ടി രാജ്യം ത്യജിച്ചവൻ. രാജ്യം ത്യജിക്കുക പറഞ്ഞാൽ ധൂർത്തുകൊണ്ടല്ല, അച്ഛൻ്റെ വാക്ക് പാലിക്കാൻ. അച്ഛന് ചീത്തപ്പേരുണ്ടാവരുത് കയറിയിട്ട്. പിതൃഭക്തി നോക്കൂ, ധർമ്മത്തിനോടുള്ള ശ്രദ്ധ നോക്കൂ. ഗുർവർത്ഥേ ത്യക്തരാജ്യഃ വ്യജരതനുവനം പത്മപദ്ഭ്യാം പ്രിയായാഃ. ആ പതിവ്രതാരത്നം സീതയുടെ മഹത്വം നോക്കൂ. തൻ്റെ ഭർത്താവ് മാത്രമേ കാട്ടുപോണ്ടൂ, അവൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? വീട്ടിലിരിക്കാം. ചെയ്തില്ല. ഭർത്താവിൻ്റെ കൂടെ അത്രയും കാലം സുഖം അനുഭവിച്ചു, ഇനി ദുഃഖമാണെങ്കിൽ ദുഃഖത്തിലും താൻ കൂടെ ഉണ്ടാവും, അങ്ങനെ ഒറ്റയ്ക്കാക്കില്ല എന്ന് പറഞ്ഞ് ആ പതിവ്രത നെള്ളു പോലെ സീത. ആ അനിയൻ്റെ സ്നേഹം നോക്കൂ, എന്ത് നല്ല കുടുംബം. ആ അനിയൻ്റെ സ്നേഹം. തൻ്റെ ഭാര്യയുടെ കൂടെ പഠിക്കുന്നാൽ പോരെ? തൻ്റെ കൂടെ ഭാര്യയില്ല, ലക്ഷ്മണൻ്റെ കൂടെ ആര് പോകണില്ല? ഭാര്യ പോകണില്ല. ലക്ഷ്മണൻ അങ്ങോട്ട് പുറപ്പെട്ടു. കൈകേയി ലക്ഷ്മണൻ പോകണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല, രാമൻ പോകണമെന്നേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. എന്നിട്ടും ലക്ഷ്മണൻ തൻ്റെ ഏട്ടൻ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല, താൻ ഏട്ടൻ്റെ കൂടെ, തൻ്റെ ഭാര്യ ഇവിടെ, ഈ കുടുംബം നശിക്കാൻ പാടില്ല, ഇവിടുത്തെ കാര്യം നോക്കാൻ ഭാര്യ. അവർ വിരിഞ്ഞിരിക്കുകയാണ്, ഭാര്യയും ഭർത്താവും. രാമന് സീത കൂടെ ഉണ്ട്, ലക്ഷ്മണൻ തൻ്റെ ഭാര്യ കൂടല്ല. രാമൻ്റെ കാര്യം നോക്കാൻ ലക്ഷ്മണനും തൻ്റെ വീട്ടിലെ കാര്യം നോക്കാൻ തൻ്റെ പത്നിയെ അവിടെ ഏർപ്പാടാക്കി പുറപ്പെടുകയാണ്. സുമിത്ര വന്ന് പറയുന്നുണ്ട്, ഞാൻ പറയാൻ നിൽക്കായിരുന്നു നീ പോകണം, അപ്പോഴേക്കും നീ പോയല്ലോ. അമ്മയ്ക്ക് സന്തോഷമായി. പറഞ്ഞിട്ടാണ് നീ പോകണമെങ്കിൽ എനിക്ക് തോന്നും ഞാൻ പറഞ്ഞോണ്ടല്ലേ, അവനായിട്ട് തോന്നിയില്ലല്ലോ, ഇത് ഞാൻ പറയണതിൻ്റെ മുമ്പ് തന്നെ. നീ പോണ സമയത്തെ ശ്രദ്ധിക്കേണ്ട വിഷയം എന്താ വെച്ചാൽ, കാട്ടിലെത്തിയാൽ ഏട്ടൻ എങ്ങനെ കാണണം? രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജാം. ഏറ്റവും മനോഹരമായിട്ടുള്ള ഭാഗം രാമായണത്തിലെ ഈ ശ്ലോകമാണത്രേ. രാമനെ നീ ഏട്ടനായിട്ട് കണ്ടാൽ പോരാ, ദശരഥം വിദ്ധി, അച്ഛനായിട്ട് കാണണം. എന്തിനാപ്പോൾ അത് പറഞ്ഞത്?
അതിനു വേണ്ടിയല്ല, അടുത്തത് പറയാനാ. സീത പിന്നെ ആരാ? എഴുത്തിയമ്മയൊന്നുമില്ല, അങ്ങനെയൊന്നും പറയണ്ട. അമ്മ ഞാനായിട്ട് കാണണം, ഏട്ടൻ്റെ ഭാര്യയായിട്ട് കണ്ടാൽ പോരാ, അമ്മയായിട്ട് കാണണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ വലിയ ഉപദേശിനി വേറെണ്ണം. അങ്ങനെ ലക്ഷ്മണൻ കണ്ടിട്ടുള്ളൂ. അതിനുള്ള തെളിവാണ് കാട്ടിൽ വാനരന്മാർ ആഭരണങ്ങൾ കാണിച്ചു കൊടുക്കുമ്പം രാമൻ പറഞ്ഞു എനിക്കിത് മനസ്സിലാക്കാൻ പറ്റില്ല, കണ്ണീര് വന്നിട്ടേ. ലക്ഷ്മണ നീ നോക്കൂ പറഞ്ഞപ്പോൾ ലക്ഷ്മണൻ നോക്കിയിട്ട് പറഞ്ഞു ഇതെനിക്ക് മനസ്സിലാവില്ല. നാഹം ജാനാമി, എനിക്ക് കേയൂരം കണ്ടാൽ മനസ്സിലാവില്ല, എനിക്ക് വളകൾ കണ്ടാൽ മനസ്സിലാവില്ല. കാരണം ഞാൻ അമ്മയുടെ മുഖത്തേക്കും കഴുത്തിലേക്കും ഒന്നും വരെ നോക്കിയിട്ടില്ല. ആകെ നോക്കിയത് എവിടെയാണ്? എന്നും കാല് തൊട്ട് വന്ദിക്കുമ്പം പാദം കണ്ടിട്ടുണ്ട്. ഈ നൂപുരം കണ്ടാൽ എനിക്ക് മനസ്സിലാവും ഇത് സീതയുടെയാണ്, അമ്മയുടെയാണ്. അമ്മാന്നേ വിളിക്കണുള്ളൂ. അങ്ങനെയുള്ള ലക്ഷ്മണനെ ആര് സംശയിച്ചു? കുത്തുവാക്ക് ആര് പറഞ്ഞു? സീത പറഞ്ഞില്ലേ. മാരീചൻ രാമൻ്റെ ശബ്ദത്തിൽ കരഞ്ഞ സമയത്ത് ലക്ഷ്മണൻ പറഞ്ഞു അത് മാരീചനാണ്, ഏട്ടനല്ല എന്ന് പറഞ്ഞപ്പോഴും സീതയ്ക്ക് വിശ്വാസമാവുന്നില്ല. ലക്ഷ്മണൻ പോവാണ്ടിരുന്ന സമയത്ത്, കാരണം ലക്ഷ്മണന് പ്രധാനം ഏട്ടൻ്റെ വാക്കാണ്, സീതയെ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് പോവാണ്ടിരിക്കുകയാണ്. അവസാനം സീത പറഞ്ഞതെന്താ? എനിക്ക് മനസ്സിലായി, വെറുതെ അല്ല നീ ഞങ്ങളുടെ കൂടെ പുറപ്പെട്ട് വന്നത് എന്നങ്ങോട്ട് കേട്ടതും ഇനി ഇതിലും വലുതെന്താ കേൾക്കേണ്ടതും? താൻ ആരെയാണോ സംരക്ഷിക്കുന്നത് അവരുടെ മുഖത്തുനിന്ന് കേൾക്കുകയാണ് ഈ വാക്ക്. ഇനിയിപ്പോൾ എന്ത് വന്നാലും സാരമില്ല, ചെവി കുത്തി ഓടുകയാണ് ആര്? ലക്ഷ്മണൻ. നമ്മളൊരാളെ വേദനിപ്പിച്ചാൽ അതുപോലുള്ള വേദന നമ്മൾ അനുഭവിക്കേണ്ടി വരും. അതിലിപ്പം ദൈവനീതിക്ക് ദാക്ഷിണ്യമില്ല. ചില ചോദിക്കാറുണ്ട് സീത എന്ത് തെറ്റ് ചെയ്തു, ഇങ്ങനെയൊക്കെ രാമൻ കുത്തുവാക്ക് സീതയോട് പറഞ്ഞല്ലേ എന്ന്. അപ്പം സീത ലക്ഷ്മണനോട് പറഞ്ഞത് എന്താ? കുത്തുവാക്കല്ലേ. ചെയ്ത കർമ്മത്തിൻ്റെ ഫലം പറയുമ്പോൾ നമ്മൾ ഓർക്കില്ല മറ്റാളുടെ ഹൃദയത്തിൽ എത്ര കണ്ട് മുറിവ് അതുകൊണ്ട് ഉണ്ടാവണമെന്നുള്ളത് അറിയോ. ശരിക്കും പറഞ്ഞാൽ ഇത്രയൊന്നും വേദനിപ്പിച്ചിട്ടില്ല രാമൻ, അത്രയധികം വാക്കുകൊണ്ട് വേദനിപ്പിച്ചിട്ടുണ്ട് സീത ലക്ഷ്മണനെ. ആ ലക്ഷ്മണൻ തന്നെ സീതയെ രാമൻ ഏൽപ്പിച്ചതാരെയാ കൊണ്ടാക്കാൻ, ഒഴിവാക്കാൻ? ലക്ഷ്മണൻ തന്നെ. അതിന് നിമിത്തമായി. ഇനി രാമൻ സീതയെ ഉപേക്ഷിച്ചു എന്നൊന്നും പറയണ്ട, പരിത്യജിച്ചു. ആർക്ക് വേണ്ടി? പ്രജകൾക്ക് വേണ്ടി. രാജാവാണ് രാമൻ, ഭർത്താവും ആണ്, അത്രയേ ഉള്ളൂ. എന്താണ്? ഭർത്താവും ആണ് സീതയുടെ മുന്നിൽ മാത്രം. പ്രധാനം എന്താ? ഭർത്താവ് എന്നുള്ളതാണോ രാജാവ് എന്നുള്ളതാണോ? ഭരണാധികാരിയാണെങ്കിൽ പ്രധാനം തന്നെയാണ്, അതാണ് പ്രധാനം. രാജാവ് എന്നുള്ളതാണ് പ്രധാനം. കാരണം കോടാനുകോടി ജനങ്ങളുടെ മുന്നിൽ താൻ രാജാവാണ്, കേവലം സീതയുടെ മുന്നിൽ മാത്രമാണ് താൻ ഭർത്താവ്. അതുകൊണ്ട് പ്രജകളുടെ നന്മ മാത്രമേ, തൻ്റെ കുടുംബത്തിന് ലേശം വിഷമമുണ്ടായാലും പ്രജകൾക്ക് നന്മയാണെങ്കിൽ ചെയ്യണം. നമ്മുടെ ഭരണാധികാരികൾ തിരിച്ചാ, പ്രജകൾക്ക് കുറച്ച് വിഷമമായാലും തൻ്റെ കുടുംബത്തിന് നന്മ വെച്ചാൽ അത് ചെയ്യാം. അങ്ങനെയല്ല, അങ്ങനെ വെച്ചാൽ ഭരിക്കാൻ പോകരുത്. സീത നിരപരാധിയാണെന്ന് ആർക്കറിയാം? രാമൻ നല്ലപോലെ അറിയാം. സീതയും രാമനും കൂടിയും ത്യജിക്കുകയാണ്. രാമനും ത്യജിച്ചില്ലേ, നല്ലൊരു പത്നിയെ ത്യജിച്ചില്ലേ? രാമൻ ത്യാഗമല്ലേ ചെയ്തത്. രണ്ടുപേരും കൂടി മാറി നിന്നാലാണ് ജനങ്ങൾക്ക് സന്തോഷമെങ്കിൽ എന്നാൽ അങ്ങനെ ആവട്ടെ. അച്ഛനമ്മയും പിരിഞ്ഞിരിക്കുമ്പോഴാണ് മക്കൾക്ക് സന്തോഷമെങ്കിൽ എന്നാൽ അവർ സന്തോഷമായിട്ടിരിക്കട്ടെ. അവർ ത്യജിച്ചു. ഇനി ദ്രോഹിക്കാനാണ് ഉദ്ദേശമെങ്കിൽ രാമൻ എവിടെ കൊണ്ടുപോയി ആക്കായിരുന്നു? പുലിയുള്ള കാട്ടിൽ കൊണ്ടുപോയി ആക്കാം അല്ലേ? ചെയ്തു. ഗർഭിണിയാണ്, അവൾക്ക് വിഷമം ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് വാൽമീകിയുടെ ആശ്രമത്തിൽ തന്നെ വാൽമീകി മഹർഷി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും, നല്ല വേദമന്ത്രങ്ങളൊക്കെ കേട്ട് ശാസ്ത്രവിചാരം ചെയ്യാനുള്ള അവസരം ആർക്ക് കിട്ടും? സീതയ്ക്ക് കിട്ടും. അതൊക്കെ കേൾക്കുമ്പോൾ സീതയ്ക്ക് മനസ്സിലാവും രാമൻ ചെയ്തതാണ് ശരി, രാമൻ ഈ സമയത്ത് ഇതേ ചെയ്യാൻ ഉള്ളൂ, ധർമ്മിഷ്ഠന്മാർക്ക് ഇതല്ലാണ്ട് വേറെ വഴിയില്ല എന്നാർക്ക് ബോധ്യവും? സീതയ്ക്ക് ബോധ്യമായിട്ടുമുണ്ട്. അല്ലെങ്കിൽ സീത തൻ്റെ ഭർത്താവിനെ പറ്റി കുറ്റം മക്കൾക്ക് പറഞ്ഞു കൊടുക്കണ്ടേ? പറഞ്ഞെടുത്തു? വാൽമീകി പറഞ്ഞെടുത്തു? ഇല്ലില്ല. വാൽമീകിയും നല്ലത് മാത്രം രാമായണം പഠിപ്പിക്കുകയുണ്ടായത്. അക്കാലത്ത് സീതയുടെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ട്, ജനകൻ. ജനകൻ ചോദിക്കാൻ പോയോ എന്താ എൻ്റെ മകളെ ഒഴിവാക്കിയോ ചോദിച്ചോ? ഇല്ല. ജനകൻ വലിയ ധർമ്മിഷ്ഠനാണ്. അതുകൊണ്ട് ജനകനും ബോധ്യമുണ്ട് ഇതേ രാമന് ചെയ്യാനുള്ളൂ. അത് കാരണം നമ്മളാണ് പഠിച്ചിട്ട് എന്ത് ചെയ്യണത്? രാമനെ കുറ്റം പറയുകയാണ്. പറയാനൊക്കെ എളുപ്പമാണ്. രാമൻ ചെയ്തത് ധർമ്മമാണ്. കുറച്ച് വീഴ്ച രാമന് സംഭവിച്ചിട്ടുണ്ടാവും. അത് ഭരണാധികാരികൾക്ക് എന്തായാലും കുടുംബം നോക്കാൻ പറ്റില്ല. നല്ല ഭർത്താവ് എന്നുള്ള പേരൊന്നും കിട്ടിക്കൊള്ളുന്നില്ല, നല്ല അച്ഛൻ എന്നുള്ള പേര് കിട്ടിക്കൊള്ളുന്നില്ല. അപ്പോൾ അച്ഛൻ എന്നുള്ളത് നോക്കുകയാണെങ്കിൽ രാമൻ അങ്ങനെ ഫുൾ മാർക്ക് കൊടുക്കാൻ പറ്റില്ല. ഭർത്താവ് എന്നുള്ള കാര്യത്തിലും മാർക്ക് കുറവായിരിക്കും. പക്ഷെ ഒന്ന് പറയാം, രാജാവ് എന്നുള്ള കാര്യത്തിൽ രാമന് 100-ൽ 100ആണ്. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധി പോലും രാമരാജ്യം എന്നാണ്. ഈ രാജ്യം രാമരാജ്യമാണ് സ്വപ്നം കണ്ടത്. പ്രജകൾക്ക് പേടിക്കാനില്ല, സമാധാനമായിട്ടിരിക്കുക. അതാണ് രാമൻ്റെ മഹത്വം. ധർമ്മിഷ്ഠനാണ് രാമൻ. രാമോ വിഗ്രഹവാൻ ധർമ്മ. ധർമ്മം എന്ന മൂല്യത്തെപ്പറ്റി നമ്മൾ കുറേ കേട്ടിട്ടുണ്ട്, പറയാറുണ്ട്. പക്ഷേ അതൊരു രൂപം ധരിച്ചു വന്നാൽ അത് രാമന്. അങ്ങനെയുള്ള ആ രാമായണ കഥ അതൊന്നും ചുരുക്കി പറയാൻ സാധിക്കില്ല, പറയാൻ തുടങ്ങി നിർത്താൻ പറ്റില്ല. അതാണ് രാമായണത്തിൻ്റെ പ്രത്യേകത. അത് 2 അധ്യായത്തിൽ പറയേണ്ടതൊക്കെ പറഞ്ഞു ശ്രീശുകർ. അങ്ങനെയാണ് ആ സൂര്യവംശം സമർപ്പിച്ചു. പിന്നീട് ചന്ദ്രവംശം വർണ്ണിക്കുകയാണ്.
പുരുരവസൻ്റെ കഥ, ഉർവശിയെ കണ്ട് ഭ്രമിച്ചത്, അതും വിഷമം. കനകം മൂലം കാമിനി മൂലം കലഹം പലവിധം ഉലകിൽ സുലഭം എന്ന് പറയും. എന്തൊക്കെയാണ് നമ്മുടെ ആവേശം, അല്ലെ നമുക്ക് എന്തിനോടൊക്കെ ആസക്തി എന്നുള്ളത് നമുക്കറിയില്ല. അതുകൊണ്ട് വളരെ കരുതണം. ഇവിടെ പുരുരവസ് യോഗ്യനാണ്, ആള് കേമനാണ്. പക്ഷേ ഉർവശിയുടെ സൗന്ദര്യം കണ്ട് ഭ്രമിച്ചു പോയി. അദ്ദേഹത്തിന് നാമജപം തോന്നുന്നു, അദ്ദേഹത്തിനൊക്കെ തോന്നുന്നു. ഉർവശി 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 എന്തേ ഉള്ളൂ. ഒരു ദിവസം ഉർവശി പോയി, ഇതാണ് അതിൻ്റെ കുഴപ്പമേ. എന്തിനോടാണ് നമുക്ക് ആസക്തി? അത് എല്ലാ കാലം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. കുറച്ച് കഴിഞ്ഞാൽ പോകുമ്പം തളർന്നു പോകും, വലിയ ദുഃഖമായിട്ട് മാറും. ഉർവശിക്ക് അങ്ങനെ സ്ഥിരമായിട്ടൊരു സ്നേഹം അപ്സരസ്ത്രീകൾക്ക് ഉണ്ടോ? മനുഷ്യരോട് സ്നേഹം. അവർ കുറച്ച് കഴിഞ്ഞപ്പം തിരിച്ച് സ്വർഗത്തിലേക്ക് പോയി. അതോടുകൂടി ആകെ ബുദ്ധിമുട്ടായി പുരുരവസന്. ഒറ്റ ചിന്ത, ഉർവശി ഉർവശി, ഊണിലും ഉറക്കലും ഒക്കെ ഉർവശി ഉർവശി. അങ്ങനെ പ്രായം കുറേയായി, വലുതായി പ്രായമായി. ഒരിക്കൽ അദ്ദേഹം കുരുക്ഷേത്രത്തിൽ വെച്ച് ഉർവശിയെ കണ്ടു. അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. തോഴിമാടെ കൈ പിടിച്ച് ഉർവശി നടക്കുന്നത് കണ്ടപ്പോൾ ഓടിച്ചെന്നു ഉർവശി എന്ന് വിളിച്ചു. ഉർവശി ഇങ്ങനെ നോക്കി, ആരായി വൃദ്ധൻ? തൻ്റെ ഭർത്താവ്, പഴയ ഭർത്താവ്. ചോദിച്ചു, എന്താപ്പം അങ്ങ് ഓടി വന്നത്? അല്ല, നിനക്കറിയോ ഞാനിപ്പോൾ എന്താ ജപിക്കണമെന്ന് നിനക്കറിയോ? എന്താ അങ്ങ് ജപിക്കണം? ഞാൻ ഉർവശി ഉർവശി എന്നാണ് ജപിക്കണത്. അതിനെ കേട്ടപ്പോൾ അവളൊരു കഷ്ടം തന്നെ. അങ്ങിപ്പോഴും വിട്ടില്ലേ? ഞാനതൊക്കെ അന്നേ വിട്ടു. അങ്ങക്ക് എന്നോടുള്ള ഈ ആവേശത്തിൻ്റെ 10-1 ആ ഗുരുവായൂരപ്പനോട് തോന്നിച്ചാൽ എപ്പോഴേ മുക്തി കിട്ടിയനെ. ഈ സമയം മുഴുവൻ ആവശ്യമില്ലാത്ത വിഷയത്തിന് പ്രാധാന്യം കൊടുത്ത് കഴിഞ്ഞില്ലേ? ആരാ പറഞ്ഞത്? ഉർവശിൻ്റെ പറഞ്ഞ സമയത്ത് അദ്ദേഹം എങ്ങനെ വിളിക്കുകയാണ്. അവൾ പറഞ്ഞതിൽ കാര്യമില്ലേ? അവൾ പറഞ്ഞത് കാര്യമില്ല. എത്ര സമയം ഞാൻ എൻ്റെ മനസ്സ് മുഴുവൻ എവിടെ വെച്ചു? ഉർവശി ഉർവശി വെച്ചത്. അത് തിരിച്ച് ഭഗവാനിലാണെങ്കിലോ വെച്ചിരുന്നെങ്കിൽ സത്യമല്ലേ അവൾ പറഞ്ഞത്? ഉടനെ നാമം മാറ്റി, നാരായണ 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 എന്നാക്കി അവളെ അങ്ങോട്ട് നമസ്കരിച്ചു. നീ എൻ്റെ ഗുരുനാഥ കേട്ടോ, ഇങ്ങനെയൊരു ഗുരുനാഥയെ കിട്ടിയല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹം സിദ്ധനായി എന്നാണ് കഥ. ഇത്രയുള്ള നമുക്കുള്ള പാഠം. നമ്മൾ ഈ ലോക വിഷയങ്ങൾക്ക് എത്ര കണ്ട് പ്രാധാന്യം കൊടുക്കുന്നു, ഇനി അത്രയൊന്നും വേണ്ട, അതിൻ്റെ ഒരു 10-1 മതി. അത്ര പോലും നമ്മൾ കൊടുക്കാൻ എത്ര നേരം ഇരിക്കാൻ പറ്റും? ഈശ്വര വിചാരം ചെയ്തുകൊണ്ടിരിക്കാൻ എത്ര നേരം പറ്റും? പ്രയാസമാണ്. ഇനി വിചാരം ചെയ്തില്ലെങ്കിൽ നാവ് കൊണ്ടെങ്കിലും നാമം ജപിക്കുക. ചിന്ത എന്തെങ്കിലും ആയിക്കോട്ടെ, എന്നാലും കുഴപ്പമില്ല, നല്ലൊരു സമാധാനം ഉണ്ടാവില്ല. കുറച്ച് 3/4 മണിക്കൂർ ഞാൻ നാമം ജപിച്ചിട്ടുണ്ട് എന്നൊരു ആശ്വാസം ഉണ്ടാവുമല്ലോ. അങ്ങനെയൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കൂ കുറച്ച് നേരം. അങ്ങനെ മെല്ലെ 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 ഈശ്വരൻ്റെ ശ്രദ്ധ വരും എന്ന് കാണിക്കുകയാണ് ആ ഒരു കഥ. പിന്നെ ഉർവശിയുടെ കഥ അത് വർണ്ണിച്ചു. അങ്ങനെ ആ വംശം വർണ്ണിച്ചു വരുമ്പോൾ ഗാധി എന്ന രാജാവ്, അദ്ദേഹത്തിൻ്റെ പുത്രിയാണ് സത്യവതി. സത്യവതിയെ ഋജീകൻ വിവാഹം കഴിച്ചത്. അതിലൊരു മകനുണ്ടായി ജമദഗ്നി. ജമദഗ്നി രേണുകയെ വിവാഹം കഴിച്ചു. അതിൽ ഭഗവാൻ രാമനായിട്ട് അവതരിച്ചു. ആവേശാവതാരം, അതാണ് പരശുരാമൻ. രാമെന്നേ പേരുള്ളൂ, കയ്യിൽ പരശുള്ളതുകൊണ്ട് പരശുരാമൻ. പരശു പറഞ്ഞാൽ മഴു. ദുഷ്ടക്ഷത്രിയന്മാരന്ന് കുറേ ഉണ്ടായി. അഹങ്കാരികളായിട്ടുള്ള ക്ഷത്രിയന്മാരെ പാഠം പഠിപ്പിക്കാനാണ് ഇപ്പം ഈ ഒരു അവതാരം. കാർത്തവീര്യാസുരനെ നേരിയാക്കി. ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കഥ, ആവേശാവതാരം. അങ്ങനെയുള്ള പരശുരാമ ചരിത്രം ഒന്ന് വർണ്ണിച്ചു. അങ്ങനെ യയാതിയുടെ കഥ, അതും ഇതന്നെ താല്പര്യം. തൻ്റെ മകൻ്റെ കയ്യിൽ നിന്ന് യൗവനം വാങ്ങി മകന് വാർദ്ധക്യം കൊടുത്തു. എന്നാലോചിച്ച് നോക്കും. ചെറുപ്പക്കാരനായിട്ടുള്ള മകനോട് പറയുകയാണ്, നിൻ്റെ യൗവനം എനിക്ക് തരുമോ? ആര്? വൃദ്ധനായിട്ടുള്ള അച്ഛൻ ചോദിക്കുകയാണ്. എനിക്ക് കാപ്പി കുടിച്ച് മതിയായില്ല, ഊണ് കഴിച്ച് മതിയായില്ല, എനിക്ക് സിനിമ കണ്ടും മതിയായില്ല, എനിക്ക് അമ്മയുടെ കൂടെ പാർക്കിൽ പോയിട്ട് മതിയായില്ല, നീ നിൻ്റെ യൗവനം എനിക്ക് തരുമോ എന്ന് ചോദിക്കണമെങ്കിൽ അയാളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചു. മൂത്ത മകൻ പറഞ്ഞു, അച്ഛാ തരാൻ ബുദ്ധിമുട്ടുണ്ട്. എന്താ തരാൻ ബുദ്ധിമുട്ടുള്ളത്? എനിക്ക് വാർദ്ധക്യം വിഷമമുണ്ടായിട്ടല്ല, ഞാൻ ഈ യൗവനം തന്നാൽ അച്ഛൻ പറഞ്ഞല്ലോ ഈ ശരീരവുമായിട്ട് അമ്മയുടെ കൂടെ കഴിയുക എന്നുള്ളത്. അമ്മയുടെ കൂടെ മകൻ്റെ ശരീരമായിട്ട് കഴിയുക പറഞ്ഞാൽ അത് അധർമ്മത്തിന് ഞാൻ കൂട്ടു നിൽക്കില്ല. അച്ഛൻ കാശിക്ക് പോകാനാണെങ്കിൽ ഞാൻ തരാം, നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ബദരിക്ക് അങ്ങോട്ട് കയറണം വെച്ചാൽ ഈ വാർദ്ധക്യം കൊണ്ട് പറ്റില്ല, നീ നിൻ്റെ അങ്ങനെയാണെങ്കിൽ തരാം, അതല്ലാതെ ഇവിടെ ലോക വിഷയങ്ങളുടെ പിന്നാലെ ഓടാൻ ഞാൻ എൻ്റെ ഈ ശരീരം തരില്ല, അമ്മയുടെ കൂടെ വ്യവഹരിക്കാൻ തരില്ല പറഞ്ഞു. അതാണ് ധർമ്മിഷ്ഠന്മാർ അങ്ങനെ വേണം. അച്ഛൻ പറഞ്ഞത് കേട്ടില്ല യദുവിനെ ശപിച്ചു, നീ ഞാൻ പറഞ്ഞത് കേൾക്കില്ലേ, നിനക്ക് രാജ്യം കിട്ടില്ല, എൻ്റെ ഈ സമ്പത്ത് നിനക്ക് ഞാൻ തരില്ല. യദു പറഞ്ഞു, ഒരു കുഴപ്പമില്ല, എനിക്ക് രാജ്യം വേണമെന്നൊന്നും മോഹമില്ല, എനിക്ക് ഭഗവാന്റെ സർട്ടിഫിക്കറ്റ് മാത്രമേ വേണ്ടൂ. എന്നാൽ യദു ശാപം കിട്ടി, എന്നിട്ട് പോലും യദു എന്ത് ചെയ്തില്ല, തൻ്റെ ധർമ്മത്തിൽ നിന്ന് വിട്ടുനിന്നില്ല. അതുകൊണ്ട് ഭഗവാൻ തീരുമാനിച്ചു, ശാപം കിട്ടി യദുവിൻ്റെ വംശത്തിൽ വേണം തനിക്ക് അവതരിക്കാൻ എന്നാര് വിചാരിച്ചു? വിഷ്ണു ഭഗവാൻ വിചാരിച്ചു. അങ്ങനെയാണ് യദുവംശത്തിലാണ് കൃഷ്ണാവതാരം. പൂരു എന്ന ഇളയപുത്രൻ തൻ്റെ യൗവനം കൊടുത്തു, വാർദ്ധക്യം വാങ്ങി. പൂരുവിൻ്റെ വംശത്തിലാണ് പാണ്ഡവർ. വേണമെങ്കിൽ ഭഗവാന് പൂർവംശത്തിലാവായിരുന്നു, എന്നാൽ കുറേ ചീത്തപ്പേര് ഒഴിവാകുമായിരുന്നു. ശാപം കിട്ടിയ വംശത്തിൽ പറഞ്ഞുള്ള ചീത്തപ്പേരുണ്ടാവില്ല, രാജ്യം ഭരിക്കാനുള്ള അധികാരം ഉണ്ടാവുമായിരുന്നു. ഇതൊന്നും ഇപ്പം ഭഗവാനില്ല. ഭഗവാൻ അതൊന്നും കുഴപ്പമില്ല എന്നാണ് ഭഗവാന്റെ അഭിപ്രായം. ധർമ്മമാണ് എനിക്ക് പ്രധാനം, സദാചാരം, ധർമ്മനിഷ്ഠ,
അങ്ങനെയുള്ളവരെ ഞാൻ കൊണ്ടാടും എന്ന് കാണിക്കാനാണ് ഇപ്പോൾ ഈ കഥയൊക്കെ. അവസാനം യയാതി പറഞ്ഞു വെച്ചു കേട്ടോ, നമുക്കൊക്കെ വേണ്ടിയിട്ട് എന്തൊക്കെ ഞാൻ അനുഭവിച്ചു, എൻ്റെ അത്ര ഭോഗം അനുഭവിച്ച ഒരാൾ ലോകത്ത് വേറെ ഉണ്ടാവില്ല എന്നാര് പറയുകയാണ്? യയാതി പറയുകയാണ്. എന്നിട്ടിപ്പോൾ മതിയായോ? ഇല്ല. എന്താണ്? മതിയായില്ല. അതാണ് അത്രയൊക്കെ അനുഭവിച്ചിട്ടും മതിയാവലായിട്ടില്ല. നമ്മളിപ്പോൾ എത്ര ചായ കുടിച്ചിട്ടുണ്ടാവും? ഇപ്പം പ്രായത്രയും നോക്കുക, അത്രയും എനിക്കിപ്പോൾ 10-14 വയസ്സായി. ഞാൻ ഒരു ഓർമ്മ വെച്ച കാലം മുതൽ ചായ കുടിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ കണക്കാക്കി നോക്കൂ, ദിവസം ഒരു രാവിലെ എണീറ്റ ഒരു ചായ, അത് കഴിഞ്ഞ് ഒരു 8 മണിക്കൊരു ചായ, പിന്നെ ഒരു 11 മണിയായ ഒരു ചായയും കൂടി, 4 മണിക്കൊരു ചായ, പിന്നെ വൈകുന്നേരം ഒരു കട്ടൻ ചായ. എത്ര ചായ കുടിച്ചു? ഇവിടെ അധികം പേരും ഒരു 57, 60, 65 വയസ്സുള്ളവരാ. അപ്പോൾ എത്ര ചായ കുടിച്ചിട്ടുണ്ടാവും? അപ്പോൾ ചായ ഉണ്ട്, ചൂടാറില്ല, ഇത് കഴിഞ്ഞാൽ കുടിക്കാം, അവിടെയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കുടിച്ച ചായ മതി ചാലക്കുടി മുങ്ങാൻ, അത്രയ്ക്ക് ചായ കുടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇപ്പം ഒന്നും നിർത്തിയ ചായ കുടിക്കായിരുന്നു. അതല്ലേ കഥ? അത്രയേ ഉള്ളൂ. എത്ര ലോറി ഇഡ്ഡലി നമ്മൾ കഴിച്ചിട്ടുണ്ടാവും? നമ്മൾ കഴിച്ച ഇഡ്ഡലിയുടെ കണക്കൊക്കെ നോക്കിയാൽ, എന്നിട്ടിപ്പോൾ നാളെ ഇഡ്ഡലി തന്നെ മതിയാവാനായിട്ടില്ല. അതാ പറഞ്ഞത്, അതൊന്നും മതിയാവില്ല. അനുഭവിക്കും തോറും തൽക്കാലം മതി തോന്നും. അത് തീയിൽ നെയ്യ് ഒഴിക്കണത് പോലെയാണ്. നെയ്യ് അങ്ങോട്ട് ഒഴിച്ചാൽ അതങ്ങോട്ട് കെട്ടുമെന്ന് വിചാരിക്കും. നെയ്യ് ഒഴിച്ചാൽ കിടുമോ? അത് ആളി കത്തും. നമ്മൾ ഒഴിക്കാണ്ടിരിക്കുക. ആവേശം ഉണ്ടെങ്കിൽ അത് നിർത്തി നോക്കും. ഇനി ഞാൻ തൊടില്ല തീരുമാനിച്ചാൽ മെല്ലെ 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 പിന്നെ അത് വേണം തോന്നില്ല. അതായത് അതങ്ങോട്ട് കുടിച്ച് മതിയാക്കും ഞാൻ. അങ്ങനെ ഉണ്ടാവില്ല. അത് കുടിക്കും തോറും ഇനിയും വേണം എന്ന് തോന്നുള്ളൂ. നേരെ മറിച്ച് അങ്ങോട്ട് ഒഴിവാക്കിയാൽ അത് നിൽക്കും. ഇവിടെ യയാതി പറഞ്ഞു വെച്ചതാണ്. ന ജാതു കാമഹ കാമാനാം ഉപഭോഗേന ശാമ്യതി ഹവിഷ കൃഷ്ണവർമ്മേവ ഭൂയ ഏവാഭിവർദ്ധതേ. കാമം അനുഭവിച്ച് തൃപ്തി വരുമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും ഉണ്ടാവില്ല. അനുഭവിക്കും തോറും ഇനിയും വേണമെന്നേ തോന്നുള്ളൂ. അതുകൊണ്ട് വിവരമുള്ളവരെന്ത് ചെയ്യും? നിർത്തി. ഭഗവാന്റെ മഹിമ അറിയുമ്പോൾ അതിനോട് പ്രാധാന്യം തോന്നുമ്പം ബാക്കിയുള്ളതിനോടുള്ള താല്പര്യം കുറയും. നമ്മളിപ്പോൾ ലഹരിക്കെതിരെയൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ. ലഹരി ഇല്ലാണ്ടിരിക്കില്ലേ മനുഷ്യന്? എന്തെങ്കിലും ലഹരി വേണം. ദോഷമില്ലാത്തൊരു ലഹരി കൊടുത്താൽ പിന്നെ അതിൽ നിന്നോളും. ഇപ്പം ഭാഗവതം കൊടുത്താൽ അതും പിടിച്ച് അവിടെ ഇരുന്നോളും. ഇത് കൊടുത്തില്ലെങ്കിൽ വേറെ പലതിൻ്റെ പിന്നാലെ, ഒന്ന് മാറ്റിയ വേറൊന്നിൻ്റെ പിന്നാലെ, അത് മാറ്റിയ അടുത്തതിന്. ഒന്നും പോകാണ്ടിരിക്കണമെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും വേദാന്ത ലഹരി, സൗന്ദര്യ ലഹരി, എന്തൊക്കെ ലഹരികളുണ്ട്. അങ്ങനെയുള്ള ലഹരി വല്ലതും കൊടുത്താൽ നമ്മളെ കഥപ്പന്ത അങ്ങനെ പിടിച്ചിരിക്കണം. എന്തുകൊണ്ടാണ് വേറെ ഒന്നിനും പോകാണ്ടിരിക്കണത്? ഇതുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് പോയി പിന്നെയും ലോക വിഷയങ്ങളുടെ പിന്നാലെ. അതുകൊണ്ട് മാറ്റി നിർത്തിക്കൊണ്ട് കാര്യമില്ല. ഒന്ന് കൊടുക്കുക, എന്ത് വേണമെന്നുള്ളതും കൂടി പഠിപ്പിക്കണം. അതുകൊണ്ട് ഈശ്വരൻ്റെ പ്രാധാന്യം അറിഞ്ഞാൽ മറ്റുള്ളതിൻ്റെ പിന്നാലെ ഓടില്ല. അതുകൊണ്ട് അതാണ് വേണ്ടത്. ലോക വിഷയങ്ങളുടെ പിന്നാലെ പോയി അത് അനുഭവിച്ച് തൃപ്തി വരുമെന്ന് പറഞ്ഞാൽ ഇല്ല, പടുകൂടി ചെന്ന് ചാടുകയുള്ളൂ. അവസാനം ഇന്ദ്രിയങ്ങളൊക്കെ ക്ഷീണിക്കും, മനസ്സപ്പോഴും ക്ഷീണിച്ചിട്ടുണ്ടാവില്ല. മനസ്സിന് പിന്നെയും വേണം, കഴിക്കണം എന്നൊക്കെ മോഹം ഉണ്ടാവും. നല്ല പഞ്ചസാര ഇട്ട് അസലൊരു നെസ്കഫെ അല്ലെങ്കിൽ ബ്രൂ കോഫി ഒക്കെ കഴിക്കണം എന്നൊക്കെ ഉണ്ട്. ഷുഗർ 700. ആ വസ്തു ആലോചിച്ചു, നമ്മൾ കഴിക്കണമെന്ന് മോഹമുണ്ട്, ഒക്കെ മോഹമുണ്ട്. ഒന്നും സാധിക്കാതിരിക്കുമ്പം അങ്ങനെ ആകെ വിഷമാവും. കാണുന്നവരോടൊക്കെ ദേഷ്യമായിരിക്കും. എത്ര പ്രായമുള്ളവർ നമ്മളങ്ങനെ കാണുന്നുണ്ടല്ലേ? അടുത്തേക്ക് പോയാൽ പേടിയാണ്, ചീത്ത മാത്രമേ പറയുള്ളൂ. തിരിച്ചുള്ളവരുണ്ട്, ഒരു പ്രശ്നമില്ല, സമാധാനമായിട്ടിരിക്കണം. ഇപ്പം ഇന്ന് അങ്ങോട്ട് പോവുകയാണെങ്കിൽ തിരുമ്പി എനിക്ക് സന്തോഷമേ ഉള്ളൂ, അങ്ങനെ ഒരുങ്ങി നിൽക്കുക, ആയാൽ പോവാം. അങ്ങനെയുള്ളവർ നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം അവരുടെ അഭ്യാസത്തിൻ്റെ വ്യത്യാസമാണ്. ഒരേ വീട്ടിൽ 2 പേര്. എന്താ കാരണം ചോദിച്ചാൽ, ആയ കാലത്ത് കുറച്ച് ഭാഗമൊക്കെ കേട്ട് ഇവയൊക്കെ വിഷയങ്ങളൊക്കെ കേട്ട് മനസ്സിനെ അങ്ങനെ തയ്യാറാക്കി വെച്ചതുകൊണ്ട് വാർദ്ധക്യം വരുമ്പോഴും എന്തില്ല, കുടിക്കാൻ സാധിക്കണില്ല, കഴിക്കാൻ സാധിക്കണില്ല പറയുമ്പോഴും വിഷമില്ല. അതില്ലെങ്കിലും ദുഃഖാനുണ്ടാവുക. അതാണ് കാണിക്കുന്നത്. പിന്നെ ആ വംശം വർണ്ണിച്ച് വരുമ്പോൾ ദുഷ്യന്തൻ്റെ കഥ, ശകുന്തളയുടെ കഥ, അതൊക്കെ വളരെ പ്രസിദ്ധമാണ്. രന്തിദേവൻ്റെ കഥ. രന്തിദേവൻ്റെ അത്ര ഉദാരൻ ആയിട്ട് ആരാളുള്ളത്? ഉദാരമതി. തൻ്റെ സർവസ്വവും ദാനം ചെയ്തു. ഇങ്ങനെയുണ്ടൊരു ദാനം ചെയ്യൽ. അദ്ദേഹത്തിന് മറ്റുള്ളവരുടെ വിഷമം കാണാൻ വയ്യ. അവസാനം ഒരു 40 ദിവസം പട്ടിണി കിടന്നു. ലേശം ഗോതമ്പത്തിന് പായസം കിട്ടി കഴിക്കാൻ പുറപ്പെട്ട സമയത്തൊരു നായ, ആദ്യൊരു ബ്രാഹ്മണൻ വന്നു, അയാൾക്ക് കൊടുത്തു. പിന്നെ ഒരു ശൂദ്രൻ വന്നു, ബാക്കി പായസം അയാൾക്കും കൊടുത്തു. ലേശം വെള്ളം കുടിക്കാൻ പുറപ്പെട്ടപ്പം ഒരു നായാടി നായകളെയും കൊണ്ടുവന്നു. എൻ്റെ നായകളൊന്നും കഴിച്ചില്ല പറയുമ്പോൾ ബാക്കിയുള്ള വെള്ളം നായകൾക്കും കൊടുത്തു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ വെച്ചാൽ വർണ്ണ വ്യത്യാസമില്ല എന്ന് കാണിക്കാനാണ്. അദ്ദേഹത്തിന് ജാതി വ്യത്യാസമില്ല എന്ന് കാണിക്കാനാണ്. ബ്രാഹ്മണനായാലും ക്ഷത്രിയനായാലും ശൂദ്രനായാലും ഇനി നായയാണെങ്കിലും വിഷമിക്കുന്നത് കാണാൻ വയ്യ. അദ്ദേഹം തൻ്റെതൊക്കെ ജന്തുക്കൾക്കും ഒക്കെ കൊടുത്തു. അവസാനം ഒരു പ്രാർത്ഥന, എന്ത്? എന്നാ കാമയേഹം, എനിക്കൊന്നും ആഗ്രഹമില്ല ഭഗവാനെ, എനിക്കൊരൊറ്റ പ്രാർത്ഥനയെ അങ്ങയോടുള്ളൂ. എന്താ പ്രാർത്ഥന? ഈ ലോകത്തുള്ള ജന്തുക്കളുടെ ഒക്കെ വിഷമം എനിക്കങ്ങോട്ട് തന്നേക്കൂ, ഞാൻ അത് അനുഭവിച്ചോളാം, ഈ ലോകത്തുള്ളവരൊക്കെ സന്തോഷമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച രന്തിദേവൻ്റെ നാടാണ് ഭാരതം.
അതൊന്നും ഓർക്കണ്ടേ. ആ നാട്ടിൽ നമ്മൾ ജനിച്ചത്, ഇങ്ങനെയൊക്കെയുള്ള ത്യാഗികളായിട്ടുള്ള രാജാക്കന്മാർ ജനിച്ച നാട്. ആ രന്തിദേവൻ്റെ മഹത്വം അത് ദേവന്മാർ പോലും ഇടയ്ക്കിടയ്ക്ക് രാവിലെ ആയാൽ ഇത് പാടും. രന്തിദേവൻ്റെ മഹത്വം അവരെങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് അത്രേ. ആ വംശത്തിലാണ് ശന്തനു എന്ന് പേരായിട്ടുള്ള രാജാവ് ഗംഗയെ വിവാഹം കഴിച്ചു. അങ്ങനെ ഒരു മകനുണ്ടായി, ദേവവ്രതൻ, ഗംഗാദത്തൻ. കുറച്ച് കഴിഞ്ഞു ഗംഗ പിണങ്ങിപ്പോയി, അതുണ്ടായത്. ശന്തനു രാജാവ് അങ്ങനെ ഒരിക്കൽ കാട്ടിലേക്ക് പോയ സമയത്ത് അവിടെ വെച്ചൊരു പെൺകുട്ടിയെ പരിചയപ്പെട്ടു. സത്യവതി എന്നാണ് പേര്, കാളി എന്നും പേരുണ്ട്. പണ്ട് പരാശരൻ ഈ സത്യവതിയെ കണ്ട് മോഹിച്ച് അങ്ങനെ ഒരു മകനുണ്ടായിട്ടുണ്ട്, നമ്മുടെ വേദവ്യാസൻ. വ്യാസൻ അമ്മയോട് പറഞ്ഞത്, അമ്മേ എന്തെങ്കിലും വിഷമം ഉണ്ടാകുമ്പോൾ എന്നെ വിളിച്ചോളൂ, എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതുകൊണ്ട് ഞാൻ തൽക്കാലം പോട്ടെ എന്ന് പറഞ്ഞ് വ്യാസർ പോയതാണ്. ഈ സത്യവതിയെ കടത്തുകാരിയാണ്. ആ സത്യവതിയെ ഈ ശന്തനു രാജാവ് കണ്ടു, ഇഷ്ടമായി, വിവാഹം കഴിക്കാനുള്ള ആഗ്രഹം പറഞ്ഞു. അവൾ പറഞ്ഞു, അച്ഛനോട് ചോദിക്കൂ ആണ്. അങ്ങനെയാണ് പറയേണ്ടത്, സംസ്കാരം ഉണ്ടെങ്കിൽ അങ്ങനെയാണ് പറയേണ്ടത്. ഒരാൾ ഇഷ്ടം പറഞ്ഞാൽ എനിക്കും ഇഷ്ടം, അങ്ങനെയല്ല, അച്ഛനോട് ചോദിക്കുക, അമ്മയോട് ചോദിക്കുക, അവരൊക്കെ എന്താ പറഞ്ഞു വെച്ചാൽ അങ്ങനെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വാക്ക് കൊടുത്തു പോരും, ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട്. വീട്ടിൽ അച്ഛനും അമ്മയും പറഞ്ഞാൽ ഞാൻ വാക്ക് കൊടുത്തു പോയി, നിന്നെ അയക്കണം എന്ന് പറഞ്ഞാൽ അച്ഛനെയും അമ്മയും ട്രാപ്പിലാക്കുക. എന്നിട്ട് അവരെങ്ങനെ വിഷമിച്ച് കഴിയുക. വീട്ടിലായിരിക്കണത്, നമ്മൾ കൊടുക്കണതാണ് കഴിക്കണത്, എന്നാൽ പറയണമൊന്നും കേൾക്കില്ല, ഇങ്ങോട്ട് ഉപദ്രവിക്കുകയും ചെയ്യുക, വാശി പിടിക്കുക. അതൊക്കെയാണ് വിഷമം. കാരണം അതൊന്നും അറിയാനുള്ള ശേഷിയില്ല. അച്ഛൻ്റെ വിഷമം, അമ്മയുടെ വിഷമം എന്ന് അറിയാനുള്ള ബുദ്ധിയില്ല. അത് കരുതണമെന്നർത്ഥം. അപ്പോഴാണ് ഈ കഥകളുടെ പ്രത്യേകത മനസ്സിലായത്. അതാണ് സംസ്കാരം. അതുകൊണ്ട് എനിക്ക് വിഷമമൊന്നുമില്ല, സന്തോഷമേ ഉള്ളൂ, വിവാഹം കഴിക്കാൻ ഞാൻ തയ്യാറാണ്, പക്ഷേ അച്ഛൻ സമ്മതിക്കാണ്ട് ഞാൻ വിവാഹം കഴിക്കില്ല. നേരെ അദ്ദേഹം ചെന്നു, അച്ഛനോട് ചോദിച്ചു, രാജാവിനോട് ചോദിച്ചു, മുക്കുവ രാജാവാണ്, മകളെ വിവാഹം കഴിച്ചു തരുമോ? അദ്ദേഹം അന്വേഷിച്ചു. അദ്ദേഹം പറഞ്ഞു, തനിക്കൊരു മകനില്ലേ, ദേവവ്രതൻ, തൻ്റെ സ്വത്ത് അങ്ങോട്ടല്ലേ പോവുക, വിവാഹം കഴിച്ചു തന്നാൽ ഉണ്ടാവണേ കുട്ടിക്കാണോ സ്വത്ത് കിട്ടുക, നോക്കണേ, അപ്പോഴേക്ക് കണ്ണൊക്കെ സ്വത്തിലാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആലോചിക്കട്ടെ എന്ന് പറഞ്ഞ് ശന്തനു രാജാവ് പോയി. പക്ഷേ ഈ സത്യവതിയെ മറക്കാൻ പറ്റണില്ല, തിരിഞ്ഞും മറന്നും കിടക്കുകയാണ്. ദേവവ്രതൻ മകൻ ഇത് കണ്ടു, അടുത്ത് വന്ന് മന്ത്രിയോട് ചോദിച്ചു, എന്താ അച്ഛൻ്റെ വിഷമം എന്ന് ചോദിച്ചപ്പോൾ മന്ത്രി കാര്യം പറഞ്ഞു. കാട്ടിൽ പോയപ്പോൾ ഒരു കുട്ടിയെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അന്വേഷിച്ചു, അപ്പം നീ ഉള്ളതുകൊണ്ട് ആണ് വിവാഹം നടക്കാണ്ടിരുന്നത്. അച്ഛൻ അങ്ങനെ ഒരു മോഹം ഉണ്ടെങ്കിൽ സാധിപ്പിക്കണ്ടേ, തൻ്റെ പേരും പറഞ്ഞ് കഴിക്കാണ്ടിരിക്കുക. അന്ന് തന്നെ പുറപ്പെട്ടു, നേരെ ആ മുക്കുവ രാജാവിനെ കണ്ടു, അങ്ങയുടെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കൂ. തനിക്കല്ലേ രാജ്യം കിട്ടുക ചോദിച്ചപ്പോൾ അദ്ദേഹം പ്രതിജ്ഞ എടുത്തു, എനിക്ക് രാജ്യം വേണ്ട. ഈ ദേവവ്രതൻ ഗംഗാദത്തൻ്റെ പ്രതിജ്ഞയാണിത്. 18 വയസ്സ് പ്രായം അന്ന് ദേവവ്രതന്. അന്നത്തെ കാലത്ത് രാജ്യം കിട്ടാൻ വേണ്ടി യുദ്ധം നടക്കണ കാലമാണ്. 18 വയസ്സ് ചെറുപ്പക്കാരൻ തൻ്റെ അച്ഛന് രണ്ടാമത് വിവാഹം കഴിക്കാൻ തനിക്ക് രാജ്യം വേണ്ട എന്ന് പ്രതിജ്ഞ എടുത്തു. നീ രാജ്യം വേണ്ടെന്ന് പറയും, നീ വിവാഹം കഴിച്ച് നിനക്കൊരു ഉണ്ണി ഉണ്ടായാൽ ആ ഉണ്ണിക്ക് അവകാശപ്പെട്ടതാവും രാജ്യം. ഞാൻ വിവാഹം കഴിച്ചാലല്ലേ ഈ ദേവവ്രതൻ ഗംഗാദത്തന് ഈ ജന്മത്തിൽ വിവാഹമില്ല എന്നാര് പ്രതിജ്ഞ? ഈ ദേവവ്രതൻ്റെ ഗംഗാദത്തൻ്റെ പ്രതിജ്ഞ. അതങ്ങോട്ട് കേട്ട സമയത്ത് ആകാശത്തുള്ള ദേവന്മാർ പോലും നെഞ്ചത്ത് കൈവച്ച് ഭീഷ്മ ഭീഷ്മ എന്ന് പറഞ്ഞു അത്രേ. ഭീഷ്മ എന്ന് പറഞ്ഞാൽ ഭയങ്കരം ഭയങ്കരം. എന്താ അയാളുടെ നിഷ്ഠ, ഇങ്ങനൊരു ത്യാഗം. തൻ്റെ അച്ഛന് രണ്ടാമത് വിവാഹം കഴിക്കാൻ വേണ്ടി തനിക്ക് സ്വത്ത് വേണ്ട, രാജ്യം വേണ്ടെന്ന് മാത്രമല്ല, തനിക്ക് വിവാഹം വേണ്ട എന്ന് പറയണമെങ്കിൽ കഴിവില്ലാത്ത ആളൊന്നുമല്ല. ഭീഷ്മരുടെ യോഗ്യത ഭാരതം ആരുടെയാണ്? ഭാരതം, ഈ മഹാഭാരതത്തിലെ നായകനാരാ? അത് ഈ ഭീഷ്മരാണ്. ഭീഷ്മർക്ക് സ്വന്തമാണ് ഈ ഭാരതം. അദ്ദേഹത്തിൻ്റെ ഔദാര്യം കൊണ്ടാണ് ബാക്കിയുള്ളവരൊക്കെ രാജ്യം ഭരിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ഭീഷ്മർ, അങ്ങനെയാണ് അദ്ദേഹം ഭീഷ്മർ എന്നുള്ള പേരിൽ അറിയപ്പെട്ടു. ശരിക്കും പേരതൊന്നുമല്ല, ദേവവ്രതൻ, ഗംഗാദത്തൻ എന്നാണ് പേര്, പക്ഷെ അറിയപ്പെട്ടത് ഭീഷ്മർ എന്നുള്ള പേരിൽ. ഏതായാലും അങ്ങനെ ശന്തനു രാജാവ് ഈ സത്യവതിയെ വിവാഹം കഴിച്ചു. അതിൽ 2 മക്കളുണ്ടായി, ചിത്രാംഗതൻ, വിചിത്രവീര്യൻ. അതിലെ ചിത്രാംഗതൻ വരായിട്ടുള്ള ഗന്ധർവനാൽ കൊല്ലപ്പെട്ടു. വിചിത്രവീര്യൻ ബാക്കി. വിചിത്രവീര്യനെ വിവാഹം കഴിക്കാനായിട്ട് അംബിക, അംബാലിക, കാശിരാജാവിൻ്റെ 3 മക്കളെ കൊണ്ടുവന്നു ഭീഷ്മർ. അതിൽ തിരിച്ചുപോയി. അംബാലിക, അംബിക 2 പേരെയും വിവാഹം കഴിച്ചു. പക്ഷെ മക്കളൊന്നും ഉണ്ടായില്ല. അതിൻ്റെ മുമ്പ് മരിച്ചു ഈ വിചിത്രവീര്യൻ. ഇനിയിപ്പം ആ വംശം നിലനിൽക്കണമെങ്കിൽ ഭീഷ്മർ വിവാഹം കഴിക്കണം എന്നായി. നോക്കണേ, ചരിത്രം കാണിച്ചു തരികയാണ്. സത്യവതി നിർബന്ധിച്ചു, ഒന്ന് വിവാഹം കഴിക്കുമോ, നമ്മുടെ വംശം നിലനിൽക്കണ്ടേ, കൂട്ടാക്കണില്ല, എനിക്ക് വാക്കാണ് പ്രധാനം, ഞാൻ വിവാഹം കഴിക്കില്ല. അവസാനം സത്യവതി തൻ്റെ മകനെ ധ്യാനിച്ചു, വ്യാസരെ. വേദവ്യാസൻ അവിടെ എത്തി പുത്രോത്പാദനം ചെയ്യാനായിട്ട് നിർബന്ധിച്ചു. ശരി, അങ്ങനെയാവാം എന്ന് പറഞ്ഞ് അങ്ങനെ 2 പേരെയും പ്രാപിച്ചു. 2 പേർക്കും ഉള്ളുകൊണ്ട് താല്പര്യമില്ലായിരുന്നു. ഒരുത്തി വളരെ വെളുത്തു, ഒരുത്തി കണ്ണടച്ചു. കണ്ണടച്ചിട്ടുണ്ടായതാണ് കുരുടൻ, അതാണ് ധൃതരാഷ്ട്രർ, നേരെയായില്ല.
ഒരു പൂർണ്ണത കാണില്ല. വളരെ വെളുത്തത് ഉണ്ടായതാണ് പാണ്ടു പിടിച്ചും കൊണ്ട് നേരെയായിട്ടില്ല. വ്യാസർ പറഞ്ഞു, തൽക്കാലം 2 സൃഷ്ടിയും നേരെയായിട്ടില്ല, അമ്മയോട് തുറന്ന് കാര്യം പറയാലോ. അവരോട് പറയൂ കുറച്ച് ഈശ്വരാന്നുണ്ടാവണം, തപസ്സിലൂടെ മാത്രമേ നേരെയാവുള്ളൂ സൃഷ്ടി. അതുകൊണ്ട് ഒരു കൊല്ലക്കാലം വ്രതം അനുഷ്ഠിക്കട്ടെ, ഈശ്വരോപാസന ചെയ്യട്ടെ, ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ വരാം എന്ന് പറഞ്ഞ് വ്യാസർ പോയി. ഒരു കൊല്ലക്കാലം കഴിഞ്ഞ് വ്യാസർ വന്ന സമയത്ത് 2 സ്ത്രീകളും കൂടി ഒരു ദാസിയെ പറഞ്ഞയച്ചു. ആ ദാസിയാവട്ടെ ഈശ്വരനായിട്ട് കണ്ട് പ്രാപിച്ചു. അതിലുണ്ടായി മിടുക്കനായിട്ടൊരു മകൻ. ആ മകനാണ് വിതുരൻ, ധർമ്മിഷ്ഠൻ. പിന്നുള്ള കഥയൊക്കെ നമുക്കറിയാലോ. ധൃതരാഷ്ട്ര വിവാഹം കഴിച്ചു, ഗാന്ധാരിയെ 100 മക്കളുണ്ടായി, 101 ഒരു പെൺകുട്ടി ഉണ്ടായി, ദുശ്ശള. പിന്നെ പാണ്ഡു വിവാഹം കഴിച്ചു, 2 വിവാഹം കഴിച്ചു. കുന്തിദേവിയെയും മാദ്രിയെയും വിവാഹം കഴിച്ചു. കുന്തിദേവിയിൽ 3 മക്കൾ, മാദ്രിയിൽ 2, അങ്ങനെ 3, 2, 5. അദ്ദേഹത്തിന് പത്നിയെ തൊട്ട് കഴിഞ്ഞാൽ തല പൊട്ടിത്തെറിക്കുന്നുള്ള ശാപമൊക്കെ ഉണ്ട്. അങ്ങനെ ദേവന്മാരിൽ നിന്നുണ്ടായ മക്കളാണ് പാണ്ഡവന്മാർ 5. അവരൊക്കെ വിവാഹം കഴിച്ചു. എല്ലാവരും കൂടി പാഞ്ചാലി വിവാഹം കഴിച്ചു. മാത്രമല്ല എല്ലാവരും വേറെ വേറെ കഴിച്ചിട്ടുണ്ട്. അങ്ങനെ അർജുനൻ കഴിച്ചു സുഭദ്രയെ, അതിലുണ്ടായി അഭിമന്യു വിവാഹം കഴിച്ചു. ഉത്തര വിവാഹം കഴിച്ചു. അങ്ങനെ ഉത്തരയിൽ പരീക്ഷത്ത് വിവാഹം കഴിച്ചു. പരീക്ഷത്തിനോടെ കഥയൊക്കെ പറഞ്ഞു കൊടുക്കണം. ഇരാവതിയെ, അതിൽ ജനമേജന മുതലായിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞ് അവരുടെ കഥ പറയാൻ പുറപ്പെട്ടപ്പോൾ പരീക്ഷത്ത് പറയാണ്, മതി, എനിക്കതൊന്നും കേൾക്കണ്ട, എനിക്ക് എൻ്റെ കഥ കേൾക്കാൻ ഇരിക്കുകയല്ല ഞാൻ, എനിക്ക് ഭഗവാന്റെ കഥയാണ് കേൾക്കേണ്ടത്. പണ്ടായിരുന്നെങ്കിൽ എൻ്റെ കഥയോടാണ് താല്പര്യം, ആളുടെ പുകഴ്ത്ത് നോക്കി കേൾക്കുമ്പോൾ വലിയ സന്തോഷമാണ്. ഇപ്പം പക്ഷേ ഇല്ല, ഇനി ഭഗവാന്റെ കഥ കേൾക്കാൻ മാത്രമേ എനിക്ക് താല്പര്യമുള്ളൂ. അതുകൊണ്ട് ആ യദുവംശം വർണ്ണിക്കൂ, പൂരുവംശം വർണ്ണിക്കണം, നിർത്തൂ. അപ്പം മുകളിലേക്ക് തന്നെ പോയി യദുവിൻ്റെ മകൻ അങ്ങനെ വർണ്ണിച്ച് വരികയാണ്. അതിൽ ആഹുകൻ എന്ന് പറയായിട്ടൊരു രാജാവ്. ആഹുകൻ്റെ 2 മക്കളാണ് ഉഗ്രസേനൻ, ദേവകൻ. ഉഗ്രസേനൻ്റെ മകനാണ് കംസൻ, ദേവകൻ്റെ മകളാണ് ദേവകി. ആ ദേവകിയെ വിവാഹം കഴിച്ചത് ശൂരരാജാവിൻ്റെ മകനാണ്. ആ ശൂരരാജാവിനൊരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടിയുടെ പേര് പൃഥ എന്നാണ്. ആ പൃഥയെ ശൂരരാജാവ് തൻ്റെ കൂട്ടുകാരനായിട്ടുള്ള കുന്തിഭോജൻ എന്ന് പേരായിട്ടുള്ള രാജാവ് മക്കളില്ലാണ്ട് വിഷമിക്കുന്നത് കണ്ടപ്പോൾ ദത്തു കൊടുത്തു. അങ്ങനെ അവൾ കുന്തിദേവി എന്നുള്ള പേരിൽ പ്രസിദ്ധായി. മകൻ ശൗരി, അതാണ് നന്ദഗോപർ, അല്ലെങ്കിൽ വസുദേവർ. ആനകദുന്ദുഭി എന്നൊരു പേരുണ്ട് അദ്ദേഹത്തിന്. അങ്ങനെ ആ വസുദേവരാണ് ദേവകിയെ വിവാഹം കഴിക്കുന്നത്. അതിൽ 8ാമനായിട്ട് ഭഗവാൻ കൃഷ്ണൻ എന്നുള്ള പേരിൽ അവതരിച്ചു എന്ന് പറഞ്ഞ് കൃഷ്ണ ചരിത്രം അങ്ങോട്ട് ഒരു 3 ശ്ലോകം കൊണ്ട് ചുരുക്കി പറഞ്ഞു. അപ്പോഴാണ്, അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ പോരാ, അത് വിസ്തരിക്കണം എന്ന് പറയുമ്പോഴാണ് ദശമസ്കന്ധം ആരംഭിക്കുന്നത്. പിന്നെ വിസ്തരിച്ച് 90 അധ്യായങ്ങളിലായിട്ട് കൃഷ്ണചരിത്രം.